ഫിലിപ്പ് മാധവന്റെ അടുത്തേക്ക് പോയി അവൻ്റെ തോളിൽ കൈവച്ചു. വിടില്ല, അവനെ ഇല്ലാതാക്കും ഞാൻ. അത് പറയുമ്പോൾ മാധവന്റെ മുഖം ചുവന്നു. കണ്ണിൽ നാഥനോടുള്ള പക ആളിക്കത്തി. വിടരുത്, അവരും അറിയണം. പ്രിയപ്പെട്ടവർ ഇല്ലാതാകുന്നതിൻ്റെ വേദന അറിയണം. അതിന് ആ കുടുംബത്തിൽ ആരെങ്കിലും ഇല്ലാതാക്കണം. ഫിലിപ്പ് അങ്ങനെ പറഞ്ഞത് മാധവന്റെ മനസ്സിൽ പല പദ്ധതിയും ഉറഞ്ഞുകൊന്തി. അവിടെ ഈശ്വരനാഥ് വർമ്മയുടെ കൊച്ചുമക്കളെ വിവാഹത്തിൻ്റെ ആഘോഷമാണ്. അവർ സന്തോഷത്തിലാണ്. അവർ സന്തോഷിക്കട്ടെ. അവരുടെ സന്തോഷം അധികം നിലനിൽക്കില്ല. അവർ ആഘോഷിക്കട്ടെ. ആ ആഘോഷം മരണച്ചടങ്ങാകും ഞാൻ. അത് പറയുമ്പോഴും മാധവന്റെ മനസ്സ് പകയരിഞ്ഞു. കണ്ണുകൾ ചുവന്നു. ഇതൊക്കെ കേട്ടുകൊണ്ടാണ് അംബിക അവിടേക്ക് വന്നത്. അവളുടെ മുഖം ദേഷ്യത്താൽ ചുവന്നു. ഇനിയും മതിയായില്ലേ നിങ്ങൾക്ക്? നിങ്ങൾ കാണിച്ചു കൂട്ടിയതിൻ്റെ ഫലമാണ് ഇപ്പം നമ്മൾ അനുഭവിക്കുന്നത്. നിങ്ങളും നിങ്ങളെ പെങ്ങളും കൂടെയാണ് എൻ്റെ മോൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം. അവൻ്റെ മുഖം പോലും അവസാനമായി ഒന്ന് കാണാൻ പറ്റിയില്ല. ഇനി നിങ്ങൾ ഇതിൻ്റെ പേരിൽ പ്രതികാരത്തിനിറങ്ങുകയാണോ? തീരുമാനം നിങ്ങളെ കൂടെ എനിക്കും നഷ്ടപ്പെടാൻ വയ്യ. അത് പറഞ്ഞവൾ ഒരു ഭ്രാന്തിയെ പോലെ അലറിക്കരഞ്ഞു. അംബികയുടെ കരച്ചിൽ സഹിക്കാനാവാതെ മാധവൻ അംബികയെ താങ്ങി പിടിച്ച് റൂമിലേക്ക് കൊണ്ടുപോയി. ഇല്ല, ഞാൻ ഒന്നിനും പോകുന്നില്ല. അവൻ്റെ വിധി ഇങ്ങനെയായിരിക്കും. അത് വിചാരിച്ച് നമുക്ക് സമാധാനിക്കാം. അത് പറയുമ്പോഴും മാധവന്റെ മനസ്സിൽ നാഥനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണമെന്നൊറ്റ ചിന്തയേ ഉള്ളൂ. നിങ്ങളൊന്നിനും പോവരുത്. അവളോട് ചെയ്തതിന് ദൈവം തന്നെ ശിക്ഷയാണ് എന്ന് വിചാരിച്ചാൽ മതി. അവനെ നഷ്ടപ്പെട്ടു, ഇനി നിങ്ങളെയും നഷ്ടപ്പെട്ട പിന്നെ ഞാൻ ഉണ്ടാവില്ല. അതും പറഞ്ഞ് അംബിക മയക്കത്തിലേക്ക് പോയി. അവർ ഉറങ്ങിയെന്ന് മനസ്സിലായത് മാധവൻ അവിടെ നിന്നും എണീറ്റു. ഇന്ദ്ര, എല്ലാം നല്ല ഭംഗിയിൽ തന്നെ ചെയ്യണം. ഒന്നിനൊരു കുറവും വരാൻ പാടില്ല. എൻ്റെ മുത്തശ്ശൻ്റെ ആഗ്രഹം പോലെ എല്ലാം ഭംഗിയായി തന്നെ നടക്കും. പേടിക്കാതെ അവിടെ പോയി ഒന്ന് കിടക്ക്. മുത്തശ്ശൻ പറയുന്നത് കേട്ടുകൊണ്ടാണ് നാഥ അവിടേക്ക് വന്നത്. എൻ്റെ കണ്ണ, എനിക്കറിയാം നിങ്ങളെല്ലാവരും ഭംഗിയായി ചെയ്യുമെന്ന്. അറിയാം, എന്നാലും എൻ്റെ സമാധാനത്തിന് വേണ്ടി പറഞ്ഞതാ. അതും പറഞ്ഞ് മുത്തശ്ശൻ അകത്തേക്ക് പോയി. എല്ലാവരും അവരവരുടെ തിരക്കിലായിരുന്നു. അപ്പോഴാണ് നാഥൻ്റെ ഫോൺ അടിച്ചത്. അവൻ ഫോൺ എടുത്ത് നോക്കിയതും മാധവൻ എന്ന പേര് കണ്ട് അവൻ്റെ മുഖത്ത് പുച്ഛം നിറഞ്ഞ ചിരി വിടർന്നു. അവൻ ആ കോൾ എടുത്തു. ഹലോ മാധവ, ഞാൻ നിനക്കൊരു ഗിഫ്റ്റ് കൊടുത്തയച്ചിരുന്നു, കിട്ടിയില്ലേ? എടാ ഭൈരവ്നാഥ് വർമ്മ, നീ അധികം സന്തോഷിക്കണ്ട. ഇതിന് ഞാൻ പകരം ചോദിക്കും. ഇപ്പം നിന്റെ മുഖത്ത് വിജയത്തിൻ്റെ ചിരിയുണ്ടാകുമെന്നറിയാം. അധികം വൈകാതെ ഞാനത് മാറ്റിത്തരാം. ഇപ്പം നീ നിന്റെ വിവാഹം നല്ലതുപോലെ നടത്തിക്കോ. നിനക്ക് പ്രിയപ്പെട്ട ഒരാളെ ഞാൻ പരലോകത്തേക്ക് അയക്കുന്നുണ്ട്. കാത്തിരുന്നു. അത് പറഞ്ഞ് മാധവൻ ഫോൺ വെച്ചു. മാധവൻ അങ്ങനെ പറഞ്ഞതും അവൻ്റെ മനസ്സിൽ തിരുമേനി പറഞ്ഞ വാക്കുകൾ ഓർമ്മ വന്നു. അപ്പോഴാണ് അവൻ്റെ ഫോൺ വീണ്ടും അടിച്ചത്. അവൻ ഫോൺ എടുത്ത് നോക്കിയതും ഹരി എന്ന് കണ്ട് അവൻ ഫോൺ എടുത്തു. വിവാഹമായതുകൊണ്ട് ഹരി ഇപ്പോൾ വേറൊരു വീടെടുത്ത് അവിടെയാണ് താമസം. അവൻ്റെ അച്ഛൻ്റെ പെങ്ങൾ സീതയും അവൻ്റെ കൂടെയാണ്. എന്താ മോനെ ഹരി, ഈ നേരം ഒരു വിളി? അവിടെ എന്തായി, എല്ലാം കഴിഞ്ഞോ? നാളെ ഒരു ദിവസം കൂടെ ബാക്കിയുള്ളൂ. സ്വതന്ത്രമായി ഇങ്ങനെ വിളിക്കാൻ പറ്റൂ. ആ കുരുപ്പിനെ നിന്റെ അടുത്ത് കിട്ടിയാൽ പിന്നെ പറയണ്ട. നിനക്ക് ഫോൺ നോക്കാൻ പോലും ആ പെണ്ണ് സമ്മതിക്കില്ല. അതൊക്കെ ഞാൻ മാറ്റിയെടുക്കും. അവളെ ഇത്രയും ആങ്ങളമാരെ ഒരേ ഒരു പെങ്ങളല്ലേ. അവൾ അതിൻ്റെ കുറുമ്പും വാശിയും ഉണ്ടാകും. അല്ല, നീ എന്തിനിപ്പോൾ വിളിച്ചത്? എന്തോ അത്യാവശ്യം പറയാനാണല്ലോ. അതെ, നീ ടി വി ഒന്ന് തുറന്നു നോക്ക്, അപ്പോൾ അറിയും കാര്യങ്ങൾ. ഹരി അങ്ങനെ പറഞ്ഞതും അവൻ ടി വി ഓണാക്കി. അതിൽ ആ ഊർമിളയെ പോലീസ് കോടതിയിലേക്ക് കൊണ്ടുപോകുന്നതും രാഹുലിൻ്റെ മൃതദേഹം കിടന്ന ഭാഗത്ത് പോലീസ് വരുന്നതുമെല്ലാം അതിൽ കാണിക്കുന്നുണ്ട്. ഇന്നത്തെ പ്രധാന വാർത്ത: മുൻ ബിസിനസ്മാൻ ചന്ദ്രശേഖരൻ്റെ രണ്ടാം ഭാര്യ ഊർമിളയും അവരുടെ സഹോദരൻ മാധവൻ്റെ മകൻ രാഹുൽ മാധവനും കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കാണാനില്ലായിരുന്നു. ഇന്ന് അവരുടെ വീടിൻ്റെ പുറകിലെ പറമ്പിൽ നിന്നും അവൻ്റെ ശരീരഭാഗങ്ങൾ കണ്ടെത്തി. മാധവൻ്റെ പെങ്ങൾ ഊർമിളയാണ് അവനെ കൊന്നെന്ന് പറയുന്നുണ്ട്. അവർ തമ്മിൽ പല ബന്ധങ്ങളും ഉണ്ടെന്ന് പറയുന്നു. രാഹുൽ അത് പുറത്തു പറയുമെന്ന് പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തിയിരുന്നു. രാഹുൽ അവരെ വീണ്ടും കീഴ്പ്പെടുത്തി. ഊർമിളയാണ് അവൻ്റെ മരണത്തിന് കാരണമെന്ന് പറയുന്നു. അത് കേട്ടതും അവൻ പൊട്ടിച്ചിരിച്ചു. ഇതൊക്കെ കേട്ട് ഞെട്ടിത്തരിച്ചു നിൽക്കുകയായിരുന്നു ലച്ചു. പക്ഷേ നാഥ്, അവൾ പിറകിലുള്ളത് അവൻ അറിഞ്ഞില്ല. എടാ നാഥ്, മതി ഇങ്ങനെ അട്ടഹസിച്ചത്. ഇതൊക്കെ എങ്ങനെ? വെറുതെയല്ല നീ അങ്ങനെ ഒരു കളി കളിക്കാൻ പറഞ്ഞതല്ലേ? ഒന്നും കാണാതെ ഞാൻ കളിക്കാൻ ഇറങ്ങില്ല എന്ന് നിനക്കറിയില്ലേ? അതും പറഞ്ഞ് അവൻ തിരിഞ്ഞതും ഞെട്ടിത്തരിച്ചു നിൽക്കുന്ന ശ്രീയെയാണ് അവൻ കാണുന്നത്. അവൾ അവിടെ നിന്നും കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടിപ്പോയി. ഈശ്വര, പെട്ടു. ഇനി ഞാനെന്താ അവളോട് പറയുക? അപ്പോഴും ഹരി അപ്പുറത്തുനിന്ന് നാഥനെ വിളിക്കുന്നുണ്ടായിരുന്നു. എടാ കോപ്പേ, നീ ഒന്ന് വെക്കേ, ഇവിടെ ഒരു അഗ്നി പൊട്ടിത്തെറിക്കും. അതൊന്ന് ഇല്ലാതാക്കട്ടെ.
ഇവൻ എന്താ ഈ പറയുന്നത് എന്ന് മനസ്സിലാവാതെ ഹരി നിന്നു. അവനതിന് മറുപടി ചോദിക്കുന്നതിന് മുൻപ് നാദ് കോള് കട്ട് ചെയ്തിരുന്നു. നാദ് ഫോൺ വെച്ച് പുറത്തേക്ക് പോയതും തന്നെ തുറിച്ചു നോക്കുന്ന തൻ്റെ പെണ്ണിനെയാണ് കണ്ടത്. ലച്ചു മുകളിലേക്ക് കയറിപ്പോയപ്പോഴാണ് മുത്തശ്ശൻ അവളെ വിളിച്ചതും. മോളെ ലച്ചു, നീ കണ്ണനെ കണ്ടോ? കുറേ നേരമായി ഞാൻ അവനെ അന്വേഷിച്ച് നടക്കുന്നു. ഇവിടെയൊന്നും അവനെ കാണുന്നില്ല. പുറത്തുണ്ടാകും. എപ്പോഴും ബിസിനസ് മീറ്റിംഗ് അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും വിളിക്കും. അത് നീ പറഞ്ഞത് ശരിയാ. അവനെപ്പോഴും അങ്ങനെ തന്നെയാണ്. എനിക്ക് അവനെ ഒന്ന് കാണണം. അത്യാവശ്യമായി അവനോട് എൻ്റെ അടുത്തേക്ക് വരാൻ പറയണം. ഞാൻ പറയാം മുത്തശ്ശ. അതും പറഞ്ഞവൾ പുറത്തേക്ക് പോയപ്പോഴാണ് അവൻ ഫോൺ പിടിച്ചു നിൽക്കുന്നത് കണ്ടത്. അപ്പോൾ തന്നെ അവൻ അകത്തേക്ക് ഓടിപ്പിടിച്ചു വരുന്നതും കണ്ടു. പക്ഷെ അവൻ അവളെ കണ്ടില്ല. അപ്പോഴാണ് അവൻ TV ഓണാക്കുന്നതും അതിലെ ന്യൂസ് കാണുന്നതും. അവൻ പറയുന്നതും അതും പറഞ്ഞു പൊട്ടിച്ചിരിക്കുന്നതുമെല്ലാം അവൾ ഞെട്ടലോടെ കേട്ടു നിന്നു. പിന്നെ അവൻ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് അവളെ കണ്ടത്. അവൻ അവളുടെ പുറകെ പോയി. പക്ഷെ അവളെ അവിടെയൊന്നും കണ്ടില്ല. അവനൊന്നുകൂടെ ചുറ്റും നോക്കിയപ്പോഴാണ് ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുന്ന ഊഞ്ഞാലിൽ ഇരിക്കുന്നു. അവൻ അവളുടെ അടുത്തേക്ക് പോയിരുന്നു. അവനെ കണ്ടതും അവൾ അവിടെ നിന്നും എഴുന്നേറ്റ് പോവാൻ നിന്നതും അവൻ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് അവൻ്റെ മടിയിലിരുത്തി. അല്ല, എന്തെൻ്റെ പെണ്ണിൻ്റെ മുഖം വീർത്തിരിക്കുന്നത്? വല്ലതും വന്ന് കുത്തിയോ? എന്നാലും നിങ്ങൾ ഇങ്ങനെ ചെയ്യുമെന്ന് കരുതിയില്ല. എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ എനിക്കും കാണാമായിരുന്നു ചെറിയമ്മയെ പോലീസ് കൊണ്ടുപോകുന്നത്. അവർ കാരണമാണ് എൻ്റെ സന്തോഷവും സമാധാനവും ഇല്ലാതാക്കിയത്. അവരാണ് എനിക്കൊരു ദയവും അവരോടില്ല. പിന്നെ ഒരു നന്ദിയുണ്ട്. അവരങ്ങനെയൊക്കെ ചെയ്തത് കൊണ്ടല്ലേ എൻ്റെ കണ്ണേടിന് എനിക്ക് കിട്ടിയത്. ആ നാറി ശേഖരനെയും പണി കൊടുക്കാമെന്ന് ഞാൻ കരുതിയിരുന്നു. പക്ഷെ എന്നെക്കൊണ്ട് പറ്റിയില്ലല്ലോ. ആ രാഹുൽ എൻ്റെ പേടി സ്വപ്നമായിരുന്നു. ഞാൻ പേടിച്ചായിരുന്നു ഉറങ്ങിയിരുന്നതും കുളിച്ചിരുന്നതും. അവൻ്റെ കയ്യിൽ ഞാൻ പെട്ടിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നില്ല. എൻ്റെ പേരിലാണ് അച്ഛൻ എല്ലാ സ്വത്തുക്കളും എഴുതി വെച്ചിരിക്കുന്നത്. അത് കിട്ടാനാണ് അവർ എന്നെ കൊല്ലും. അത് ഉറപ്പായിരുന്നു. അവൾ ഇങ്ങനെ വാ തുറന്ന് പറയുന്നത് കേട്ട് അവൻ അവളെ തന്നെ നോക്കിയിരുന്നു. അവൾ ആദ്യമായിട്ടാണ് അവനോട് ഇങ്ങനെ മടിയിലിരുന്ന് കഴുത്തിൽ കൈയിട്ട് വാ തോരാതെ സംസാരിക്കുന്നത്. അവൻ അവളെ തന്നെ നോക്കി നിന്നു. പെട്ടെന്ന് അവൾ അവനെ നോക്കിയതും അവളെ തന്നെ കണ്ടെടുക്കാതെ നാഥനെ കണ്ടതും അവൾക്ക് ചമ്മൽ തോന്നി. അവൾ പറയുന്നത് നിർത്തി തല താഴ്ത്തി. അവൻ അവളുടെ താടിയിൽ പിടിച്ച് അവളുടെ മുഖം അവൻ്റെ നേരെയാക്കി. എൻ്റെ പെണ്ണിന് അവരോട് ഒക്കെ ഒരുപാട് ദേഷ്യമുണ്ടല്ലേ? അവർ നിന്നെ ഒരുപാട് ഉപദ്രവിച്ചിരുന്നു അല്ലേ? അതേ കണ്ണേട്ടാ, ഞാൻ എപ്പോഴും ചിന്തിച്ചിരുന്നു മരിച്ചാലോ എന്ന്. അങ്ങനെ മരിച്ചാൽ അവർക്കത് എല്ലാം കൊണ്ടും നല്ലതാകും. എല്ലാം അവർക്ക് എളുപ്പത്തിൽ നേടിയെടുക്കാം. അങ്ങനെ വന്ന അച്ഛൻ്റെ സ്വത്തുക്കൾ അവർ സ്വന്തമാക്കും. ആ രാഹുലിന് ഇങ്ങനെ ഒരു വിധി തന്നെ ഈശ്വരൻ കൊടുത്തല്ലോ. എനിക്ക് സന്തോഷമേ ഉള്ളൂ. അതൊക്കെ കഴിഞ്ഞില്ലേ? ഇനി എൻ്റെ പെണ്ണ് അനുഭവിച്ച സങ്കടങ്ങൾക്ക് ഞാൻ സന്തോഷം തരും. ഇനി മതി, കിടക്കാൻ പോവാം. ഇനിയും ഇവിടെ ഇരുന്നാലേ തണുപ്പ് പിടിക്കും. വാ, അകത്തേക്ക് പോവാം. നാഥ് അങ്ങനെ പറഞ്ഞതും അവളും തലയാട്ടി അകത്തേക്ക് നടന്നു. രണ്ടുപേരും മുകളിലേക്ക് കയറാൻ നിന്നപ്പോഴാണ് ഇന്ദു ചെറിയമ്മ അങ്ങോട്ട് വന്നത്. അല്ല, മക്കളിത് എവിടേക്കാ പോകുന്നത്? ഇന്ന് ലച്ചുമോൾ ആദിയുടെ കൂടെ കിടന്നോട്ടെ. നാളെ മുതൽ നിന്റെ ഒപ്പം തന്നെയല്ലേ? എൻ്റെ ചെറിയമ്മേ, അത് വേണോ? അവൾ എൻ്റെ കൂടെ കിടന്നോട്ടെ. അത് വേണ്ട ചെക്ക, ഇതുവരെ നിന്റെ ഒപ്പം തന്നെയല്ലേ അവൾ കിടന്നിരുന്നത്. ഇന്നൊരു ദിവസമല്ലേ കിടക്കേണ്ടെന്ന് പറയുന്നുള്ളൂ. വിവാഹം തന്നെ വേണ്ട എന്ന് പറഞ്ഞു നടന്ന ചെക്കനാണിപ്പോൾ കെട്ടിയ പെണ്ണിൻ്റെ പിന്നിൽ നിന്ന് മാറുന്നില്ല. മുത്തശ്ശി എങ്ങനെ പറഞ്ഞതും ലച്ചു വാ പൊത്തി ചിരിച്ചു. നാഥ് അവളെ തുറിച്ചു നോക്കി. നീ അവളെ നോക്കി പേടിപ്പിക്കേണ്ട മോള്, വാ. അവൻ അങ്ങനെയൊക്കെ പറയും. ഇന്നൊരു ദിവസം അവൾ നിന്റെ ഒപ്പം കിടന്നില്ലെന്ന് വിചാരിച്ച് ഒന്നും വരാനില്ല. ഇനി എൻ്റെ ചെക്കൻ പോയി കിടക്കാൻ നോക്ക്. ചെറിയമ്മ അങ്ങനെ പറഞ്ഞതും അവൻ ചവിട്ടിത്തുള്ളി പിറുപിറുത്തുകൊണ്ട് മുകളിലേക്ക് കയറിപ്പോയി. അവൻ പോകുന്നത് കണ്ട് ലച്ചുവിന് ചിരി വന്നു. മോള് വാ, ഞാൻ അവിടെ റൂമിലാക്കി തരാം. ചെറിയമ്മ അങ്ങനെ പറഞ്ഞതും ലച്ചു അവരുടെ കൂടെ ആദിയുടെ റൂമിലേക്ക് പോയി. ആദി കിടക്കാൻ നിന്നപ്പോഴാണ് വാതിൽ മുട്ട് കേട്ടത്. ആരാണ് ഈ നേരം വാതിൽ മുട്ടുന്നത്? അതും സംശയിച്ച് നിൽക്കുമ്പോഴാണ് ആദി മോളെ, ഈ കതക് തുറക്ക്. ഇതാ വരുന്നു അമ്മേ. എന്തിനാ അമ്മ ഈ നേരം വന്ന് വിളിക്കുന്നത്? അതും പറഞ്ഞവൾ കതക് തുറക്കാൻ പോയി. കതക് തുറന്നതും മുന്നിൽ നിൽക്കുന്ന ലച്ചുവിനെയും അമ്മയെയും കണ്ടതും അവൾ സംശയത്തോടെ നിന്നു. എന്താ അമ്മ വിളിച്ചത്? അത് മോളെ, ഇന്ന് മോള് നിന്റെ കൂടെ കിടന്നോട്ടെ. ഇനി വിവാഹം കഴിയുന്നത് വരെ ഇവിടെ തന്നെ കിടന്നോട്ടെ. നിനക്ക് കുഴപ്പമുണ്ടോ? അതിനെന്താ അമ്മേ, എനിക്കെന്ത് കുഴപ്പം? എനിക്കും ആഗ്രഹമില്ലേ എൻ്റെ ഏട്ടത്തി അമ്മയുടെ കൂടെ കിടക്കാൻ? അതും പറഞ്ഞ് ആദ്യം അവളെ കൈ പിടിച്ചു വലിച്ചു. അമ്മ പേടിക്കണ്ട, ഇനി വേഗം പോയി കിടന്നു. ആ, കിടന്നോളാം. നാളെ നേരത്തെ തന്നെ എണീക്കണം. രണ്ടും അമ്പലത്തിൽ പോകണം.
ഇനി 3 ദിവസം തിരക്കാവും, അപ്പോൾ പോവാൻ പറ്റില്ല. അതുകൊണ്ടാണ് നാളെ പോവാൻ പറയുന്നത്. പിന്നെ ഏട്ടത്തിയെ കയ്യിൽ കിട്ടിയെന്ന് കരുതി രണ്ടും കഥ പറഞ്ഞുറങ്ങാതിരിക്കരുത് കേട്ടോ. ഓ എൻ്റെ അമ്മേ, ഞങ്ങൾ വേഗം ഉറങ്ങിക്കോളാം. അമ്മൊന്ന് പോയി കിടക്കാൻ നോക്ക്. നാളെ മുതൽ റെസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അതും പറഞ്ഞ് അവർ പറഞ്ഞയച്ചു. അവർ രണ്ടുപേരും പോയി കിടന്നു. മാധവ, മതി കുടിച്ചത്. ഇങ്ങനെ കുടിച്ച് നശിച്ചാലേ മരിച്ചുപോയി നിന്റെ മകൻ തിരിച്ചു വരുമോ? നിന്റെ മകനെ ഇല്ലാതാക്കിയവരെ ഈ ഭൂമിയിൽ നിന്നു തന്നെ ഇല്ലാതാക്കണം. അതിനവൻ്റെ നെഞ്ചിൽ കൊള്ളുന്ന വേദന തന്നെ കൊടുക്കണം. വേണം അവനറിയണം. തൻ്റെ പ്രിയപ്പെട്ട ഒരാൾ നഷ്ടപ്പെടുന്ന വേദന അവനറിയണം. അത് പറയുമ്പോഴും മാധവൻ്റെ കണ്ണുകൾ പകയെരിഞ്ഞു. അഗ്നി ആളിക്കത്തി. മാധവൻ്റെ കയ്യിലുള്ള മദ്യം ഒറ്റ വലിക്ക് കുടിച്ച് ഗ്ലാസ് നിലത്തേക്ക് എറിഞ്ഞു. മാധവൻ വീണ്ടും മദ്യം ഗ്ലാസ്സിലേക്ക് ഒഴിക്കാൻ നിന്നതും കേശവൻ അത് തടഞ്ഞു. മതി മാധവ കുടിച്ചത്. ഇങ്ങനെ കുടിച്ച നിന്റെ മകനെ ഇല്ലാതാക്കിയവരുടെ പതനം കാണാൻ പറ്റില്ല. അവർക്കെതിരെ എന്താ ചെയ്യേണ്ടതെന്ന് നീ പറ. കേശവൻ അങ്ങനെ പറഞ്ഞതും മാധവൻ ലച്ചുവിൻ്റെയും നാഥൻ്റെയും മുഖമാണ് മനസ്സിലേക്ക് ആദ്യം വന്നത്. നീ എന്താ മാധവ ചിന്തിക്കുന്നത്? നിനക്കാരെയാണ് ഇല്ലാതാക്കേണ്ടത്? നാഥനെ. പക്ഷേ അവൻ അതിബുദ്ധിമാനാണ്. അവനെ ഇല്ലാതാക്കാൻ ആർക്കും പറ്റില്ല. ഇനി അവൻ്റെ നെഞ്ച് തകരുന്ന വിധത്തിൽ അവൻ ഇല്ലാതാകണം. അതുതന്നെ ആ ഈശ്വരവർമ്മയെ ഇല്ലാതാക്കണം. എന്നാൽ അവൻ്റെ ചെറുമകൻ തകരൂ. കുറുപ്പ് അങ്ങനെ പറഞ്ഞതും എല്ലാവരും അതിന് സമ്മതിച്ചു. അതൊക്കെ നമുക്ക് വഴിയുണ്ടാക്കാം. ഇപ്പം എല്ലാവരും പോവാൻ നോക്ക്. കുറുപ്പ് അങ്ങനെ പറഞ്ഞതും എല്ലാവരും അവരുടെ വീട്ടിലേക്ക് പോയി. അംബിക തകർന്നിരിക്കിടക്കുമ്പോഴാണ് കോളിംഗ് ബെല്ലടിച്ചത്. അവർ പോയി വാതിൽ തുറന്നതും കള്ളം കുടി ചാടി നിൽക്കുന്ന മാധവനെ കണ്ട് അംബിക ദേഷ്യം കൊണ്ട് വിറച്ചു. കുടിച്ച് നശിക്കാനാണോ നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്? ഒരാളെ നല്ലത് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം എല്ലാം ചീത്ത സ്വഭാവവും പഠിപ്പിച്ച് അവൻ്റെ മരണം ഇങ്ങനെയായി. ഇനി നിങ്ങളും കൂടെ ഇല്ലാതാകാനാണോ? ഇതുവരെ ചെയ്തതിനുള്ള ഫലം ഈശ്വരൻ നമുക്ക് തന്നു. ഇനി വേണ്ട ഒന്നിനോടും പകരം ചോദിക്കാനോ നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്? അതെ, എൻ്റെ മകനെ ഇല്ലാതാക്കിയവരോട് പകരം ചോദിക്കും. അധികം വൈകാതെ തന്നെ. അതിന് നിന്റെ ഉപദേശം എനിക്ക് ആവശ്യമില്ല. നീയും ആ ലക്ഷ്മിയെ കൊല്ലാൻ വേണ്ടി കൂട്ടു നിന്നായിരുന്നല്ലോ. ഇപ്പം എന്തേ ഇങ്ങനെ ഒരു മാറ്റം? അന്ന് നിങ്ങളുടെ ആ പന്ന പെങ്ങൾ ഊർമിളയും നിങ്ങളും മോദി തന്നതല്ലേ എനിക്കറിയൂ. ആർക്കറിയാം നിങ്ങളും നിങ്ങളെ പെങ്ങളും ചേർന്നാണ് എൻ്റെ മോനെ ഇല്ലാതാക്കിയതെന്ന്. എല്ലാവരും പറയുന്നത് അവൻ ആ സ്ത്രീയുമായി ബന്ധമുണ്ട് എന്ന്. നിങ്ങളൊക്കെ പറഞ്ഞുണ്ടാകുന്നതും. എന്താടി നീ പറഞ്ഞത്? അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. അത് പറഞ്ഞു മാധവൻ അംബികയുടെ മുഖത്തേക്ക് ആഞ്ഞടിച്ചു. ഞാൻ എന്തിനാടി എൻ്റെ മകനെ ഇല്ലാതാക്കണം? എനിക്കതിൻ്റെ ആവശ്യമെന്താ? നിങ്ങളുടെയും നിങ്ങളെ പെങ്ങളുടെയും നിലനിൽപ്പിന് അവനെ ആക്കിയതാണെങ്കിലോ? അംബിക വീണ്ടും അങ്ങനെ പറഞ്ഞതും മാധവൻ അവരെ അടിക്കാൻ തുടങ്ങിയതും അംബിക മാധവൻ്റെ കയ്യിൽ പിടിച്ചു. തൊട്ടുപോവരുത് തന്നെ. ഇനി നിങ്ങൾ അടിച്ച എൻ്റെ കൈയിൻ്റെ ചൂടിയും മുഖം ഞാൻ അറിയിക്കും. അംബിക അങ്ങനെ പറഞ്ഞ് റൂമിലേക്ക് പോയി. മാധവൻ സോഫയിൽ തന്നെ കിടന്നു. അവളുടെ വാക്കുകൾ കേട്ട് ഞെട്ടിത്തരിച്ചു നിന്നു. ഇനി വരാനുള്ള ദുരന്തങ്ങൾ അറിയാതെ രണ്ടുപേരും 2 സ്ഥലത്ത് കിടന്ന് കണ്ണുകളടച്ചുറങ്ങി. നാഥ് കണ്ണു തുറന്ന പാതി നോക്കിയത് ലച്ചുവിനെ ആയിരുന്നു. പിന്നെയാണ് അവന് ഓർമ്മ വന്നത് അവൾ ഇന്നലെ അവൻ്റെ അടുത്തല്ല കിടന്നതെന്ന്. കുറച്ചു നേരം അവൻ അങ്ങനെ തന്നെ കിടന്നു. അവനുള്ള ചായയുമായി അവൾ വരുമെന്ന് കരുതി. പക്ഷെ അവൾ അവിടേക്ക് വന്നില്ല. ഈ പെണ്ണിത് എവിടെ പോയി? ഇന്ന് കണ്ടില്ലല്ലോ. അത് വിചാരിച്ച് അവൻ ബാത്റൂമിലേക്ക് പോയി. ഫ്രഷായി അവൻ താഴേക്ക് പോയി. അവൻ നേരെ പോയത് അടുക്കളയിലേക്കായിരുന്നു. എന്താ കണ്ണ അവിടെ നിന്ന് പരുങ്ങുന്നത്? നിന്റെ എന്തെങ്കിലും അവിടെ കാണാതെ പോയിട്ടുണ്ടോ? ഏയ് ഒന്നുമില്ല മുത്തശ്ശി, എനിക്കൊരു ചായ കിട്ടിയിരുന്നെങ്കിൽ. അല്ലാതെ നിന്റെ പെണ്ണിനെ അന്വേഷിച്ച് വന്നതല്ലല്ലേ? എടി ഇന്ദു, അവനൊരു ചായ കൊടുക്ക്, കുടിക്കട്ടെ. മുത്തശ്ശി അങ്ങനെ പറഞ്ഞതും അവൻ ചമ്മിക്കൊണ്ട് ഉമ്മറത്തേക്ക് പോയി. അവിടെ പോയിരുന്ന് ഫോണിൽ നോക്കിയിരുന്നു. ഈ പെണ്ണിത് എവിടേക്കാ പോയത്? ഇവിടെ എവിടെയും കാണുന്നില്ലല്ലോ. അതും വിചാരിച്ചിരിക്കുമ്പോഴാണ് അവിടേക്ക് മുത്തശ്ശൻ വന്നത്. എൻ്റെ കണ്ണ, ഈ കല്യാണം കഴിയുന്നത് വരെയെങ്കിലും നിനക്ക് ഈ ബിസിനസ് എന്ന ചിന്ത ഒന്ന് മാറ്റി നിർത്തിക്കൂടെ? നിന്നെ കാണാൻ പോലും കിട്ടുന്നില്ല. എന്താ മുത്തശ്ശ, എന്നെ അന്വേഷിച്ചെന്ന് ഇന്നലെ ശ്രീ പറഞ്ഞിരുന്നു. അതൊക്കെയുണ്ട് കണ്ണ, ഇതിവിടെ വെച്ച് പറഞ്ഞാൽ ശരിയാവില്ല. നമുക്ക് പുറത്തേക്ക് പോവാം. മുത്തശ്ശൻ അങ്ങനെ പറഞ്ഞതും അവർ രണ്ടുപേരും പുറത്തേക്ക് പോയി. ആരുമില്ലാത്തൊരു ഭാഗത്ത് അവൻ കാർ ഒതുക്കി നിർത്തി. അവരുടെ പുറകിലായി ചെറിയച്ഛന്മാരും വന്നിരുന്നു. എന്തിനാച്ച നിങ്ങളോട് വരാൻ പറഞ്ഞത്? എന്താ അച്ഛന് പറയാനുള്ളത്? ഇടമക്കളെ, ഞാനിനി അധിക കാലം ജീവിച്ചിരിക്കില്ല. എൻ്റെ മനസ്സു പറയുന്നത് എൻ്റെ സമയം അടുത്തു തുടങ്ങി എന്നാണ്. എന്താ അച്ഛ നിങ്ങളിപ്പോൾ അങ്ങനെ പറയുന്നത്? എൻ്റെ മുത്തശ്ശ, ഞങ്ങൾ ജീവനയോടെയുള്ള കാലം ഒരു മരണത്തിനും വിട്ടുകൊടുക്കില്ല നിങ്ങളെ. എന്താ മുത്തശ്ശൻ പറയാനുള്ളത്? ഇടമക്കളെ, നമ്മുടെ ഏറ്റവും വലിയ ശത്രു ഒളിഞ്ഞിരിപ്പുണ്ട്.
അവൻ മരിച്ചു എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അവൻ ജീവിച്ചിരിപ്പുണ്ട്. ആരാണച്ചാ അത്? എൻ്റെ ഉറ്റ സുഹൃത്താണ് രാമേന്ദർ കുറുപ്പ്. ഞങ്ങൾ നല്ല സഹോദരങ്ങളെ പോലെ ആയിരുന്നു കഴിഞ്ഞിരുന്നത്. അവനൊരു പെങ്ങളുണ്ടായിരുന്നു, മാധവി. ഞങ്ങൾ 2 കുടുംബങ്ങളാണെങ്കിലും ഒരേ കുടുംബം എന്ന രീതിയിലായിരുന്നു കഴിഞ്ഞിരുന്നത്. എൻ്റെ അച്ഛനും അവൻ്റെ അച്ഛനും ചേർന്ന് ഞങ്ങൾ അറിയാതെ മാധവിയുമായി എൻ്റെ വിവാഹം ഉറപ്പിച്ചു. എനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. അങ്ങനെ വിവാഹ ദിവസം അടുത്ത് വന്നപ്പോഴാണ് എനിക്ക് ബിസിനസ് മീറ്റിങ്ങിന് ഇങ്ങോട്ടേക്ക് വന്നത്. അന്ന് ആരോ എനിക്ക് തന്ന ജ്യൂസിൽ മയക്കുമരുന്നിട്ട്. പിന്നീട് എന്താ ഉണ്ടായതെന്ന് എനിക്കറിയില്ല. നിന്റെ മുത്തശ്ശിയെ മയക്കി എൻ്റെ കൂടെ കിടത്തി. പിറ്റേ ദിവസം വാതിൽ മുട്ട് കേട്ടപ്പോഴാണ് ഞാൻ കണ്ണു തുറന്നത്. തുറന്നപ്പോൾ നഗ്നമായൊരു പെൺകുട്ടി എൻ്റെ അടുത്ത് കിടക്കുന്നു. ഞാൻ വേഗം തന്നെ ഒരു പുതപ്പെടുത്ത് മറച്ചു. അപ്പോഴേക്കും ആ പെൺകുട്ടി കണ്ണുകൾ തുറന്ന് എന്നെ മുന്നിൽ കണ്ടതും അവൾ കരയാൻ തുടങ്ങി. മാറിലേക്ക് പുതപ്പ് വലിച്ചു മറച്ചു പിടിച്ചു. അപ്പോഴേക്കും വാതിൽ മുട്ട് കേട്ടു. തുറക്കാൻ കുറേ മടിച്ചു നിന്നു. വാതിൽ മുട്ട് കൂടി വന്നു. എന്തു ചെയ്യും എന്നറിയാതെ ഞാൻ കുഴങ്ങി. എന്തും വരട്ടെ എന്ന് കരുതി ഞാൻ വാതിൽ തുറന്നു. പുറത്ത് കുറേ പോലീസുകാരുണ്ടായിരുന്നു. അവരുടെ പുറകെ എൻ്റെ അച്ഛനും മാധവിയും അവളുടെ അച്ഛനും പുറത്ത് നിൽക്കുന്നുണ്ട്. അവരെ കണ്ടതും ഞാൻ ഞെട്ടി. പോലീസുകാർ എന്നെ തള്ളി മാറ്റി അകത്തേക്ക് പോയി. അച്ഛാ, ഞാൻ അങ്ങനെ വിളിച്ചിട്ടും അച്ഛനൊന്നും മിണ്ടാതെ ഉള്ളിലേക്ക് പോയതും ആ പെൺകുട്ടിയെ കണ്ടു. ബിസിനസ് മീറ്റിംഗ് എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നത് ഇതിനായിരുന്നല്ലേ? അച്ഛൻ അങ്ങനെ പറഞ്ഞതും ഞാൻ ഞെട്ടിത്തരിച്ചു നിന്നു. മാധവിയും ഒരുപാട് കരഞ്ഞിരുന്നു. അവൾക്ക് എന്നോട് ഇഷ്ടം തോന്നി. പക്ഷെ എനിക്ക് അവളെ കാണാൻ പറ്റില്ലായിരുന്നു. അതിൻ്റെ ഇടയിലാണ് നിന്റെ മുത്തശ്ശിയെ കാണുന്നതും ഇഷ്ടപ്പെടുന്നതും വിവാഹം കഴിക്കുന്നതും. ആ വിവരം അറിഞ്ഞ് അവൾ ആത്മഹത്യ ചെയ്തു. പക്ഷെ അവൾ എൻ്റെ പേര് എഴുതി വെച്ചാണ് ആത്മഹത്യ ചെയ്തത്. ഞാൻ അവളെ സ്നേഹിച്ചു വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞു. വഞ്ചിച്ചു എന്ന് പറഞ്ഞ് അവൾ എഴുതി വെച്ചു. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ പിന്നിൽ വേറെ ആരുടെയോ കളിയുണ്ടെന്നാണ്. ആരെയാണ് മുത്തശ്ശന് സംശയം? അത് എനിക്കറിയില്ല. നമുക്ക് കണ്ടുപിടിക്കണം. ഇപ്പോഴല്ല, അതിനുള്ള സമയമല്ല. ഇനിയും ദിവസങ്ങളുണ്ട്. മനസ്സിനിപ്പോൾ നല്ലൊരു ആശ്വാസം തോന്നുന്നു. മുത്തശ്ശൻ അങ്ങനെ പറഞ്ഞതും എല്ലാവരും അതിന് സമ്മതിച്ച് അവർ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. അമ്മയുടെ മോള്, ഈ അമ്മ പറഞ്ഞത് കേൾക്ക്. അച്ഛൻ പറയുന്നത് പോലെ അവനെ നിനക്ക് കിട്ടില്ല. ഇതുവരെ അന്വേഷിച്ച് വരാത്ത അവൻ നിന്നെ ഇപ്പോഴും കാത്തിരിക്കുന്നുണ്ടാകുമോ? നീ കരുതിയിരിക്കുന്നത് അതൊക്കെ അച്ഛൻ നിന്നെ പറഞ്ഞു പറ്റിക്കുകയാണ് മോളെ. അച്ഛൻ സ്വപ്നങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നിന്നെ പറഞ്ഞു പറ്റിക്കുന്നത്. അതൊന്ന് മനസ്സിലാക്ക്. അമ്മ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അച്ഛൻ അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ ഞാനും അവിടേക്ക് പോകും. അവനെ സ്വന്തമാക്കുകയും ചെയ്യും. എൻ്റെ ജീവിതം ഇങ്ങനെയായി. ഇനി നിന്റെ ജീവിതവും നാശത്തിലേക്കാവരുത്. അത് കാണാൻ ഈ അമ്മയ്ക്ക് സഹിക്കില്ല. അതുകൊണ്ട് മാത്രമാണ് നിന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇനി അച്ഛനും മോളും എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. എല്ലാം നഷ്ടമായ എൻ്റെ അടുത്തേക്ക് വന്നേക്കരുത്. അതും പറഞ്ഞ് ശൈലജ അവിടെ നിന്നും പോയി. നാളെ തറവാട്ടിലേക്ക് പോവാനുള്ള ഒരുക്കത്തിലായിരുന്നു ദിയ. അവളെല്ലാം എടുത്തു വെച്ച് നാളെ നാഥനെ കാണുന്നത് സ്വപ്നം കണ്ട് കണ്ണുകൾ അടച്ച് കിടന്നു. എടാ, അവളും എൻ്റെ കൂടെ വരുന്നുണ്ട്. അവൾ കരുതിയിരിക്കുന്നത് നാഥനെ അവൾക്ക് നേടിക്കൊടുക്കാനാണ് അങ്ങോട്ടേക്ക് പോകുന്നതെന്ന്. അവൾക്കറിയില്ലല്ലോ അവളെ മുന്നിൽ നിർത്തി അവൻ്റെ സ്വത്തുക്കൾ നേടിയെടുക്കാനാണെന്ന്. കോളേജിൽ പഠിക്കുമ്പോൾ അരുന്ധതിയുടെ മേൽ ഒരു കണ്ണുണ്ടായിരുന്നു. പക്ഷെ എല്ലാം നശിപ്പിച്ചു ആ ദേവൻ. അവൻ ആദ്യം അവളോട് ഇഷ്ടം തുറന്നു പറഞ്ഞു. അന്ന് തുടങ്ങിയതാണ് അവനോടുള്ള പക. അത് കാരണം കൊണ്ട് മാത്രമാണ് അവൻ്റെ കൂടെ കൂടിയത്. ഇനി അവൻ്റെ മകനെ ഇല്ലാതാക്കണം. അതും പറഞ്ഞു തിരിഞ്ഞതും ദേഷ്യത്തോടെ നോക്കുന്ന ശൈലജയാണ് കണ്ടത്. അവളെ കണ്ടതും മാധവൻ ഫോൺ വെച്ചു. ശൈലജ മാധവൻ്റെ നേരെ പോയി കോളറിൽ പിടിച്ചു. എന്തിനാ മാധവേട്ട നമ്മുടെ മക്കളെ ഇങ്ങനെ പറ്റിക്കുന്നത്? പാവം പെണ്ണ്. ആ നാഥിനെയും സ്വപ്നം കണ്ട് കിടക്കാൻ അതിനിങ്ങനെ ചതിക്കുകയാണ്. എന്തിനാണ്? നിങ്ങളുടെ നേട്ടങ്ങൾക്ക് വേണ്ടി എൻ്റെ മോളെ ഇതിലേക്ക് വലിച്ചിടാൻ പറ്റില്ല. അത് ഞാൻ സമ്മതിക്കില്ല. ഇപ്പോൾ തന്നെ ഞാൻ അവളോട് തുറന്നു പറയും നിങ്ങൾ പറയുന്നതെല്ലാം. അത് പറഞ്ഞവർ അവിടെ നിന്ന് പോവാൻ നിന്നതും അപ്പോഴേക്കും അവൾ റൂമിൻ്റെ വാതിലടച്ചു. നീ അങ്ങോട്ടേക്ക് പോവില്ല. അവളോട് നീ കേട്ട കാര്യങ്ങൾ പറയാൻ പോയാ നിന്നെ കൊന്നു കളയും. എന്നെ കൊന്നാലും കുഴപ്പമില്ല. അവളെ ഞാൻ ഇതിലേക്ക് വലിച്ചിട്ട് സമ്മതിക്കില്ല. അത് പറഞ്ഞവർ വാതിലിൻ്റെ അടുത്തേക്ക് പോയതും അവരെ പിടിച്ചു വലിച്ച് കവളിൽ ആഞ്ഞടിച്ചു. ശൈലജ നിലത്തേക്ക് തെറിച്ചു വീണു. നിലത്ത് മുട്ടുകുത്തി നിന്നവൻ അവളുടെ മുടിയിൽ പിടിച്ചു വലിച്ചു. അവളോട് നീ കേട്ട കാര്യങ്ങൾ പറഞ്ഞ അവൾ നിന്റെ വയറ്റിൽ പിറന്നതല്ല എന്നും കൂടെ പറയേണ്ടി വരും. എന്തേ, അത് പറ്റുമോ നിനക്ക്? മാധവ് അങ്ങനെ പറഞ്ഞതും അവൾ ഒന്നും മിണ്ടാതെ നിന്നു. അയാൾ അവളുടെ മുടിയിൽ അമർത്തി വലിച്ച് വേദന കൊണ്ട് പിടഞ്ഞിരുന്നു. അവർ പറ, നിനക്ക് പറയാൻ പറ്റുമോ അവൾ നിന്റെ മകളല്ല എന്ന്, അവളുടെ അമ്മ നീയല്ല എന്ന്? എന്തേ, നിന്റെ നാവിറങ്ങിപ്പോയോ?
നിനക്ക് പറയാൻ പറ്റുമോ? അത് പറഞ്ഞ അയാൾ ശൈലജൻ്റെ മുടിയിൽ പിടിച്ചു വലിച്ചു. അവർ വേദന കൊണ്ട് അലറി വിളിച്ചു. എനിക്ക് പറ്റില്ല. പറ്റില്ലെങ്കിൽ നീ കേട്ട കാര്യങ്ങൾ അവളോട് വിളിച്ചു പറയരുത്, കേട്ടല്ലോ? അത് പറഞ്ഞ അയാൾ അവരെ നിലത്തേക്ക് തള്ളി. അവിടെ നിന്നും ഡോറ് തുറന്ന് പുറത്തേക്ക് പോയി. അവർ അവിടെ കിടന്ന് പൊട്ടിക്കരഞ്ഞു. കണ്ണു തുറന്നപ്പോൾ കരഞ്ഞതുകൊണ്ട് കൺപോളകൾ വീർത്തിരിക്കുന്നത് കൊണ്ട് പ്രയാസപ്പെട്ടാണ് കണ്ണു തുറന്നത്. നിലത്തുനിന്നും എണീറ്റ് മുടി ഒതുക്കി കെട്ടി ബാത്റൂമിലേക്ക് പോയി ഫ്രഷായി അടുക്കളയിലേക്ക് പോയി. അപ്പോഴേക്ക് പോവാൻ റെഡിയായി ദിയയും മാധവും വന്നിരുന്നു. അല്ലമ്മ, ഇന്നലെ കരഞ്ഞോ? എന്താ അമ്മയുടെ മുഖം ഇങ്ങനെ വീർത്തിരിക്കുന്നത്? ഒന്നുമില്ല മോളെ, ഞാൻ ഇന്നലെ ഉറങ്ങിയിരുന്നില്ല, അതാ. പിന്നെ ഒന്നും പറയാതെ അടുക്കളയിലേക്ക് പോയി. അപ്പോഴേക്കും അവർ കഴിച്ചു കഴിഞ്ഞ് എണീറ്റ് കൈ കഴുകി ശൈലജയോട് പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി. അവർ പോകുന്നത് നോക്കി കണ്ണും നിറച്ചു നിന്നു. ഈശ്വര, ആ ചതിയൻ്റെ അടുത്തു നിന്നും എൻ്റെ കുട്ടിയെ രക്ഷിക്കണേ. അത് മനസ്സിൽ കരുതി അവർ വാതിലടച്ച് അകത്തേക്ക് പോയി. അവർ നേരെ നാദിൻ്റെ അടുത്തേക്കാണ് പോയത്. അവരുടെ കാർ തറവാടിൻ്റെ മുറ്റത്ത് വന്നു നിന്നു. അവരവിടെ എത്തിയപ്പോൾ കാണുന്നത് പന്തലൊക്കെ ഇട്ട് അലങ്കരിച്ചിരിക്കുന്നതാണ്. അവർ സംശയത്തോടെ കാറിൽ നിന്നും ഇറങ്ങി. പക്ഷേ മുറ്റത്തപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. അല്ലച്ച, ഇവിടെ ഒരു വിവാഹം നടക്കാൻ പോകുന്നുണ്ട്, അതല്ലേ ഇങ്ങനെ അലങ്കരിച്ചിരിക്കുന്നത്? ദിയ അങ്ങനെ പറഞ്ഞത് മാധവൻ്റെ മനസ്സിലും സംശയം തോന്നി. നമുക്ക് അകത്തേക്ക് പോയിട്ട് ചോദിക്കാമല്ലോ. അവർ രണ്ടുപേരും ബെല്ലടിച്ചതും ലച്ചു വന്ന് വാതിൽ തുറന്നു. അവളെ കണ്ടതും മാധവ് സംശയത്തോടെ നോക്കി നിന്നു. ആരാ? മനസ്സിലായില്ല. ഈശ്വരനാഥ് വർമ്മയുടെ വീടല്ലേ? അതേലോ. ആരാ? മുത്തശ്ശും ചെറിയമ്മമാരും ഏട്ടനും ഇടയില്ല, പുറത്തേക്ക് പോയതാണ്. ആരാ മോളെ? അത് ചോദിച്ച് മുത്തശ്ശി അവിടേക്ക് വന്നു. മുത്തശ്ശിയെ കണ്ടതും മാധവ് അകത്തേക്ക് കയറി. അമ്മേ, ഇത് ഞാനാണ്, മാധവ്. എൻ്റെ ഈശ്വര, നീയോ? നീ എത്ര കാലമായി ഇങ്ങോട്ടേക്കൊക്കെ ഒന്ന് വന്നിട്ട്? ഒഴിവ് കിട്ടാഞ്ഞിട്ടല്ലേ മുത്തശ്ശി? എവിടെ ഇവിടെ ഉള്ളവർ? അവരൊക്കെ ഓരോ തിരക്കിലാ. 3 ദിവസത്തോടെ ആഘോഷമല്ലേ, അതിൻ്റെ തിരക്കിലാണ് അവരൊക്കെ. അച്ഛനെവിടെ? അദ്ദേഹം ഇന്ദ്രനും ഉണ്ണിയും കണ്ണനും കൂടെ പുറത്തേക്ക് പോയതാ. ഇപ്പോൾ വരുന്നുണ്ടാകും. അല്ല, ഒറ്റയ്ക്കുള്ളൂ? അല്ലമ്മേ, ഇതെൻ്റെ മകൾ ദിയ. ഭാര്യ വരുന്നില്ലെന്ന് പറഞ്ഞു. മോളി, ഇങ്ങോട്ട് വാ, ചോദിക്കട്ടെ. മുത്തശ്ശി ദിയയുടെ അടുത്തേക്ക് വിളിച്ചു. ദിയ അവരുടെ അടുത്തേക്ക് പോയി. മോളെന്താ, പഠിക്കുവാണോ അതോ ജോലിക്ക് പോവുകയാണോ? അല്ല മുത്തശ്ശി, പഠിക്കുക, MBA, ഇപ്പം അവസാന വർഷമാണ്. ആന്നോ? നിന്നെ കാണുമ്പോൾ എൻ്റെ മകൻ ദേവനെയാണ് ഓർമ്മ വരുന്നത്. അല്ല, നിങ്ങൾ വന്നത് എന്തായാലും നന്നായി. നല്ല ദിവസം തന്നെ ഇങ്ങോട്ടേക്ക് വന്നല്ലോ. നിന്റെ ഉറ്റ സുഹൃത്ത് ദേവൻ്റെ മകൻ്റെ വിവാഹത്തിൻ്റെ ദിവസം തന്നെ. ഇന്ന് മഞ്ഞ കല്യാണമാണ്, അത് കഴിഞ്ഞിട്ട് പോയാൽ മതി. മുത്തശ്ശി എങ്ങനെ പറഞ്ഞതും അവർ ഞെട്ടിത്തരിച്ചു നിന്നു. എന്താ അമ്മ നിങ്ങൾ പറഞ്ഞത്? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവൻ്റെ വിവാഹം കഴിഞ്ഞിട്ടില്ലേ? അവൻ്റെ വിവാഹം കഴിഞ്ഞതാണ്, അവൻ വിദേശത്ത് നിൽക്കുന്ന സമയത്ത്. പക്ഷെ എൻ്റെ ഒറ്റ നിർബന്ധം കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു ചടങ്ങ്. പിന്നെ ഇന്ദ്രൻ്റെ മകളുടെ വിവാഹവും ഇതിൻ്റെ കൂടെ നടത്തുന്നുണ്ട്. ആന്നോ? ഇപ്പോഴാണ് അവൻ വിവാഹം കഴിക്കുന്നത്? ഇതുവരെ എന്തി? അതിനവൻ ഇപ്പോഴല്ലേ നാട്ടിലേക്ക് എത്തി നോക്കുന്നത്. ഇങ്ങോട്ടേക്ക് വരുന്നത് തന്നെ വെറുപ്പാണ് അവന്. അവൻ്റെ കുട്ടിക്കാലം ഇല്ലാതാക്കിയ ഈ നാട്ടിനോട് അവന് വെറുപ്പാ. അതൊക്കെ വിടമ്മേ, ഇപ്പം അവൻ്റെ വിവാഹം നടന്നില്ലേ? കുട്ടി എവിടെയുള്ളതാ? വലിയ വീട്ടിലുള്ളതാവുമല്ലേ? മാധവിൻ്റെ ഓരോ ചോദ്യങ്ങൾ കേട്ടതും ദിയക്ക് അച്ഛനോട് ദേഷ്യമാണ് തോന്നിയത്. അല്ല, ദേ നിൽക്കുന്നു, ഇവളാണ് ആ ചെകുത്താൻ്റെ മാലാക പെണ്ണ്. മുത്തശ്ശി അത് പറഞ്ഞ് ലച്ചുവിൻ്റെ നേരെ കൈ ചൂണ്ടി പറഞ്ഞതും അവരുടെ മുഖം ദേഷ്യം കൊണ്ട് വിറച്ചു. അത് പുറത്ത് കാണിക്കാതെ മാധവര് പുഞ്ചിരി വിടർത്തി. ആണോ? നല്ല സുന്ദരിയാലോ. എന്താ മോള് ചെയ്യുന്നത്? വീട്ടിൽ ആരൊക്കെയുണ്ട്? മാധവിൻ്റെ ചോദ്യം കേട്ട് എന്തു പറയണമെന്നറിയാതെ ലച്ചു കുഴങ്ങി. എടാ, അവൾ എൻ്റെ മകൾ രാധിക, അവളുടെ മകളാ. ആ, പണ്ടാ കേശവൻ്റെ മകൻ്റെ കൂടെ ഒളിച്ചോടി പോയ രാധിക, അവളുടെ അതേപോലെ തന്നെയുണ്ട് കാണാൻ. മാധവൻ അങ്ങനെ പറഞ്ഞതും ലച്ചുവിൻ്റെ മുഖം മങ്ങി. അത് മുത്തശ്ശി കണ്ടതും പിന്നെ ഒന്നും ചോദിക്കാൻ സമ്മതിക്കാതെ അവർ വിട്ടു. ഇനി ബാക്കി പിന്നെ പറയാം. ഇപ്പം നിങ്ങളൊന്ന് ഫ്രഷായി, ഇനി ഇവരെല്ലാവരും എത്തും, അപ്പോഴേക്കും റെഡിയായിക്കോ. അവരോടങ്ങനെ പറഞ്ഞതും മുത്തശ്ശി സൂര്യനോട് പറഞ്ഞു അവർക്കുള്ള റൂം റെഡിയാക്കാൻ. അവർ അവൻ്റെ കൂടെ റൂമിലേക്ക് പോയി. മുത്തശ്ശി ലച്ചുവിൻ്റെ മുഖത്തേക്ക് നോക്കി. അവളൊന്നും മിണ്ടാതെ റൂമിലേക്ക് പോയി. അവർ വീട്ടിലേക്ക് വന്നതും പരിചയമില്ലാത്ത കാറ് കണ്ടതും അവരെല്ലാവരും സംശയത്തോടെ നിന്നു. എടാ ഇന്ദ്ര, ഇത് ആരുടെ കാറാണ്? ഇങ്ങനൊരു കാർ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. അതേ ഏട്ടാ, ഞാനും അത് തന്നെ ആലോചിക്കുന്നത്. ഇനി കണ്ണൻ്റെ ഫ്രണ്ട്സ് വന്നതാകുമോ അവൻ്റെ വിദേശത്തെ കമ്പനിയിൽ നിന്നും? മുത്തശ്ശ, ഇത് ആരുടെ കാറാ? ഇന്ന് ആരെങ്കിലും വരുമെന്ന് പറഞ്ഞിരുന്നോ? ഏയ് ഇല്ലട കണ്ണ, ഞാനും അത് തന്നെയാണ് ആലോചിക്കുന്നത്. നിന്റെ ഫ്രണ്ട്സ് ആരെങ്കിലും വരുമെന്ന് പറഞ്ഞിരുന്നോ? അത് പറഞ്ഞവർ സംശയത്തോടെ കാറിൽ നിന്നും ഇറങ്ങി. അവരെല്ലാവരും അകത്തേക്ക് കയറിയതും അവിടെ ആരെയും കണ്ടില്ല. അവർ അവരുടെ റൂമിലേക്ക് പോയി.
ഇതാണ് നിങ്ങളുടെ റൂം. ഫ്രഷായി ഫുഡ് കഴിക്കാൻ താഴേക്ക് വരാൻ മുത്തശ്ശി പറഞ്ഞു. അത് പറഞ്ഞ് സൂര്യ അവിടെ നിന്നും പോയി. ഓക്കെ മോനെ, നീ താഴേക്ക് പോയി, ഞങ്ങൾ അങ്ങോട്ടേക്ക് വരാം. അവനോട് അങ്ങനെ പറഞ്ഞ് അവൻ അതിന് സമ്മതിച്ചു. അവൻ താഴേക്ക് പോയതും അവർ റൂമിൻ്റെ വാതിലടച്ചു. ഈ ചതി എന്നോട് വേണ്ടായിരുന്നു അച്ഛ. അവൻ്റെ വിവാഹം കഴിഞ്ഞത് നിങ്ങൾ അറിയാമായിരുന്നു അല്ലേ? ഞാൻ എങ്ങനെ അറിയാനാണ് മോളെ? അവനിങ്ങനെ ഒരു ചതി തരുമെന്ന് ആരു കരുതി? ഞാൻ കരുതിയത് അവൻ്റെ വിവാഹം കഴിഞ്ഞിട്ടില്ലെന്നല്ലേ. പക്ഷേ അങ്ങനെ ആകുമെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ. അതെന്തായാലും കുഴപ്പമില്ല. എനിക്ക് വേണോ അവനെ? ആ പെണ്ണിനെ ഇല്ലാതാക്കിയിട്ടെങ്കിലും അവനെ എനിക്ക് കിട്ടണം. അത് പറയുമ്പോഴും അവളുടെ മുഖം ദേഷ്യം കൊണ്ട് വിറച്ചു. നീ സമാധാനപ്പെട്, നമുക്ക് വഴിയുണ്ടാക്കാം. നീ ഇപ്പോൾ വേണ്ടത് ചോദിക്കാതെ അവളെ നമുക്ക് അവൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കോ. അച്ഛൻ്റെ മോള് ഫ്രഷായിട്ട് വാ. അയാൾ അങ്ങനെ പറഞ്ഞതും ദിയ ബാഗിൽ നിന്നും ഡ്രസ്സ് എടുത്ത് ബാത്റൂമിലേക്ക് പോയി. ഇനി എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചു നിൽക്കുമ്പോഴാണ് അയാളുടെ ഫോൺ അടിച്ചത്. അതെടുത്ത് ചെവിയിൽ വെച്ചു. ഹലോ, എന്തായി മാധവ് കാര്യങ്ങൾ? അവർക്ക് സംശയമൊന്നുമില്ലല്ലോ? എല്ലാം നമ്മൾ തീരുമാനിച്ചതുപോലെ തന്നെ നടന്നു. ആർക്കും ഒരു സംശയവുമില്ല. പിന്നെ നാഥ്, അവനെ ഞാൻ കണ്ടിട്ടില്ല. അവനെ കാണുമ്പോഴാണ് അത് ഓർക്കാൻ കൂടെ വയ്യ. നീ എന്തിനാണ് മാധവ് പേടിക്കുന്നത്? നീ അവൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടല്ലേ. അതുകൊണ്ട് നിന്നെ അവൻ സംശയമുണ്ടാക്കില്ല. അതിന് നീ ഇടവരുത്തരുത്. ഞാൻ ശ്രദ്ധിച്ചോളാം. മോളിപ്പോൾ കുളി കഴിഞ്ഞിറങ്ങി വരും. ഞാൻ പിന്നെ വിളിക്കാം. അത് പറഞ്ഞ് മാധവ് ഫോൺ വെച്ചു. അപ്പോഴേക്കും ദിയ ഫ്രഷായി വന്നിരുന്നു. മാധവ് ഫ്രഷായി വന്ന് അവർ രണ്ടുപേരും താഴേക്ക് പോയി. ബാക്കിയുള്ളവരും ഫ്രഷായി വന്നു. അല്ല മുത്തശ്ശി, ആരെവിടേക്ക് വന്നത്? പുറത്ത് കാറ് കിടപ്പുണ്ട്, ആരെയും കാണുന്നില്ലല്ലോ. അതൊക്കെയുണ്ട് കണ്ണ, നിനക്കറിയാത്ത ആളാണ്. നീ ചെറുപ്പത്തിൽ കണ്ടതാ. നിന്റെ അച്ഛൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഫ്രണ്ടാണ്. അങ്ങനെ ആരാ ഉള്ളത്? എനിക്കറിയില്ലല്ലോ. അതൊക്കെ കണ്ടു തന്നെ അറിയണം. മുത്തശ്ശി അങ്ങനെ പറഞ്ഞതും അപ്പോൾ അവർ രണ്ടുപേരും താഴേക്ക് വന്നു. അവരെ കണ്ടത് മുത്തശ്ശൻ മനസ്സിലാക്കി. ബാക്കിയുള്ളവർക്ക് മനസ്സിലായില്ല. എല്ലാവരും അവരെ തന്നെ നോക്കി നിന്നു. അല്ല, നിങ്ങളായിരുന്നു. എന്തൊക്കെയുണ്ട് മാധവ വിശേഷങ്ങൾ? കുറേ ആയല്ലോ ഇങ്ങോട്ടേക്ക് വന്നിട്ട്. കണ്ണ, ഇത് നിന്റെ അച്ഛൻ്റെ ഉറ്റ കൂട്ടുകാരാ. അങ്ങനെ അവരെല്ലാവരും പരിചയപ്പെട്ട് എല്ലാവരും ഇരുന്ന് സംസാരിച്ചു. എന്ത് പറഞ്ഞാലും കിടക്കാത്ത മുത്തശ്ശൻ അന്ന് പതിവില്ലാതെ കിടന്നുറങ്ങി. അപ്പോഴാണ് അവിടേക്ക് മുത്തശ്ശി വന്നത്. അല്ല, എന്തു പറ്റി? ഈ കിടത്തം പതിവില്ലാത്തതാണല്ലോ. എന്തേ കിടന്നു? എന്താണെന്നറിയില്ല, മനസ്സിന് സുഖമില്ല. എന്തോ അരുതാത്തത് നടക്കാൻ പോകുന്നത് പോലെ. അത് നിങ്ങളുടെ തോന്നലാകും. ഒന്ന് ഉറങ്ങിയാൽ എല്ലാം ശരിയാകും. അത് പറഞ്ഞ് മുത്തശ്ശി അവിടെ നിന്നും പോയി. ഈശ്വര മുത്തശ്ശൻ കണ്ണുകൾ അടച്ചു കിടന്നു. എടി, നിന്നെ കാണാൻ ആരോ വന്നിട്ടുണ്ട്, എണീക്ക്. ഊർമിളയുടെ സെല്ലിലെ കമ്പിയിൽ തട്ടി ഒരു ലേഡി കോൺസ്റ്റബിൾ അവരെ വിളിച്ചു. ഉറക്കം മുറിഞ്ഞതിൻ്റെ ദേഷ്യത്തിൽ ഊർമിള അവരോട് ചാടി. ഉറങ്ങാനും സമ്മതിക്കില്ല, നാശം. എനിക്കാരെയും കാണേണ്ട. വന്ന ആളോട് പറ, എനിക്കാരെയും കാണാൻ ആഗ്രഹമില്ലെന്ന്. നിന്നെവിടേക്ക് കൊണ്ടുവന്നത് സുഖവാസത്തിനല്ല, മര്യാദയ്ക്ക് നിനക്ക് എണീക്കുന്നതാ നല്ലത്. പിന്നെ നീ പറയുമ്പോൾ പോയി പറയാനേ ഞാൻ നിന്റെ അടിമയല്ല. നിനക്ക് വേണമെങ്കിൽ പോയി പറഞ്ഞു. നല്ലതുപോലെ ജീവിച്ചിരുന്നെങ്കിൽ ആ പട്ടുണത്തേരി കിടന്ന് സുഖമായി ഉറങ്ങുമായിരുന്നല്ലോ. ഇവിടെ വന്നിങ്ങനെ കൊതുകിൻ്റെ കടി കൊണ്ട് കിടക്കേണ്ടി വരുമായിരുന്നില്ലല്ലോ. അത് പറഞ്ഞവർ അവിടെ നിന്നും പോയി. ഊർമിള ദേഷ്യത്തോടെ എണീറ്റു. വിസിറ്റിംഗ് റൂമിലേക്ക് പോയി. അവിടെ കമ്പിയുടെ മറ്റേ അറ്റത്ത് തൻ്റെ മകളെ കണ്ടതും അവൾക്ക് ദേഷ്യം വന്നു. അമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അന്വേഷിക്കാൻ വന്നതാണോ? ഇപ്പോഴാണോ നിനക്ക് ഇങ്ങോട്ടേക്ക് ഒന്ന് എത്തി നോക്കാൻ തോന്നിയത്? എനിക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റാഞ്ഞിട്ടാണ്. കാരണം ആ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങാൻ പോലും പറ്റുന്നില്ല. കടം വാങ്ങിയവർ വന്ന് അനാവശ്യം പറഞ്ഞ് നടക്കുക. അമ്മാവിൻ്റെ ഈ സ്വഭാവം കാരണം എനിക്കും പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. പിന്നെ അമ്മാവൻ്റെ മകൻ രാഹുൽ, ആ ഗോകുൽ, അവനെയും ആരോ കൊന്നു. അത് കേട്ടതും ഞെട്ടിത്തരിച്ചു നിന്നു. എന്താ നീ പറഞ്ഞത്? അതെ അമ്മേ, നിങ്ങളുടെ കോടതി വിധിയുടെ അന്നാണത്. അവളെല്ലാ കാര്യങ്ങളും അവരോട് പറഞ്ഞു. ലച്ചുവിൻ്റെ വിവാഹവും എല്ലാം. അവൻ നമ്മുടെ ജീവിതം ഇല്ലാതാക്കിയവനും അവനെയും ഇല്ലാതാക്കിയത് ഏട്ടൻ്റെ അവസ്ഥ. അവൾ നാശം പിടിച്ചവൾ കാരണമാണ് നമ്മൾ ഈ നിലയിലെത്തിയത്. വിടരുത് അവളെ ഞാൻ സുഖമായി ജീവിക്കാൻ സമ്മതിക്കില്ല. നാളെ അവരുടെ വിവാഹമാണ്. അമ്മയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആ നാഥ് അവളുടെ ബലമാണ്. അവനുള്ള കാലം അവളുടെ രോമത്തിൽ പോലും ആർക്കും തൊടാൻ പറ്റില്ല. ഞാൻ ഇവിടെ നിന്നും ഇറങ്ങിക്കോട്ടെ, ബാക്കി അപ്പം തീരുമാനിക്കാം. ഇനി അടുത്ത തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാക്കണം. അന്ന് പുറത്തിറങ്ങും. മതി, സമയം കഴിഞ്ഞു. കോൺസ്റ്റബിൾ വന്ന് പറഞ്ഞതും ഊർമിള അകത്തേക്കും ഹൃതിക പുറത്തേക്കും പോയി. തറവാട്ടിലുള്ളവരെല്ലാവരും നല്ല സന്തോഷത്തിലായിരുന്നു. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് തറവാട്ടിൽ ഇങ്ങനെ ഒരു മംഗളം നടക്കുന്നത്. ആ സന്തോഷം മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും മുഖത്ത് കാണാനുമുണ്ട്. എല്ലാ ഭാഗത്തും മഞ്ഞപ്പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു.
ആണുങ്ങളെല്ലാവരും മഞ്ഞ കുർത്തയും വെള്ള പാൻറ്റും, പെൺകുട്ടികളെല്ലാവരും മഞ്ഞ സാരിയും, കുട്ടികൾ മഞ്ഞ ഉടുപ്പും. എല്ലാവരുടെയും മുഖത്ത് സന്തോഷം നിറഞ്ഞു നിന്നു. പക്ഷേ 2 പേരുടെ മുഖം മാത്രം ഇതൊക്കെ കണ്ട് ദേഷ്യം നിറഞ്ഞിരുന്നു. പിന്നെ അങ്ങോട്ട് ഡാൻസും പാട്ടും കപ്പിൾ ഡാൻസും എല്ലാം ഉണ്ടായിരുന്നു. ഇതൊക്കെ കണ്ട് മാധവനും ദിയക്കും അവർ വന്ന ദിവസത്തെക്കുറിച്ച് ഓർത്ത് ദേഷ്യം തോന്നി. അവർ റൂമിലേക്ക് പോയി. ആ സമയത്താണ് മുത്തശ്ശനകത്തേക്ക് പോയത്. പുറത്ത് പാട്ടും ഡാൻസും നടക്കുന്നത് കൊണ്ട് അവിടുത്തെ ഫോൺ അടിച്ചതാരും കേട്ടില്ല. മുത്തശ്ശനകത്തേക്ക് പോയതും ഫോൺ വീണ്ടും അടിച്ചു. അദ്ദേഹം ഫോൺ എടുത്തു. ഹലോ, ആരാ? വർമ്മയില്ലേ? ഞാൻ തിരുമേനിയാണ്. അല്ല തിരുമേനി, എന്തേ ഈ നേരം? എന്തെങ്കിലും വിശേഷിച്ച്? അത് വർമ്മേ, ചെറുമക്കളുടെ വിവാഹകാര്യം പറയാനാണ്. അവരുടെ ദീർഘായുസ്സിന് വേണ്ടി ഞാനൊരു പൂജ ചെയ്തിരുന്നു. അതിൻ്റെ പ്രസാദം അവർക്ക് ഇന്ന് തന്നെ കൊടുക്കണം. അതിനാണ് വിളിച്ചത്. മക്കളോട് ആരോടെങ്കിലും ഇങ്ങോട്ടേക്കൊന്ന് വരാൻ പറയുമോ? അത് വേണ്ട തിരുമേനി, ഞാൻ തന്നെ വരാം. അവരെല്ലാവരും ഓരോ തിരക്കില്ല. ഇന്ന് അവരുടെ ദിവസമല്ലേ, അവർ ആഘോഷിക്കട്ടെ. മുത്തശ്ശൻ അങ്ങനെ പറഞ്ഞതും എന്നാൽ ശരി, വർമ്മയുടെ അഭിപ്രായം പോലെ എന്തു വേണമെങ്കിലും ചെയ്തോ. അത് പറഞ്ഞ് അവർ 2 പേരും ഫോൺ വെച്ചു. മുത്തശ്ശൻ ഇത് നാദിനോട് പറയാൻ പോകുമ്പോഴാണ് എല്ലാവരും സന്തോഷത്തോടെ പാടുന്നതും ഡാൻസ് കളിക്കുകയും ചെയ്യുന്നത്. മുത്തശ്ശൻ പിന്നെ ആരോടും പറയാതെ അവിടുത്തെ ഡ്രൈവറെ വിളിച്ച് തിരുമേനിയുടെ വീട്ടിലേക്ക് പോയി. തിരുമേനി നല്ല ഉറക്കത്തിലായിരുന്നപ്പോഴാണ് പുറത്ത് വാതിൽ മുട്ടി ശബ്ദം കേട്ടത്. അയാൾ ഉറക്കത്തിൽ നിന്നും എണീറ്റ് വാതിൽ തുറന്നതും ഒരാളകത്തേക്ക് ഓടിക്കയറി. ആരാ? എന്താ വേണ്ടത്? തിരുമേനി, ആ വാതിലടക്ക്. അവരെന്നെ കൊല്ലും. അവരുടെ കയ്യിൽ കിട്ടിയ എന്നെ കൊല്ലും. അവരുടെ ഇവിടേക്ക് വന്ന് ഞാനില്ല എന്ന് പറയണം. തിരുമേനിയുടെ വീട്ടിലേക്ക് ഓടിക്കയറിയ ആ വ്യക്തി അത് പറഞ്ഞതും അത് വിശ്വസിച്ച് അയാൾ വാതിലടച്ചു. അപ്പോൾ തന്നെ വീണ്ടും തിരുമേനിയുടെ വാതിൽ മുട്ടി. തിരുമേനി വാതിൽ തുറന്നതും കേശവൻ അകത്തേക്ക് കയറി. എന്താ കേശവ നിനക്ക് വേണ്ടത്? നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? പോ പുറത്തേക്ക്. നിന്റെ അച്ഛൻ കാരണം ഒരുപാട് അനുഭവിച്ചതാ ഞാൻ. ഇനിയും നീയും കൂടെ എൻ്റെ സമാധാനം ഇല്ലാതാക്കാതിരിക്കുകയാണോ? തിരുമേനി, എനിക്കൊരു ഉപകാരം ചെയ്യണം. അത് സാധിച്ചു തന്നാൽ പിന്നെ ഞാൻ ശല്യം ചെയ്യാൻ വരില്ല. പറ്റില്ല. നിന്റെ അച്ഛൻ ആ കുറുപ്പിനോട് ഒരുപാട് സഹായിച്ചതിന് ഞാൻ ഒരുപാട് അനുഭവിച്ചു. അതിൽ നിന്നുമെല്ലാം എന്നെ രക്ഷപ്പെടുത്തിയത് ആ വർമ്മയാണ്. ഇനി എന്നെക്കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് ഇവിടെ നിന്ന് പോവാനാണ്. ഇനിയും ഇവിടെ നിന്ന് പോയിട്ടില്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. അച്ഛ, എന്നെ വിടാൻ പറ അച്ഛ. മകളുടെ ശബ്ദം കേട്ടതും തിരുമേനി തിരിഞ്ഞു നോക്കി. നേരെ കയറി വന്ന ആള് തൻ്റെ മകളെ പിടിച്ചു വെച്ചിരിക്കുന്നു. അവളെ അവൻ വല്ലാത്തൊരു ഭാവത്തോടെയാണ് നോക്കുന്നത്. അത് സഹിക്കാനാവാതെ അവൾ നിലവിളിച്ചു. എൻ്റെ മകളെ വിട്. അവളെ വിടാനല്ലേ പറഞ്ഞത്? അത് പറഞ്ഞ് തിരുമേനി അയാളുടെ അടുത്തേക്ക് പോയതും കേശവൻ തിരുമേനിയുടെ കയ്യിൽ പിടിച്ചു. അങ്ങനെ പോവാതെ തിരുമേനി, ഞാൻ പറഞ്ഞത് അനുസരിക്കുകയാണെങ്കിൽ മകളെ വിടാം. അല്ലെങ്കിൽ ഇന്ന് രാത്രി മകൾ ഞങ്ങളുടെ കൂടെയായിരിക്കും. വേണ്ട, നീ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യാം. തിരുമേനി കേശവനെ ഒന്ന് വിളിച്ച് ഞങ്ങൾ പറയും പോലെ ഫോണിലൂടെ പറയണം. എന്താ ഞാൻ പറയേണ്ടത്? അതൊക്കെയുണ്ട് തിരുമേനി. നിങ്ങൾക്കും നല്ലത് തന്നെ വരൂ. തിരുമേനി ഞങ്ങളുടെ കൂടെ നിന്നില്ലെങ്കിൽ സുന്ദരിയായ മകളെ ഞങ്ങൾ പിടിച്ചുകൊണ്ട് പോകും. അത് പറഞ്ഞ് കേശവൻ തിരുമേനിയുടെ മകളുടെ മുഖത്തൊന്ന് തടവിക്കൊണ്ട് പറഞ്ഞു. അവൾക്കത് ഇഷ്ടപ്പെടാതെ അയാളുടെ കൈ തട്ടിമാറ്റി. ഈശ്വര മുത്തശ്ശൻ അപ്പോൾ തന്നെ തിരുമേനിയുടെ വീട്ടിലെത്തിയിരുന്നു. മുത്തശ്ശൻ വന്ന് വാതിൽ മുട്ടി. വർമ്മയുടെ ശബ്ദം കേട്ടതും തിരുമേനി നിന്ന് വിറയ്ക്കാൻ തുടങ്ങി. കതകിൽ മുട്ട് കേട്ടതും തുറക്കാതെ മടിച്ചു നിന്നു. വാതിൽ തുറക്ക് തിരുമേനി, അല്ലെങ്കിൽ അദ്ദേഹത്തിന് സംശയം തോന്നും. തുറക്ക്. കേശവൻ അങ്ങനെ പറഞ്ഞതും തിരുമേനി വാതിൽ തുറക്കാൻ പോയി. വാതിൽ തുറന്നതും മുന്നിൽ നിൽക്കുന്ന വർമ്മയെ കണ്ടതും തിരുമേനിയുടെ ഹൃദയം മിടിക്കാൻ തുടങ്ങി. അയാളുടെ വാക്കുകൾ പതറാതെ നോക്കി. എന്താ തിരുമേനി, എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് വാതിൽ തുറക്കാനൊരു മടി? എന്തേ, മയങ്ങിയോ? അത് ഒന്ന് മയങ്ങി. പിന്നെ എന്തൊക്കെ വർമ്മേ വീട്ടിലെ വിശേഷം? ഒരുക്കങ്ങൾ എവിടം വരെ എത്തി? അതൊക്കെ നന്നായി പോകുന്നു. എന്തേ തിരുമേനി, തരാനുണ്ടെന്ന് പറഞ്ഞിട്ട്? വർമ്മ അകത്തേക്ക് വാ, ഇവിടെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞിട്ട് പോവാം. അത് പറ്റില്ല തിരുമേനി, മക്കളാരും കണ്ടിട്ടില്ല. അവർ കാണുമ്പോഴേക്കും എനിക്ക് അങ്ങോട്ടേക്ക് എത്തണം. എന്താ തരാനുള്ളത്? തന്നാ എനിക്ക് അങ്ങോട്ട് പോവാമായിരുന്നു. അതൊക്കെ പോവാം, അകത്തേക്ക് വാ വർമ്മേ. തിരുമേനി അങ്ങനെ പറയുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സ് എങ്ങനെ വർമ്മയെ അപകടം അറിയിക്കുമെന്നായിരുന്നു. അങ്ങനെ തിരുമേനിയുടെ നിർബന്ധം കാരണം മുത്തശ്ശൻ അകത്തേക്ക് കയറി. അപ്പോൾ തന്നെ മുന്നിലെ വാതിലും അടഞ്ഞു. അല്ല വർമ്മ സാറേ, എങ്ങനെ പോവും? ഇനി തിരിച്ചു വരില്ല എന്ന് പറഞ്ഞിട്ട് പോന്നാൽ മതിയായിരുന്നല്ലോ. അവസാനമായി മക്കളുടെ മുഖമൊന്ന് കണ്ടാൽ മതിയായിരുന്നല്ലേ? പിന്നിൽ നിന്നും പരിചയമുള്ള ശബ്ദം കേട്ടത് മുത്തശ്ശൻ പിന്നിലേക്ക് തിരിഞ്ഞു. നോക്കിയതും പിന്നിൽ നിൽക്കുന്ന കുറുപ്പിൻ്റെയും കേശവൻ്റെയും ഫിലിപ്പിൻ്റെയും മാധവൻ്റെയും മുഖം കണ്ട് അയാൾ ഞെട്ടിത്തരിച്ചു നിന്നു. എടാ കുറുപ്പേ, നീ
ഞാൻ തന്നെയാ വർമ്മേ, രാമചന്ദ്രൻ കുറുപ്പ് തന്നെ. നിങ്ങളൊക്കെ വിചാരിച്ചത് ഞാൻ മരിച്ചു എന്നല്ലേ? ഇല്ല, ഞാൻ മരിച്ചിട്ടില്ല. നിന്റെ ജീവൻ എടുത്തിട്ട് എനിക്ക് മരണമുള്ളൂ. അതിന് കുറുപ്പേ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഞാനല്ല അവളെ വിവാഹം കഴിക്കാമെന്ന് വാക്ക് കൊടുത്തത്. അവൾക്കെല്ലാം അറിയാം. അവളോട് ഞാൻ അന്ന് തന്നെ എല്ലാം പറഞ്ഞിരുന്നു. അതിനവൾ സമ്മതിച്ചതാണ്. നീ എന്നെ വിശ്വസിക്ക്. എന്നിട്ടാണോ വർമ്മേ അവൾ ആത്മഹത്യ ചെയ്തത്? എന്നിട്ട് നിന്റെ പേരും എഴുതി വെച്ചത്? എന്നെ ആരോ ചതിച്ചതാണ്. അതാരാണെന്ന് എനിക്കറിയില്ല. അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല, എനിക്കുറപ്പാ. ഇനിയിപ്പോൾ അത് പറയാലോ, അവൾ വരില്ല എന്ന് നിനക്കറിയാം. അപ്പം അവളുടെ മേൽ കുറ്റം ചുമത്തുന്നു. ഞാൻ അതിനവളെ കുറ്റക്കാരിയാക്കിയതല്ലല്ലോ കുറുപ്പേ. ഇതിൻ്റെ ഇടയിൽ നിന്നും ആരോ കളിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ പറഞ്ഞു രക്ഷപ്പെടാൻ നോക്കട വർമ്മേ. ഞാൻ വന്നത് നിന്നെ അവളുടെ അടുത്തേക്ക് എത്തിക്കാനാണ്. നിന്റെ മകനെയും ഭാര്യയെയും ഞാൻ തന്നെയാണ് അങ്ങോട്ടേക്ക് അയച്ചത്. കുറുപ്പ് അങ്ങനെ പറഞ്ഞതും മുത്തശ്ശൻ വിശ്വാസം വരാതെ അയാളെ തന്നെ നോക്കി നിന്നു. വിശ്വാസം വരുന്നില്ലല്ലേ വർമ്മേ? അതെ, ഞാൻ തന്നെയാണ് അവരെയൊക്കെ ഇല്ലാതാക്കിയത്. എനിക്കെല്ലാം നഷ്ടമായി. എപ്പോഴും നിനക്ക് മാത്രം വിജയം കിട്ടിയാൽ പോരല്ലോ, ഒരു പ്രാവശ്യം എനിക്കും വിജയിക്കണ്ടേ? കുറുപ്പേ, നീ അധികം സന്തോഷിക്കണ്ട. എന്നെ കൊന്നാലും ചോദിക്കാൻ അർഹതയുള്ള ആളുണ്ട്. അവൻ തന്നെ നിന്നോട് ചോദിക്കും. എൻ്റെ മകനെ കൊന്ന് നിന്നെ ഞാൻ വെറുതെ വിടില്ല. പകരം ചോദിക്കാൻ നീ ഇനി ജീവിച്ചിരുന്നാലല്ലേ? നിന്റെ വേർപാട് അവർക്ക് ഞാൻ കൊടുക്കുന്ന ശിക്ഷയാണ്. എന്നാലും തിരുമേനി, ഇങ്ങനെ ഒരു ചതി പ്രതീക്ഷിച്ചില്ല. എന്നോട് തന്നെ ഇങ്ങനെ ചെയ്യണമായിരുന്നു. എന്നോട് ക്ഷമിക്കണം വർമ്മേ. എൻ്റെ സാഹചര്യം അങ്ങനെ ആയിപ്പോയി. ഞാൻ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു. എൻ്റെ മകളെ മുന്നിൽ നിർത്തി ഇവർ കളിച്ച കളിയാണ്. അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. സാരമില്ല തിരുമേനി, എനിക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങളുടെ മുന്നിൽ നിർത്തി കളിച്ചതാണെന്ന്. പക്ഷേ എൻ്റെ മകൻ കണ്ണനെയാണ് പ്രതീക്ഷിച്ചതല്ലേ? പക്ഷെ അതിലേക്ക് ഞാൻ വന്നു. മരണം മുന്നിൽ കണ്ടിട്ടും ഇയാളുടെ അഹങ്കാരം കണ്ടില്ലേ അച്ഛാ? ആ നാഥ് അവൻ തകരണം. അതിന് ഇയാളുടെ ജീവൻ തന്നെ എടുക്കണം. കേശവൻ അത് പറഞ്ഞ് അവിടേക്ക് വന്നതും അപ്പോഴേക്കും വർമ്മയുടെ മുഖം ദേഷ്യം കൊണ്ട് വിറച്ചു. നീ എന്നെ കൊല്ലാൻ മാത്രം വളർന്നിട്ടില്ല. അതായിട്ടില്ല. എന്നെ ഒന്ന് തൊട്ടുനിറഞ്ഞ എൻ്റെ കണ്ണൻ ഇങ്ങോട്ടേക്ക് എത്തും. നിങ്ങൾ ഓരോരുത്തരെയും തിരഞ്ഞു പിടിച്ച് കൊല്ലും. മുത്തശ്ശൻ അങ്ങനെ പറഞ്ഞത് മാധവൻ ദേഷ്യം വന്നു. മുത്തശ്ശൻ്റെ നേരെ പോയി ചാടി. മുത്തശ്ശൻ തെറിച്ചു വീണു. തല പോയി ചുമരിലിടിച്ച് നെറ്റിപൊട്ടി ചോര വാർന്നു. വർമ്മേ! തിരുമേനി ആർത്തു വിളിച്ചതും അയാളുടെ വാ പൊത്തിപ്പിടിച്ചു. അയാൾ കുറേ പ്രാവശ്യം അവരുടെ കയ്യിൽ നിന്ന് പിടഞ്ഞെങ്കിലും തിരുമേനിയെ വിട്ടില്ല. മാധവ, നീ ഒന്ന് ക്ഷമിക്ക്. നിനക്കുള്ള അവസരം ഞങ്ങൾ തരാം. നീ ഇപ്പോൾ വെയിറ്റ് ചെയ്യ്. അടുത്തത് നിനക്ക് തന്നെയാ. കുറുപ്പ് അങ്ങനെ പറഞ്ഞതും മാധവൻ ദേഷ്യത്തോടെ ഒന്ന് നോക്കി പിന്നിലേക്ക് പോയി. അപ്പോഴും മുത്തശ്ശൻ്റെ മനസ്സിൽ ഈ പുതുമുഖം ആരായിരിക്കുമെന്നാണ്. കുറുപ്പ് മുത്തശ്ശൻ്റെ അടുത്തേക്ക് പോയി നിലത്തുനിന്നും കൈപിടിച്ച് നിർത്തി. എന്താ വർമ്മേ അവനെങ്ങനെ നോക്കുന്നത്? അവൻ എവിടെയുള്ളതാണെന്നല്ലേ നോക്കുന്നത്? അവൻ നിന്റെ മകളെ ഭർത്താവിൻ്റെ, അതായത് എൻ്റെ ചെറുമകൻ്റെ രണ്ടാമത്തെ ഭാര്യയുടെ സഹോദരൻ. കുറുപ്പ് ആരും കേൾക്കാതെ മുത്തശ്ശൻ്റെ ചെവിയിൽ പറഞ്ഞതും അയാൾ ഞെട്ടി. ഇങ്ങനെ ഞെട്ടാതെ വർമ്മേ, അവൻ നിന്നോടല്ല ദേഷ്യം. നിന്റെ അതേ വാശിയും ധൈര്യവുമുള്ള ഒരുത്തനുണ്ടല്ലോ നിന്റെ വീട്ടിൽ, അവനോടാണ്. അവൻ മാധവൻ്റെ മകനെ കൊന്ന്. അതാണ് അവൻ നിന്നോട് ദേഷ്യം. പിന്നെ അവൻ്റെ ഭാര്യ, അത് എൻ്റെ മകൻ്റെ മകളാണ് എന്ന് എനിക്കറിയാം. അതെൻ്റെ മകൻ കേശവൻ അറിയില്ല. കുറുപ്പ് വീണ്ടും പറയാൻ തുടങ്ങിയതും അപ്പോൾ തന്നെ മുത്തശ്ശൻ കുറുപ്പിൻ്റെ കഴുത്തിൽ പിടിച്ചു. കുറുപ്പ് ശ്വാസം കിട്ടാതെ പിടഞ്ഞു. ഇത് കണ്ടതും കേശവൻ ഇരുമ്പുവടി കൊണ്ട് മുത്തശ്ശൻ്റെ തലയിലടിച്ചു. മുത്തശ്ശൻ ഒരുപാട് നാഥനെ വിളിച്ച് നിലവിളിച്ചു. മിണ്ടരുത്, ഇനിയും ഒച്ച വെച്ച തിരുമേനിയെയും തീർക്കും. വെറുതെ എന്നെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കരുത്. മാധവൻ അങ്ങനെ പറഞ്ഞതും തിരുമേനി ഭയത്തോടെ, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെന്ന ഭാവത്തോടെ മുത്തശ്ശൻ്റെ മുഖത്തേക്ക് നോക്കി. ഈശ്വര മുത്തശ്ശൻ കണ്ണുകളടച്ച് കാണിച്ചു. വീണ്ടും കുറുപ്പ് മുത്തശ്ശൻ്റെ വയറിലേക്ക് ആഞ്ഞുകുത്തി. കണ്ണാ എന്ന് നിലവിളിച്ചു കണ്ണുകൾ അടച്ചു മുത്തശ്ശൻ. മുത്തശ്ശ! അത് പറഞ്ഞ് നാഥ് ഉറക്കത്തിൽ നിന്നും ഞെട്ടി എണീറ്റു. അവൻ സോഫയിൽ നിന്നും ചാടി എണീറ്റ് ചുറ്റും നോക്കി. ആരെയും കണ്ടില്ല. അവൻ വേഗം തന്നെ മുത്തശ്ശൻ്റെ റൂമിലേക്ക് ഓടിപ്പോയി. അവിടെ മുത്തശ്ശനെ കണ്ടതും ശ്വാസം നേരെ വിട്ട് അവൻ പുറത്തേക്ക് പോയി. എന്താണ് ഈശ്വര അങ്ങനെ ഒരു സ്വപ്നം കണ്ടത്? ഇനി തിരുമേനി പറഞ്ഞതുപോലെ എന്തെങ്കിലും സംഭവിക്കാനുള്ള സൂചനയാണോ? ഇന്നലെ ഞാൻ എങ്ങനെ അവിടെ എത്തിയത്? എപ്പോഴാണൊന്ന് മയങ്ങിയത്? ഇന്നലത്തെ പാർട്ടി. അങ്ങനെ എല്ലാവരും പാട്ടിൻ്റെയും ഡാൻസിൻ്റെയും ഇടയിൽപ്പെട്ടു. അവർ ആരും ഒന്നും അറിഞ്ഞില്ല. മുത്തശ്ശൻ കോള് വന്നതും അദ്ദേഹം അവിടെ നിന്ന് പോയതുമൊന്നും ആരും അറിഞ്ഞിരുന്നില്ല. പിന്നെ എല്ലാ ചടങ്ങുകളും കഴിഞ്ഞ് ഹരിയും ബന്ധുക്കളും വീട്ടിലേക്ക് തിരിച്ചു പോവാൻ മുത്തശ്ശനോട് പറയാൻ വേണ്ടി നോക്കിയപ്പോഴാണ് അദ്ദേഹത്തെ അവിടെയൊന്നും കണ്ടില്ല. കിടക്കുകയാകുമെന്ന് വിചാരിച്ച ആരും അത് കാര്യമാക്കിയില്ല.
അപ്പോഴും അവൻ്റെ മനസ്സിലൊരു സംശയം കുടുങ്ങി. അവൻ പുറത്തേക്ക് പോയി. അപ്പോഴാണ് മുത്തശ്ശൻ അകത്തുനിന്ന് വന്നത്. അത് കണ്ടതും അവന് ആശ്വാസമായി. അവന് ആരോടും തൻ്റെ ഉള്ളിലുള്ളത് പറഞ്ഞില്ല. പക്ഷേ മുത്തശ്ശൻ മനസ്സിലായിരുന്നു അവൻ്റെ മുഖത്തെ വേവലാതി. അങ്ങനെ എല്ലാ പ്രോഗ്രാമും കഴിഞ്ഞവർ അവരുടെ റൂമിലേക്ക് പോയി. അപ്പോഴും അവൻ്റെ മനസ്സിൽ സംശയം നിഴലിച്ചു. പക്ഷേ അവൻ റൂമിലേക്കൊന്നും പോവാതെ അവിടെ തന്നെ കിടന്നുറങ്ങി. അതിൻ്റെ ഇടയിലാണ് അവൻ ആ ഭീകര സ്വപ്നം കണ്ടു ഞെട്ടിയണീറ്റത്. അതും ആലോചിച്ച് നിന്നപ്പോഴാണ് അവൻ്റെ തോളിൽ കരസ്പർശം അറിഞ്ഞത്. നാദു ഞെട്ടി പിന്നിലേക്ക് തിരിഞ്ഞതും ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന മുത്തശ്ശനെ കണ്ടത് അവനെല്ലാം മറന്നു. എന്താ കണ്ണ, നീ ഇത്രയും നേരം ആലോചിച്ച് നിൽക്കുന്നത്? എന്തു പറ്റിൻ്റെ കുട്ടിക്ക്? ഒന്നുമില്ല മുത്തശ്ശ, ഞാനൊരു സ്വപ്നം കണ്ടു ഞെട്ടി എണീറ്റതാണ്. ഇപ്പം കുഴപ്പമില്ല. നിന്റെ മനസ്സിൽ എന്തോ ഉണ്ട്, ആരോടും പറയാൻ പറ്റാത്തത്. എന്താ കണ്ണ, മുത്തശ്ശനോട് പറ. ഒന്നുമില്ല, അതൊക്കെ മുത്തശ്ശൻ തോന്നിയതാവും. എന്ന് എൻ്റെ കുട്ടി വേറൊന്നും ചിന്തിക്കാതെ അമ്പലത്തിലേക്ക് പോവാൻ റെഡിയാവ്. ഇനി സമയമില്ല. ശരി മുത്തശ്ശ. അതും പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോയി. അയാൾ അവൻ പോകുന്നതും നോക്കി നിന്നു. പാവം എൻ്റെ കുട്ടി, അവൻ്റെ എന്തൊക്കെ അനുഭവിച്ചു. ഇനിയും അവനെ പരീക്ഷിക്കല്ലേ ഈശ്വര. ഇന്നലെ പോയത് അവൻ അറിഞ്ഞ ആലോചിക്കാൻ പോലും പറ്റില്ല. മുത്തശ്ശനാണെന്ന് പോലും നോക്കില്ല. അവൻ്റെ വായിലിരിക്കുന്നത് മുഴുവൻ കേൾക്കേണ്ടി വരും. അല്ല, എന്താ മനുഷ്യ അവിടെ നിന്ന് സ്വപ്നം കാണുന്നത്? ഇന്ന് കൊച്ചുമക്കളുടെ വിവാഹമാണ്, അതിന് പോവണ്ടേ? ഇത് പറഞ്ഞുകൊണ്ട് മുത്തശ്ശ അവിടേക്ക് വന്നു. ഞാൻ ഒന്നുകൂടെ കെട്ടിയാലോ എന്ന് ആലോചിക്കുക. കൊച്ചുമക്കളെ വിവാഹത്തിൻ്റെ കൂടെ എൻ്റെ ഒന്നുകൂടെ നടത്തിയാലോ എന്ന്. ഈ വയസ്സാം കാലത്ത് ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളാണല്ലേ? ഇത്രയും വയസ്സും പ്രായമായി എന്നുള്ളൊരു വിചാരവുമില്ല. എന്ന് ഞാൻ വേഗം റെഡിയായി ഒന്ന് ഇറങ്ങി നോക്കട്ടെ. ചിലപ്പോൾ പെണ്ണിനെ കിട്ടിയാലോ? ആന്നോ? എന്നാൽ പോയി നോക്ക്. പിന്നെ ഇങ്ങോട്ട് വരണ്ട, ആ വഴിക്ക് തന്നെ തിരിച്ചു പോയേക്കണം. എൻ്റെ മോളെ, അച്ഛൻ പറയുന്നത് മോള് കേൾക്ക്. അവൻ നിന്നെ സ്നേഹിക്കും. അവളെ ഉപേക്ഷിച്ച് അവൻ നിന്നെ തന്നെ കിട്ടും. നീ കുറച്ച് സമയം തായി അച്ഛന്. ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് ഈ അച്ഛൻ അറിയില്ലല്ലോ. മോളുടെ ആഗ്രഹം സാധിച്ചു തന്നിട്ടേ നമ്മൾ ഇവിടെ നിന്ന് പോവുകയുള്ളൂ. അതുപോലെ മോളെ. അയാൾ അങ്ങനെ പറഞ്ഞതും ദിയ സമ്മതത്തോടെ തലയാട്ടി. എടി, എനിക്ക് അവനെ ഇല്ലാതാക്കാൻ നീ എൻ്റെ കൂടെ വേണം. അങ്ങനെ പോവാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്ക് അവൻ്റെ സ്വത്തുക്കൾ ഈ കൈകളിൽ എത്തണം. അത് പറയുമ്പോഴും അവളുടെ മുഖത്ത് പുച്ഛം നിറഞ്ഞ ചിരി വിടർന്നു. എല്ലാവരും അമ്പലത്തിലേക്ക് പോവാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ആദ്യം അച്ഛന്മാരും മുത്തശ്ശനും പുറത്തേക്ക് ഇറങ്ങി. പുറകെ തന്നെ അമ്മമാരും മുത്തശ്ശിയും ഇറങ്ങി. എല്ലാവരും വേഗം ഇറങ്ങാൻ നോക്ക്, ഇപ്പോൾ തന്നെ വൈകി. മുത്തശ്ശൻ അങ്ങനെ പറഞ്ഞതും എല്ലാവരും പുറത്തേക്ക് പോയി. അവരുടെ കാറിൽ കയറിപ്പോയി. അപ്പോഴും നാഥിൻ്റെ കണ്ണുകൾ ലച്ചുവിൻ്റെ മുഖത്ത് തന്നെയായിരുന്നു. അവൻ അവളെ പ്രണയപൂർവ്വം നോക്കി നിന്നു. ഇതൊക്കെ കണ്ടു നിൽക്കാൻ കഴിയാതെ ദിയ കാറിൽ കയറി. മുത്തശ്ശൻ്റെ കാർ ആദ്യം പോയതും അപ്പോഴും അവർ രണ്ടുപേരും കണ്ണുകളിൽ നോക്കി നിൽക്കുകയാണ്. എന്തോ പറഞ്ഞു തിരിഞ്ഞ ഇന്ദ്രൻ കാണുന്നത് ഇതാണ്. എൻ്റെ പൊന്നു മക്കളെ, നിങ്ങളുടെ താലികെട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ കണ്ണും നോക്കിയിരിക്കെ. എന്തു വേണമെങ്കിലും ചെയ്തോ. ഇപ്പം നിങ്ങൾ രണ്ടുപേരും ഒന്ന് വണ്ടിയിൽ വന്ന് കയറ്. ഇന്ദ്രൻ അങ്ങനെ പറഞ്ഞതും നാഥൊന്നും മിണ്ടാതെ നിന്നു. ലച്ചു ചമ്മിയ മുഖവുമായി കാറിൽ വന്നു കയറി. നാഥ് കയറാൻ നിന്നതും ഞാൻ പോയിട്ട് വന്നിട്ട് ഈ പറഞ്ഞതിനുള്ള മറുപടി തരാട്ടോ ചെറിയച്ചാ. അവൻ്റെ ആ വാക്കുകളിൽ എന്തോ അപകടമുണ്ട് എന്ന് മനസ്സിലാക്കി ഇന്ദ്രൻ പിന്നെ ഒന്നും മിണ്ടാതെ കാറിൽ കയറി പോയി. എല്ലാം പോയി, നമ്മുടെ പ്ലാനെല്ലാം പോയി. ആ ഈശ്വരനാഥ് വർമ്മയെ ഇല്ലാതാക്കാൻ പറ്റിയില്ലല്ലോ. ഫിലിപ്പ് തൻ്റെ പ്ലാൻ നടക്കാതെ പോയ ദേഷ്യത്തിൽ അവിടെയുള്ളതെല്ലാം തട്ടിത്തെറിപ്പിച്ചു. എല്ലാം നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ നടന്നിരുന്നു. ആ തിരുമേനി എവിടെ നിന്നാണ് കയറി വന്നത്? കേശവൻ അങ്ങനെ പറഞ്ഞതും എല്ലാവരും അത് സമ്മതിച്ചു. ഇനിയും അവസരങ്ങൾ നമുക്ക് മുന്നിലേക്ക് തന്നെ വരും. അവൻ ആ നാഥിൻ്റെ അവസാനം എനിക്ക് കാണണം. കേശവൻ അങ്ങനെ പറഞ്ഞതും എല്ലാവരുടെ മനസ്സിലും നാഥിനോടുള്ള ദേഷ്യം ഇരട്ടിച്ചു. എല്ലാവരുടെ അനുഗ്രഹത്തോടെ ക്ഷേത്രത്തിൽ നിന്ന് താലുകെട്ടി. അവർ അവിടെ എത്തിയതും നാഥ് ലച്ചുവിനെയും ഹരിയാദിയെയും കണ്ണിമ വെട്ടാതെ നോക്കി നിന്നു. രണ്ട് മാലാക പെൺകുട്ടികൾ നടന്നു വരുന്നത് പോലെ തോന്നി. അവരുടെ അടുത്ത് അവർ ഇരുന്നപ്പോഴാണ് സ്വപ്നലോകത്ത് നിന്ന് അവർ തിരിച്ചു വന്നത്. പിന്നീട് അധികം വൈകാതെ നാഥ് തന്നെ ലച്ചുവിൻ്റെയും ഹരിയാദിയുടെയും കഴുത്തിൽ താലി ചാർത്തി. രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞു. അവർ രണ്ടുപേരും അവരുടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു. ഇതൊക്കെ കണ്ട് മാധവൻ്റെയും അയാളുടെ മകളുടെയും കണ്ണിൽ പകതി ആളിക്കത്തി തുടങ്ങി. എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങി അവർ അവിടെ നിന്നും ഇറങ്ങി സ്റ്റേജിലേക്ക് പോയി. അവർ ഫോട്ടോഷൂട്ടുമെല്ലാം കഴിഞ്ഞപ്പോഴേക്കും 4 പേരും തളർന്നിരുന്നു. അപ്പോഴും അവൻ്റെ കണ്ണുകൾ മുത്തശ്ശനിലായിരുന്നു. പെട്ടെന്ന് അവൻ്റെ ഫ്രണ്ട്സ് വന്നതും അവൻ്റെ ശ്രദ്ധ മാറിപ്പോയി. പിന്നങ്ങോട്ട് എല്ലാവരും കുറച്ച് തിരക്കിലായിരുന്നു. എല്ലാവരും ഫുഡ് കഴിക്കാനിരുന്നതും മുത്തശ്ശനും മുത്തശ്ശിയും അവരുടെ കൂടെ ഇരുന്നു. അപ്പോഴാണ് അവൻ്റെ ശ്വാസം നേരെ വീണത്.
പെട്ടെന്നാണ് മുത്തശ്ശൻ്റെ ഫോൺ അടിച്ചത്. മുത്തശ്ശൻ അതെടുത്ത് പുറത്തേക്ക് പോയതും നാഥൻ്റെ മനസ്സിൽ പേടി തുടങ്ങി. അവനും ഫുഡ് കഴിക്കുന്നതിനിടയിൽ എണീറ്റ് പോവാൻ നിന്നതും, എടാ കണ്ണ, ഭക്ഷണം പാതിയിലിട്ട് എണീക്കാൻ പാടില്ല, അത് മുഴുവൻ കഴിക്ക് അവിടെ ഇരുന്ന്. മുത്തശ്ശി അങ്ങനെ പറഞ്ഞതും അവൻ മറുത്തൊന്നും പറയാതെ അവിടെ തന്നെ ഇരുന്നു കഴിക്കാൻ തുടങ്ങി. പക്ഷെ അപ്പോഴും അവൻ്റെ മനസ്സിൽ മുത്തശ്ശന് വന്ന കോളായിരുന്നു. അപ്പോൾ തന്നെ മുത്തശ്ശൻ തിരികെ വന്നു. അവൻ ആശ്വാസമായി. എല്ലാവരും കഴിച്ചു കഴിഞ്ഞ് എണീറ്റ് കൈ കഴുകി പോയതും നാഥ് പോയി എന്ന് മനസ്സിലാക്കി മുത്തശ്ശൻ വേഗം തന്നെ അവരും കാണാതെ പുറത്തേക്ക് പോയി. നാഥ് വന്നപ്പോൾ ആദ്യം നോക്കിയത് മുത്തശ്ശനെ ആയിരുന്നു. അവിടെ കാണുന്നില്ല എന്ന് മനസ്സിലായതും അവൻ തിരിഞ്ഞു നോക്കാൻ ഇറങ്ങിയപ്പോഴാണ് അവൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും വന്നത്. അവരോട് സംസാരിച്ച് നിന്നപ്പോഴാണ് മുത്തശ്ശൻ പുറത്തുനിന്ന് കാറെടുത്ത് പോകുന്നത് കണ്ടത്. അവർ കണ്ടപ്പോൾ അവൻ മുത്തശ്ശൻ്റെ കാര്യം മറന്നിരുന്നു. മുത്തശ്ശൻ ആ ഫോൺ കോളിന് ശേഷം അസ്വസ്ഥതയിലാണ് എന്ന് അയാളുടെ മുഖം കണ്ടാൽ മനസ്സിലാക്കിയിരുന്നു. മുത്തശ്ശൻ പോകുന്നത് 2 കണ്ണുകൾ കണ്ടിരുന്നു. അപ്പോൾ തന്നെ അയാൾ ഫോൺ ഡയൽ ചെയ്ത് ചെവിയിൽ വെച്ചു. എന്തായി മാധവ്, അവിടെ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടക്കുന്നുണ്ടല്ലോ അല്ലേ? ഇവിടെ എല്ലാം ഭംഗിയായി തന്നെ നടക്കുന്നുണ്ട്. അവരുടെയൊക്കെ മുഖത്തെ ആ സന്തോഷം കാണുമ്പോഴെല്ലാം കൂടെ എരിഞ്ഞ് കയറുന്നുണ്ട്. നീ വിഷമിക്കാതെ മാധവ്, അവരുടെ മുഖത്തെ ചിരി ഞാൻ കരച്ചിലാക്കി തരാം. അപ്പം നീ ഒന്ന് ഉള്ളു തുറന്ന് ചിരിച്ചോ. കേശവൻ അങ്ങനെ പറഞ്ഞത് മാധവൻ്റെ മനസ്സിലും സന്തോഷത്തിൻ്റെ പൂത്തിരി കത്തി. അങ്ങനെ നാഥ് മുത്തശ്ശൻ്റെ കാര്യം മറന്നു. ഫ്രണ്ട്സിൻ്റെ കൂടെ സംസാരിച്ചിരുന്ന് സമയം പോയതറിഞ്ഞില്ല. മുത്തശ്ശൻ ആ സമയം അസ്വസ്ഥതയോടെ ഡ്രൈവ് ചെയ്യുമ്പോഴാണ് വീണ്ടും അദ്ദേഹത്തിൻ്റെ കാതുകളിൽ ആ ഫോണിൽ നിന്നുള്ള കേട്ട ശബ്ദമായിരുന്നു. അതിൽ കേട്ട വാക്കുകളായിരുന്നു. ആ ചിന്തയിൽ വണ്ടി ഓടിച്ചു പോകുമ്പോഴാണ് വീണ്ടും മുത്തശ്ശനെ തേടി ആ കോള് വന്നത്. കുറുപ്പ്, താൻ? അതേ പറഞ്ഞേ, ഞാൻ തന്നെ. നിങ്ങളെല്ലാവരും മരിച്ചു എന്ന് കരുതിയ കുറുപ്പ് തന്നെ. എന്തേ, വിശ്വാസം വരുന്നില്ലേ? അയാളുടെ ആ ശബ്ദം കേട്ടത് മുത്തശ്ശൻ പിന്നീടൊന്നും പറയാൻ പറ്റിയില്ല. എന്താ വർമ്മേ ഒന്നും മിണ്ടാത്തത്? നീ ഞെട്ടി നിൽക്കാമെന്ന് അറിയാം. ഇനിയും ഞെട്ടാൻ കിടക്കുവല്ലേ? ഇനി നിന്റെ വീട്ടിൽ സന്തോഷത്തിൻ്റെ മേളമാകുമല്ലേ? ചിരിയും കളിയുമെല്ലാം. സന്തോഷിക്കട്ടെ. വർഷങ്ങൾക്ക് മുൻപ് നിനക്ക് ഓർമ്മയുണ്ടോ ഇങ്ങനെ എൻ്റെ പെങ്ങൾ അണിഞ്ഞൊരുങ്ങി നിന്നിരുന്ന, അവളുടെ പ്രണയം പൂവണിയുമെന്ന് വിചാരിച്ചിരുന്ന അന്ന്? നീ കാരണം സന്തോഷം നിറഞ്ഞ ആ ദിവസം എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ദിവസമായി മാറി. കുറുപ്പ് പറയുന്നതനുസരിച്ച് മുത്തശ്ശൻ്റെ ഹൃദയമിടിപ്പ് വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി. ഇതൊക്കെ നിനക്ക് ഓർമ്മയുണ്ടോ? എൻ്റെ പെങ്ങളുടെ വെള്ള പുതച്ച ശരീരമാണ് പിന്നീട് അവിടെ കണ്ടത്. കുറുപ്പ്, നീ കരുതുന്നുണ്ടോ ഞാൻ അവളെ കൊല്ലുമെന്ന്? എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? പിന്നെ അങ്ങോട്ട് അവരുടെ സംസാരം നീണ്ടു നിന്നു. നിന്റെ മരിച്ചുപോയി, സോറി അല്ല, ഞാൻ കൊന്ന നിന്റെ മകൻ്റെ അടുത്തേക്ക് നിന്നെയും വിടുകയാ. പിന്നെ മരിക്കുന്നതിന് മുൻപ് ഒരു സത്യം കൂടെ നീ അറിയണം. അന്നത്തെ ആ പ്ലാന് എൻ്റേതാണ്. ഞാനാണ് എൻ്റെ പെങ്ങൾ മാധവിയെ കൊന്നത്. അത് കേട്ട് മുത്തശ്ശൻ ഞെട്ടിത്തരിച്ചു. അത് പറഞ്ഞത് മുത്തശ്ശൻ്റെ കാറിൻ്റെ നേരെ ലോറി പാഞ്ഞെടുത്തു. കണ്ണാ. അവസാനത്തെ കണ്ണുകൾ അടഞ്ഞതും അവൻ്റെ പേര് വിളിച്ചുകൊണ്ടാണ് മുത്തശ്ശൻ കണ്ണടച്ചത്. മുഖത്ത് നിറയെ ചോര ഒഴുകുന്നുണ്ടായിരുന്നു. ഇന്നാണ് ഊർമിളയുടെ കോടതി വിധി. അന്നത്തെ കോടതി വിധി പിന്നെ ഒരു ദിവസത്തെ കൂടെ മാറ്റിവെച്ചിരുന്നു. ജാമ്യം കിട്ടിയ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നതൊക്കെ കൊള്ളാം, പക്ഷെ രാജകുമാരിയായി വാഴാമെന്ന് കരുതി ഇങ്ങോട്ടേക്ക് വരണ്ട എന്ന് പെങ്ങളോട് പറഞ്ഞേര്. മാധവൻ കോടതിയിലേക്ക് ഇറങ്ങാൻ നേരം അംബിക അവിടേക്ക് വന്ന് പറഞ്ഞത്. അങ്ങനെ അവർ കോടതിയിലെത്തി. ഏട്ടനെ നേരിൽ കണ്ടതും ഊർമിള ഏട്ടനെ ഒന്ന് നോക്കി. ജഡ്ജിയുടെ വിധി വന്നു. എല്ലാ തെളിവുകളും എൻ്റെ ബോധ്യമായതുകൊണ്ട് എല്ലാം ചെയ്തത് ഊർമിള തന്നെയാണ്. കൂട്ടിന് സഹോദരൻ മാധവനുമുണ്ട്. ഇവരുടെയൊക്കെ നിബന്ധന സഹിക്കാൻ കഴിയാതെയാണ് ശേഖരന് ഇതിനൊക്കെ കൂട്ടു നിൽക്കേണ്ടി വന്നത്. ഊർമിളയെ 5 വർഷം തടവും മാധവന് 10 വർഷം തടവും വിധി എഴുതുന്നു. ജഡ്ജിയുടെ വിധി കേട്ടതും 2 പേരും ഞെട്ടിത്തരിച്ചു നിന്നു. ശേഖരൻ പുച്ഛം നിറഞ്ഞ ചിരിച്ചു പുറത്തേക്ക് പോയി. മാധവനെയും ഊർമിളയെയും കയ്യിൽ വിലങ്ങിട്ട് കൊണ്ടുപോയി. അവരെ കൊണ്ടുപോകുന്നത് കണ്ടതും ശേഖരൻ അവരുടെ അടുത്തേക്ക് പോയി. ഞാൻ എന്ത് ചെയ്താലും നിഷ്പ്രയാസം ഊരിപ്പോരാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിച്ചില്ല അല്ലേ? അധികം സന്തോഷിക്കേണ്ട ശേഖര, അവൻ എന്തു ചെയ്യാനും മടിക്കില്ല. നിന്നെ ജീവൻ അധികം ആയുസില്ല, അതാണ് നീ ഇപ്പോൾ ഊരിപ്പോയത്. കാത്തിരുന്നു, നിനക്കുള്ള വിധിയുമായി അവൻ വരും. മാധവൻ അത് പറഞ്ഞ് പോലീസ് ജീപ്പിൽ കയറിപ്പോയി. ഊർമിളയും പിറകെ കയറിപ്പോയി. മാധവൻ്റെ വാക്കുകൾ ശേഖരൻ്റെ മനസ്സിൽ പേടി തുടങ്ങി. അത് പുറത്ത് കാണിക്കാതെ ശേഖരൻ അവർ പോകുന്നതും നോക്കി നിന്നു. അയാളും അവിടെ നിന്ന് പോയി. നാദും ലച്ചുവും ഹരിയും ആദിയും സ്റ്റേജിൽ സന്തോഷത്തോടെ ചിരിയോടെ നിൽക്കുമ്പോഴാണ് അവരുടെ അടുത്തേക്ക് ആരോ വരുന്നത് കണ്ടത്. അവരുടെ അടുത്തേക്ക് വരുന്ന ആളെ കണ്ടതും നാദിന് ദേഷ്യം ഇരച്ചു കയറി.
അവരുടെ അടുത്തേക്ക് വരുന്ന ഹൃതികയെയും അപ്പുവിനെയും കണ്ടു. ഹൃതികയുടെ മുഖം ലച്ചുവിനെ കണ്ട് ദേഷ്യം കൊണ്ട് വിറച്ചു. ചേച്ചി. അപ്പു ലച്ചുവിനെ കണ്ടതും ചേച്ചി എന്ന് വിളിച്ച് അവളുടെ അടുത്തേക്ക് ഓടിപ്പോയി. ലച്ചു ആരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ചേച്ചി എന്നുള്ള വിളി കേട്ടത്. അപ്പുവിനെ കണ്ടതും അവൾക്ക് സന്തോഷം തോന്നി. അപ്പുമോനെ, നീ എങ്ങനെ ഇവിടെ എത്തിയത്? നിന്നെ ആരാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്? ഞാനാണ് അവൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അവൻ്റെ ചേച്ചിയുടെ വിവാഹത്തിന് അവൻ പങ്കെടുക്കണമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്നാലും നിങ്ങൾ വന്നല്ലോ ഇങ്ങോട്ടേക്ക്. ഞാൻ വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഞാൻ നിന്റെ വിവാഹം കൂടാൻ വന്നതൊന്നുമല്ല, ഇവനെ നിന്റെ അടുത്ത് ഏൽപ്പിക്കാൻ വന്നതാ. നീ കല്യാണം വിളിച്ചത് ഇതൊക്കെ കാണിക്കാനല്ലേ? എന്നേക്കാളും നല്ല നിലയിലാണ് ഞാൻ നിൽക്കുന്നതെന്ന് കാണിക്കാനല്ലേ? നിന്റെ അഹങ്കാരം അധികം നാൾ നിലനിൽക്കില്ല. ഇയാൾ ആവശ്യം കഴിഞ്ഞ വലിച്ചെറിയും. അന്ന് ഞങ്ങൾ മാത്രമേ കൂടെ കാണൂ. ഹൃതികയുടെ വാക്ക് കേട്ട് നാഥനും ലച്ചുവിനും ദേഷ്യം ഇരച്ചു കയറി. നാഥ് അവൻ്റെ ദേഷ്യം കൈമുഷ്ടി ചുരുട്ടി പിടിച്ചു വെച്ചു. പെട്ടെന്നാണ് മുത്തശ്ശിക്ക് മുത്തശ്ശനെ ഓർമ്മ വന്നത്. അവിടെ ഇവിടെ നോക്കിയിട്ട് മുത്തശ്ശനെ കാണാനില്ല. എടാ ഇന്ദ്ര. എന്താ അമ്മേ, എന്തിനാ ഇങ്ങനെ കിടന്ന് വിളിക്കുന്നത്? എടാ ഇന്ദ്ര, അച്ഛനെ കാണുന്നില്ല. കുറേ നേരമായി ഞാൻ നോക്കുന്നു, എവിടെയും കാണുന്നില്ല. അപ്പു വന്നപ്പോൾ പിന്നെ ശ്രദ്ധ വിട്ടു. അവിടെ ഉണ്ടാകും അമ്മേ. ഇങ്ങനെ കരയാതെ ഇനി ആരോടെങ്കിലും പറയാതെ വീട്ടിലേക്ക് പോയോ? അതാവും, ഞാൻ അധികം നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇനി വീട്ടിലേക്ക് പോയിട്ടുണ്ടാകും. എന്ന് നമുക്കും ഇവിടെ നിന്ന് ഇറങ്ങാം. അത് പറഞ്ഞ് മുത്തശ്ശി അവിടെ നിന്ന് പോയി. അമ്മയെ സമാധാനപ്പെടുത്തിയെങ്കിലും ഇന്ദ്രൻ്റെ മനസ്സ് വല്ലാതെ പിടയ്ക്കുന്നത് പോലെ തോന്നി. എന്തോ ആപത്ത് തന്നെയും കാത്തിരിക്കുന്നത് പോലെ. എല്ലാവരും വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിയതും അവരെ അനുഗ്രഹിച്ചുള്ളിലേക്ക് കയറ്റിയതൊന്നും നാഥ് അറിഞ്ഞിരുന്നില്ല. അവൻ്റെ മനസ്സിൽ മുത്തശ്ശൻ മാത്രമായിരുന്നു. മോനെ, നീ ഇവളെയും കൂട്ടി റൂമിലേക്ക് പോയിക്കോ. കുറേ ആയില്ല നീ അവളെയും കൂട്ടി റൂമിലേക്ക് കൊണ്ടുപോകാൻ നിൽക്കുന്നു. ഇന്ദു അങ്ങനെ പറഞ്ഞതൊന്നും അവൻ കേട്ടിരുന്നില്ല. എടാ കണ്ണ, നിന്നോടല്ലേ പറഞ്ഞത്? അവളെ നിന്റെ അടുത്ത് കിട്ടിയപ്പോൾ അവനിവിടെയൊന്നുമല്ല. എന്താ മുത്തശ്ശേ പറഞ്ഞത്? ഒന്നുമില്ല, മോളെ റൂമിലേക്ക് കൊണ്ടുപോയിക്കോ എന്ന്. അവൻ ചമ്മിയ ചിരിച്ചിരിച്ചു. അവിടെ നിന്നും അവളുടെ കൈ പിടിച്ച് റൂമിലേക്ക് പോയി. അവൾ ഷെൽഫിൽ നിന്നും ചുരിദാറെടുത്ത് ബാത്റൂമിലേക്കും അവൻ അവിടെയുള്ള സോഫയിലേക്ക് കിടന്നു. കണ്ണിൻ്റെ മുകളിൽ കൈവച്ച് കിടന്നു. പെട്ടെന്ന് അവൻ്റെ ഫോൺ അടിച്ചതും അവൻ സ്വപ്നത്തിലെന്ന പോലെ ഞെട്ടി ഉണർന്നു. ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചതും അപ്പുറന്ന് കേട്ട വാക്കുകൾ വിശ്വസിക്കാനാവാതെ അവൻ സോഫയിൽ നിന്നും ചാടി എണീറ്റു. നോ! അവൻ കേട്ടത് വിശ്വസിക്കാനാവാതെ അലറി. അവൻ്റെ അലർച്ച കേട്ടതും ലച്ചു നെട്ടിത്തരിച്ച് ബാത്റൂമിൽ നിന്നും ഇറങ്ങി. അവനെ കണ്ടതും സങ്കടവും ദേഷ്യവും നിറഞ്ഞു നിൽക്കുന്ന അവൻ്റെ മുഖം കണ്ട് അവൾ ഭയത്തോടെ അവൻ്റെ അടുത്തേക്ക് ഓടിപ്പോയി. ഇല്ല, ഒരു മരണത്തിനും വിട്ടുകൊടുക്കില്ല. അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ച എല്ലാവരെയും ജീവനോടെ കത്തിക്കും ഞാൻ. അവൻ്റെ നാവിൽ നിന്നും കേട്ടതും ഒന്നും മനസ്സിലാവാതെ ലച്ചു നോക്കി നിന്നു. അവൾ കുറേ പ്രാവശ്യം അവനോട് ചോദിച്ചെങ്കിലും മറുപടിയൊന്നും പറയാതെ അവൻ അവളെ തള്ളി മാറ്റി മുന്നിലുണ്ടായിരുന്ന ഫ്ലവർ വേസ് തട്ടിത്തെറിപ്പിച്ച് റൂമിന് പുറത്തേക്ക് പോയി. നാഥ് പിന്നെ ഒന്നും ആരോടും പറയാതെ വീട്ടിൽ നിന്നും ഇറങ്ങി. അവൻ്റെ കാറെടുത്ത് പറപ്പിച്ച് പുറത്തേക്ക് പോയി. അപ്പോഴാണ് അവന് ഓർമ്മ വന്നത് തിരുമേനി പറഞ്ഞ വാക്കുകൾ. മുത്തശ്ശനൊന്നും സംഭവിക്കില്ല. ഞാൻ ജീവിച്ചിരിക്കുന്ന കാലം മുത്തശ്ശനൊന്നും വരാൻ ഞാൻ സമ്മതിക്കില്ല. മുത്തശ്ശൻ എന്തെങ്കിലും സംഭവിച്ചാൽ എല്ലാവരെയും ഇല്ലാതാക്കും. അതും പറഞ്ഞവൻ ദേഷ്യം കാറിൻ്റെ സ്പീഡിൽ കൂട്ടി. അവൻ കാറിൻ്റെ സ്പീഡ് കൂട്ടി ആ വിളിച്ച ആൾ പറഞ്ഞ ഹോസ്പിറ്റലിലേക്ക് പോയി. അവൻ്റെ കാർ അവിടേക്ക് പാഞ്ഞു കയറി. അവൻ വിളിച്ച നമ്പറിലേക്ക് വിളിച്ചതും അയാൾ അവൻ്റെ അടുത്തേക്ക് പോയി. എനിക്ക് മുത്തശ്ശനെ ഒന്ന് കാണണം. വേറെ ഒന്നും ചോദിക്കാതെ നാഥ് ആദ്യം അങ്ങനെ പറഞ്ഞതും അവൻ ആ ഓപ്പറേഷൻ വാതിലിൻ്റെ ഉള്ളിലൂടെ തൻ്റെ മുത്തശ്ശനെ കണ്ടു. അവന് സഹിക്കാൻ പറ്റാതെ പൊട്ടിക്കരഞ്ഞു. കുറേ വയറുകൾക്കിടയിൽ ശ്വാസത്തിന് വേണ്ടി കിടന്നു പിടക്കുന്ന മുത്തശ്ശനെ കണ്ടതും അവന് ദേഷ്യം നിയന്ത്രിക്കാനായില്ല. നിങ്ങളാണോ കണ്ണൻ? ആ കിടക്കുന്ന ആളുടെ ഫോണിൽ നിന്നും ആദ്യം കണ്ടത് നിങ്ങളുടെ നമ്പറാ. അതാണ് ഞാൻ വിളിച്ചത്. ഞാൻ കണ്ടപ്പോൾ ബോധമില്ലായിരുന്നു. മുഖത്ത് ചോര ഒഴുകിയിരുന്നു. ഹൃദയം ഇടിക്കുന്നുണ്ടോ എന്ന് പോലും സംശയം. നിങ്ങളെങ്ങനെ ആ സമയത്ത് അവിടെ എത്തിയത്? ഞാൻ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഇങ്ങനൊരു ആക്സിഡൻറ്റ് കണ്ടത്. അവിടെ അങ്ങനെ ഒരു ആക്സിഡൻറ്റ് കഴിഞ്ഞതുപോലെയൊന്നും തോന്നിയില്ല. നോ, അങ്ങനെ വരാൻ ഞാൻ സമ്മതിക്കില്ല. ഒരു മരണത്തിനും ഞാൻ മുത്തശ്ശനെ വിട്ടുകൊടുക്കില്ല. അവൻ്റെ ദേഷ്യം കണ്ടതും അയാൾ ഞെട്ടിത്തരിച്ചു നിന്നു. ഹോസ്പിറ്റലിലുള്ളവരെല്ലാവരും അവനെ തന്നെ നോക്കി നിന്നു. സോറി, ഞാൻ അറിയാതെ. അപ്പോഴാണ് ഓപ്പറേഷൻ്റെ റൂം തുറന്ന് ഡോക്ടർ പുറത്തേക്ക് വന്നത്. ഡോക്ടർ എങ്ങനെയുണ്ട് ഇപ്പോൾ? നിങ്ങൾ അയാളുടെ ആരാണ്? ഞാൻ കൊച്ചുമകൻ. ഓക്കെ നാഥ്. നിങ്ങളുടെ മുത്തശ്ശൻ്റെ നില അതീവ ക്രിട്ടിക്കലാണ്. രക്ഷപ്പെടാനൊരു ചാൻസുമില്ല. അത്രയ്ക്കും അവസ്ഥയിലാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോളൂ.
ഡോക്ടറുടെ നാവിൽ നിന്നും അങ്ങനെ കേട്ടതും നാദ് തളർന്നു പോയി. പെട്ടെന്ന് അവൻ ഇന്ദ്രച്ചനെ വിളിച്ചു പറഞ്ഞു, എന്തായി മാധവ? അവരെല്ലാവരും അറിഞ്ഞു മാധവന് ആക്സിഡന്റ് പറ്റിയത്? ഇല്ല, ഇവിടെ ആരും അറിഞ്ഞിട്ടില്ല. ഇവരുടെ ന്യൂസ് ഞാൻ അതുവരെ കേട്ടിട്ടില്ല. നീ അവിടെ വർമ്മയുടെ മരണവിവരം അറിയിക്ക്, എനിക്ക് ആഘോഷിക്കാനാ. അത് ഉറപ്പല്ലേ കേശവ? ഞാൻ ഉറപ്പായും അറിയിച്ചിരിക്കും. അവർ അറിഞ്ഞില്ല അവരുടെ ഈ സംഭാഷണമെല്ലാം ഒരാൾ കേൾക്കുന്നുണ്ടെന്ന്. അയാളുടെ കണ്ണിൽ നിന്നും കണ്ണുനീരിറ്റു വീണു. ദേഷ്യം കൊണ്ട് മുഖം ചുവന്നു, കണ്ണുകളിൽ അഗ്നി ആളിക്കത്തി. പെട്ടെന്നാണ് ഇന്ദ്രൻ്റെ ഫോൺ ബെല്ലടിച്ചത്. എന്താ കണ്ണ, നീ ഇതെവിടെയാ പോയത്? ആരോടൊന്നും പറയാതെ? വല്ല ഓഫീസുകാരാണെങ്കിലും അത് ഇന്ന് തന്നെ വേണമായിരുന്നോ? ഇന്ദ്രൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നാദൊരക്ഷരം പോലും മറുപടി പറഞ്ഞില്ല. നീ എന്താ കണ്ണ ഞാൻ ചോദിച്ചതിന് മറുപടി പറയാത്തത്? ഇന്ദ്രച്ച, ഇന്ദ്രനെ വിളിച്ചവൻ പൊട്ടിക്കരഞ്ഞു. എന്താടാ കണ്ണ, നീ എന്തിനാ കരയുന്നത്? നീ എന്നെ കൂടെ ടെൻഷൻ അടിപ്പിക്കാതെ കാര്യം പറ. ഇന്ദ്രച്ച, നമ്മുടെ മുത്തശ്ശൻ നമ്മളെ വിട്ടു പോയി. എന്താ കണ്ണ, എന്താ നീ പറഞ്ഞത്? അതെ, ഞാൻ പറഞ്ഞത് സത്യമാ. അവിടെ ഇപ്പോൾ ആരും അറിയണ്ട. ഉണ്ണിയച്ഛനെയും മാനവിനെയും സൂര്യനെയും ഞാൻ വിളിക്കാം. ഓക്കെ, ഞാൻ ദാ വരുന്നു. അത് പറഞ്ഞ് ഇന്ദ്രൻ വേഗം തന്നെ കാറെടുത്ത് അവിടെ നിന്ന് പോയിരുന്നു. ദിയയും മാധവും ഇറങ്ങിയതും എന്തു പുറത്തുനിന്നകത്തേക്ക് വന്നപ്പോൾ കാണുന്നത് കണ്ണിൽ നിന്നും കണ്ണുനീരിറ്റു വീണു നിൽക്കുന്ന ലച്ചുവിനെയാണ്. അവർ അവളുടെ അടുത്തേക്ക് പോയി അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. നീ എന്തിനാ മോളെ കരയുന്നത്? അമ്മേ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ വലിഞ്ഞു കയറി വന്നതാണെന്ന്? കണ്ണേട്ടൻ്റെ സ്വത്ത് കണ്ടിട്ടാണ് ഞാൻ ഇതിന് സമ്മതിച്ചതെന്ന്. മോളെ, നീ എന്തിനാ കരയുന്നേ? അയാൾ പറയുന്നത് കേട്ടിട്ടാണോ? നിനക്ക് അവകാശമുള്ളതല്ലേ നിനക്ക് കിട്ടിയത്, അല്ലാതെ നീ വലിഞ്ഞു കയറി വന്നതൊന്നുമല്ല. അവർ പറയുന്നൊന്നും കേൾക്കണ്ട. ഇന്ദു അങ്ങനെ പറഞ്ഞ് അവളെ ചേർത്ത് പിടിച്ചു. മോളെ റൂമിലേക്ക് പോയി ഒന്ന് കിടക്ക്. മുഖം കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് നല്ല ക്ഷീണമുണ്ട് മുഖത്ത്. അവളൊന്ന് തലയാട്ടി റൂമിലേക്ക് പോയി. ഇന്ദുവും റൂമിലേക്ക് പോയി കിടക്കാൻ തുടങ്ങിയപ്പോഴാണ് ഫോൺ അടിച്ചത്. അതെടുത്ത ഇന്ദ്രൻ എന്ന് കണ്ടതും അപ്പോൾ തന്നെ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ ഏട്ടാ, നിങ്ങളെല്ലാവരും എന്താ ആരോടൊന്നും പറയാതെ പോയത്? ഇന്ദു ചോദിക്കുന്ന മറുപടി പറയാതെ ഫോൺ പിടിച്ചു നിന്നു. എൻ്റെ ഏട്ട ഒന്ന് പറ. എൻ്റെ ഇന്ദു, ഞാൻ പറയുന്ന കാര്യം കേട്ട് നീ ഒച്ച വയ്ക്കരുത്, അവരും അറിയരുത്. മനുഷ്യനെ ടെൻഷൻ എടുപ്പിക്കാതെ കാര്യം പറ ഇന്ദ്രേട്ടാ. ഇന്ദു, അച്ഛൻ നമ്മളെയൊക്കെ തനിച്ചാക്കി ദൂരേക്ക് പോയി. ഇന്ദ്രേട്ടാ, എന്തേട്ടേ പറയുന്നത്? വെറുതെ നുണ പറയാതെ. ഇന്ദു ഇന്ദ്രനോട് സങ്കടവും ദേഷ്യം നിറഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. നീ ഒന്ന് പതുക്കെ പറ പെണ്ണേ, അമ്മ കേട്ടാ പിന്നെ അത് മതി. ശരിയേട്ടാ. ഇന്ദു പറയുമ്പോഴും അവരുടെ വാക്കുകൾ മുറിഞ്ഞു പോയിരുന്നു. ഇന്ദു മുഖം പൊത്തി കരഞ്ഞു. എൻ്റെ ജാനകി, നീ ഇപ്പോഴും എണീറ്റില്ലേ? വേഗം എണീറ്റു വാ. ജാനകിയമ്മ ഉറക്കിൽ നിന്നും കണ്ണു തുറന്നതും മുന്നിലിരിക്കുന്ന മുത്തശ്ശനെ കണ്ട് അവർ പിണക്കത്തോടെ അവിടെ തന്നെ കിടന്നു. നീ ഒന്ന് എണീക്ക് പെണ്ണേ, നിന്നെ കൊണ്ടുപോവാനല്ലേ ഞാൻ വന്നത്, എന്നിട്ട് നീ ഇവിടെ തന്നെ കിടക്കുകയാണോ? ഞാൻ എങ്ങോട്ടേക്കും വരുന്നില്ല. ഇന്ന് കൊച്ചുമകളുടെ വിവാഹമായിട്ട് കൂട്ടുകാരനെ കാണാൻ പോയിരിക്കുന്നു. എന്നിട്ട് എന്നോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ. ആ പിണക്കം മാറ്റാനല്ലേ ഞാനിപ്പോൾ വന്നത്. അവരെയൊക്കെ ഞാൻ നേരത്തെ തന്നെ അനുഗ്രഹിച്ചതല്ലേ. എൻ്റെ അനുഗ്രഹം എപ്പോഴും അവർക്കുണ്ടാകും. നീ ഇപ്പം എൻ്റെ കൂടെ വരുന്നുണ്ടോ? അല്ലെങ്കിൽ ഞാൻ പോവും നിന്നെ ഇവിടെ തനിച്ചാക്കി. അങ്ങനെ എന്നെ തനിച്ചാക്കി പോവാൻ നിങ്ങൾക്ക് പറ്റുമോ? എന്നും എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് വാക്ക് തന്നിട്ടല്ലേ ഞാൻ ഇറങ്ങി വന്നത്. മരണത്തിന് പോലും നമ്മളെ വേർതിരിക്കാനാവില്ല. പോകുമ്പോൾ എന്നെയും കൊണ്ടുപോവാമെന്ന് പറഞ്ഞിരുന്നില്ലേ? അതിനല്ലേ ഞാൻ വന്നത്. വാ, എണീക്ക്, നമുക്ക് പോവാം. അവരോടൊക്കെ പറയണ്ടേ? നിൽക്ക്, കൊച്ചുമക്കളെ കണ്ടിട്ട് പോവാം. അവരൊക്കെ അവിടെ ക്ഷീണിച്ച് കിടക്കുകയല്ലേ, അവരൊക്കെ എണീറ്റ് പോകും. നീ അവരൊക്കെ എണീറ്റ് വന്നാൽ മതി, ഞാൻ പോവാ. എനിക്ക് കാത്തു നിൽക്കാൻ പറ്റില്ല. അത് പറഞ്ഞ് മുത്തശ്ശൻ നടന്നു ഒരു പുക പോലെ മറഞ്ഞുപോയി. മുത്തശ്ശി കുറേ വിളിച്ചിട്ടും അദ്ദേഹം വന്നില്ല. പോവരുത്, ഞാനും കൂടെയുണ്ട്. അവരൊക്കൊന്ന് വന്നോട്ടെ, എന്നിട്ട് പോവാം. ഇന്ദുവും സുലുവും അമ്മയുടെ സംസാരം കേട്ട് റൂമിലേക്ക് വന്നു. അമ്മ കൈകൊണ്ട് പോവരുതെന്ന് പറയുന്നു. അവർ രണ്ടുപേരും മുത്തശ്ശിയെ തട്ടി വിളിച്ചതും അവർ ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയെണീറ്റു. അമ്മ എന്താ ആരോടാ പോവരുതെന്ന് പറയുന്നത്? അച്ഛൻ വന്നിരുന്നു, എന്നോട് പോരുന്നോ എന്ന് ചോദിച്ചു. അമ്മ ഇതെന്തൊക്കെയാ പറയുന്നത്? അച്ഛൻ വന്നിട്ടില്ല, വന്ന് ഞങ്ങൾ കാണില്ലേ? വന്നിട്ടില്ലേ? അപ്പം എന്നോട് പോരുന്നോ എന്ന് ചോദിച്ചത്? അവനത് പറഞ്ഞിരിക്കുമ്പോഴാണ് വീടിൻ്റെ മുറ്റത്തൊരു വണ്ടി വന്ന് നിന്നത്. മക്കളെ, എന്താടാ ആംബുലൻസൊക്കെ വന്ന് എന്താ ഇവിടെ നടക്കുന്നത്? മുത്തശ്ശിയുടെ ശബ്ദം കേട്ടതും രണ്ടുപേരും ഞെട്ടിധരിച്ചു പിന്നിലേക്ക് നോക്കി. നിങ്ങളെന്താ രണ്ടുപേരും എന്നെ കണ്ട് ഞെട്ടിധരിച്ചു നിൽക്കുന്നത്? എന്താണ് സംഭവിക്കുന്നതെന്ന് വാ തുറന്ന് പറ രണ്ടുപേരും.
അവരൊന്നും പറയാതെ നിന്നു. അപ്പോഴാണ് അവിടേക്ക് നാദിൻ്റെ കാറ് വന്നു നിന്നത്. അതിൽ നിന്നും കരഞ്ഞു കലങ്ങിയ മുഖവുമായി വരുന്ന കണ്ണനെ കണ്ടതും മുത്തശ്ശിയുടെ മുഖം സംശയത്തിൽ ചുരുങ്ങി. അവൻ അവരുടെ അടുത്തേക്ക് പോയി കെട്ടിപ്പിടിച്ച് കരഞ്ഞു. എന്താടാ കണ്ണ, എന്തിനാ നീ കരയുന്നത്? കാര്യം പറ. അതമ്മേ, ടെൻഷൻ അടിക്കരുത്. നീ ഒന്ന് വേഗം പറ ഇന്ദ്ര. നീ അറിഞ്ഞില്ലേ അച്ഛനോട് മിണ്ടാതെ പോയി. ഇപ്പോൾ വന്ന് ചോദിക്കാൻ പോരുന്നോ എന്ന്. ഞാനില്ലെന്ന് പറഞ്ഞു. നിങ്ങളോട് ചോദിക്കാതെ എനിക്ക് പോവാൻ പറ്റുമോ? എന്നോട് പറയാതല്ലേ പോയത്. എന്നിട്ട് ഞാൻ അങ്ങേരോടൊപ്പം പോകണമെന്ന് അവർ പറഞ്ഞ് നാദിൻ്റെ തലയിൽ തലോടുമ്പോഴാണ് അവിടേക്ക് വെള്ള കുതിച്ച ശരീരവുമായി രണ്ടുപേരകത്തേക്ക് വന്നത്. അത് കണ്ടതും മുത്തശ്ശിക്കെല്ലാം മനസ്സിലായി. അമ്മേ, അച്ഛൻ. ഇന്ദ്രൻ പറയാൻ തുടങ്ങിയത് മുത്തശ്ശി കൈ ഉയർത്തി. മുത്തശ്ശി കൈ ഉയർത്തിയത് മനസ്സിലാവാതെ എല്ലാവരും സംശയത്തോടെ നിന്നു. നാദ് അപ്പോഴും അവരുടെ മടിയിൽ തന്നെ കിടക്കുവാണ്. അപ്പോഴാണ് അവിടേക്ക് ലച്ചു വന്നത്. വേണ്ട ഇന്ദ്ര, എനിക്കറിയാം നിങ്ങളെന്താ പറയാൻ പോകുന്നതെന്ന്. എല്ലാം മുൻകൂട്ടി തന്നെ അറിഞ്ഞതാണ്. അമ്മയ്ക്ക് അച്ഛൻ അവസാനമായി ഒന്ന് കാണണ്ടേ? എന്തിന്? ഞാൻ പിണക്കുക. എന്നോടൊരു വാക്ക് പോലും പറയാതല്ലേ അങ്ങനെ പോയത്. പോകുന്നത് പറഞ്ഞിരുന്നെങ്കിൽ ഞാനും കൂടെ പോവില്ലായിരുന്നു. ഇതുപോലെ എന്നെ തനിച്ചാക്കി പോയിരിക്കുന്നു. പിന്നെ ഒന്നും മിണ്ടിയില്ല. നാദ് മുത്തശ്ശിയുടെ മടിയിൽ നിന്നും എണീറ്റ് റൂമിലേക്ക് പോയി. അമ്മേ, അച്ഛൻ. പിന്നെ എല്ലാവരും പിടിച്ച് മുത്തശ്ശിയെ റൂമിലേക്ക് കൊണ്ടുപോയി. വിവരമറിഞ്ഞ് എല്ലാവരും എത്തിയിരുന്നു. ആദിയും ഹരിയും എത്തിയിരുന്നില്ല. എല്ലാവരും മുത്തശ്ശനെ കിടത്തിയ ഭാഗത്തിരുന്ന് പൊട്ടിക്കരഞ്ഞു. നാദ് ആരെയും നോക്കാതെ ഒന്നും മിണ്ടാതെ ഒരു മൂലയിൽ ചാരിക്കിടക്കുകയായിരുന്നു. പിന്നെ ഹരിയെ വിളിച്ച് കാര്യം പറഞ്ഞ് ആദിയെയും കൊണ്ട് അവനും വീട്ടിലേക്കെത്തി. അവിടെ വെള്ള കുതിച്ച് കിടക്കുന്ന ആളുടെ അടുത്തേക്ക് പോയതും അവൾ ഞെട്ടിത്തരിച്ചു നിന്നു. ഹരിയുടെ കയ്യിൽ മുറുക്കെ പിടിച്ചു. പിന്നെ ആകെ കരച്ചിലും ബഹളവുമായിരുന്നു. മുത്തശ്ശിയും ഓരോന്ന് പറഞ്ഞ് കരയുന്നുണ്ട്. അവസാനമായി എല്ലാവരും ചേർന്ന് അദ്ദേഹത്തിൻ്റെ ചിതയ്ക്ക് കൊള്ളിവെച്ചു. ബന്ധുക്കളൊക്കെ പിരിഞ്ഞുപോയി. മക്കളും ചെറുമക്കളും കത്തിയണയുന്നത് വരെ അവിടെ തന്നെ നിന്നു. ലച്ചു റൂമിലേക്ക് പോയതും അവരുടെ അകന്ന ബന്ധുക്കളെ 2 പെണ്ണുങ്ങൾ പറയുന്നത് കേട്ടതും അവൾ ഞെട്ടിത്തരിച്ചു നിന്നു. പുതുപ്പെണ്ണ് വന്ന് കയറിയപ്പോൾ തുടങ്ങി ഈ തറവാടിൻ്റെ നാശം. മുതിർന്ന കാരണവരെ തന്നെ ജീവനെടുത്തിട്ടാണ്. അവർ പറയുന്നത് കേട്ടതും അവൾക്ക് സങ്കടം നിയന്ത്രിക്കാനായില്ല. അവൾ പൊട്ടിക്കരഞ്ഞ് റൂമിലേക്ക് പോയി. ഇതൊക്കെ കേട്ടൊരാൾ അവിടെയുള്ളത് അവർ കണ്ടില്ല. അവർ അത് പറഞ്ഞ് തിരിഞ്ഞതും അവൻ്റെ കത്തുന്ന കണ്ണുകൾ കണ്ടതും അവരുടെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി. അവർ നിന്ന് വിയർക്കാൻ തുടങ്ങി. ഇനി എൻ്റെ പെണ്ണിനെ കുറിച്ച് വല്ലതും പറഞ്ഞ ഇപ്പോൾ പറഞ്ഞത് ഞാൻ ക്ഷമിച്ചു. ഇനി ആ നാവ് കൊണ്ട് വല്ലതും പറഞ്ഞ ഇറങ്ങിപ്പോ രണ്ടും ഇവിടുന്ന്. അവൻ അങ്ങനെ പറഞ്ഞതും അവൻ പോവാൻ നിന്നതും അവൻ പിന്നിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ഇനി എൻ്റെ പെണ്ണെന്നല്ല, ഇനി വല്ല പെണ്ണിനെയും കുറിച്ച് വല്ലവരോടും പറഞ്ഞു എന്ന് കേട്ട ആ നാവ് ഞാൻ എടുക്കും. അവൻ അങ്ങനെ പറഞ്ഞതും അവർ 2 പേരും ആ വീട്ടിൽ നിന്നും തന്നെ ഇറങ്ങിപ്പോയി. അവരുടെ അടുത്തുനിന്ന് കേട്ട വാക്കുകൾ ലച്ചുവിന് സഹിക്കാനായില്ല. അവൾ ബെഡിൽ കിടന്ന് കുറേ കരഞ്ഞു. താൻ ഈ വീട്ടിലേക്ക് വന്നത് മുതലാണോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? ശരിയാണ്, ഞാനിവിടെ കാലുകുത്തിയത് മുതലാണ്. അവൾ അതാലോചിച്ച് കിടന്നപ്പോഴാണ് വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടത്. അവൾക്ക് മനസ്സിലായിരുന്നു അവനാണെന്ന്. അവൾ കണ്ണുകൾ ഉറങ്ങിയതുപോലെ കിടന്നു. അവൻ അവളുടെ അടുത്തേക്ക് പോയി തലയിൽ തലോടി. കരഞ്ഞിട്ടുണ്ട് എന്നവന് മനസ്സിലായി. അവൻ ഫോൺ അവിടെ വെച്ച് ബാത്റൂമിലേക്ക് പോയി. അവൻ പോയതും അവൾ കണ്ണു തുറന്നു. അവൻ ആ സ്ത്രീകളോടാണ് പറഞ്ഞതൊന്നും അവൾ അറിഞ്ഞിട്ടില്ല. അവൾ ഓരോന്ന് ആലോചിച്ച് കിടന്നപ്പോഴാണ് അവൻ്റെ ഫോൺ അടിച്ചത്. അവൾ അതെടുത്തു. ഏട്ടാ, എന്നെ രക്ഷിക്ക്, എന്നെ ഇവർ കൊന്നുകളയും. നാദാണെന്ന് കരുതിയാണ് ദിയ പറഞ്ഞത്. ലച്ചു കേട്ടതും ഞെട്ടിത്തരിച്ചു നിന്നു. അവൾക്കെന്താ പറയേണ്ടതെന്ന് അറിയില്ലായിരുന്നു. ദിയ, നീ ഇതെവിടെയാന്ന് വിളിക്കുന്നത്? നിനക്കെന്താ പറ്റിയത്? ലച്ചു അങ്ങനെ ചോദിച്ചതും ദിയ ഞെട്ടി. ലച്ചുവാണെന്ന് മനസ്സിലായതും അവൾ എന്താ പറയേണ്ടതെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. നീ എവിടെയാ ദിയ? നിന്നെ ആരാ പിടിച്ചു വെച്ചത്? ചേച്ചി, എന്നെ ഒന്ന് രക്ഷിക്ക്. ദിയ ഫോൺ വിളിച്ചതും ലച്ചു ചോദിച്ചതിന് മറുപടി പറയാൻ കഴിയാതെ വിങ്ങി. അവൾക്ക് സത്യം തുറന്നു പറയണമെന്നുണ്ടായിരുന്നു. അയാളടുത്തുള്ളത് കൊണ്ട് അവൾക്കൊന്നും പറയാൻ പറ്റിയില്ല. പിന്നെ അമ്മയെക്കുറിച്ച് ഓർത്തപ്പോൾ അവളൊന്നും ചിന്തിക്കാതെ പറഞ്ഞു. അവൾ വേഗം തന്നെ ഫോൺ കട്ട് ചെയ്തു. ഈശ്വര, അറിഞ്ഞുകൊണ്ട് ഞാൻ ഒരാളെ ആപത്തിലേക്ക് തള്ളിവിട്ടല്ലോ. ഗുഡ്, നല്ല മോൾ. അപ്പോൾ അച്ഛൻ പറഞ്ഞ അനുസരിക്കാൻ അറിയുമല്ലേ? അവളെ തന്നെ എനിക്ക് വേണ്ടത്. ഡോ, നോക്കിക്കോ, അവൻ ആ കണ്ണേട്ടൻ അടങ്ങിയിരിക്കില്ല. ഏട്ടൻ്റെ പെണ്ണിനെ തൊട്ട ആ കൈ തന്നെ വെട്ടും, നോക്കിക്കോ. ദി അങ്ങനെ പറഞ്ഞതും അയാൾ ദേഷ്യം നിയന്ത്രിക്കാനായില്ല. അവളുടെ കവിളിൽ അടിച്ചു. അവളുടെ ചുണ്ട് പൊട്ടി ചോര വരാൻ തുടങ്ങി.
അയാൾ ദേഷ്യത്തോടെ കാർ സ്പീഡിൽ ഓടിച്ചു ഒരു ഗോഡൌണിൻ്റെ മുന്നിൽ നിർത്തി. അത് കണ്ടതും അവൾക്ക് പേടി തോന്നി. അവൾ ചുറ്റും നോക്കി. ആരുമില്ലാത്തൊരു കാട്. പട്ടികളുടെ ഒരു ഓരിടൽ ശബ്ദവുമെല്ലാം കേൾക്കാം. അവൾക്ക് പേടി കൂടാൻ തുടങ്ങി. ഈശ്വര, എന്നെ ഇങ്ങോട്ടേക്കാണ് കൊണ്ടുവന്നത്. അവൾ മനസ്സിൽ ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് വീണ്ടും ഫോൺ അടിച്ചത്. അതിലെ നമ്പർ കണ്ടതും അവൾക്ക് എടുക്കാൻ തോന്നിയില്ല. അയാൾ അമ്മയുടെ ശബ്ദം കേൾപ്പിച്ചതും അവൾ ഫോൺ എടുത്തു. ദിയ, മോളെ, നീ എവിടെയാ? ഞാൻ അങ്ങോട്ടേക്ക് വരാം. നീ ഇപ്പോൾ എവിടെയാണെന്ന് പറ. ലച്ചു അങ്ങനെ പറഞ്ഞതും അവൾക്ക് എന്ത് പറയണമെന്നറിയാതെ കുഴങ്ങി. അവളൊന്നും മിണ്ടാതെ നിന്നു. മാധവ് അവളോട് പറയാൻ പറഞ്ഞു. ഓക്കെ, നീ പേടിക്കാതെ, ഞാൻ അങ്ങോട്ട് വരാം. അവൾ അങ്ങനെ പറഞ്ഞതും ദിയക്ക് അവളോട് ഇങ്ങോട്ട് വരണ്ട എന്നാണ് പറയാൻ തോന്നിയത്. മാധവ് മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് അവൾക്കൊന്നും പറയാൻ പറ്റിയില്ല. ലച്ചു അത് പറഞ്ഞ് ഫോൺ വെച്ചതും അവൾ ഓട്ടോക്കാരനോട് വിവരം പറഞ്ഞു. ദിയ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിയതും അവൾ അയാൾക്കുള്ള ക്യാഷ് കൊടുത്ത് അവിടെ നിന്ന് പോയി. അവൾക്ക് സംശയം തോന്നിയെങ്കിലും അയാളൊന്നും മിണ്ടാതെ അവിടെ നിന്ന് പോയിരുന്നു. അപ്പോഴേക്കും അവളുടെ കയ്യിലെ ഫോൺ അടിച്ചു. അവൾ സംശയത്തോടെ ഫോൺ എടുത്തു നോക്കി. ഹലോ, ആരാ? എന്താ ലച്ചു മോളെ, നിനക്കെന്നെ മനസ്സിലായില്ലേ? ഇല്ലല്ലോ, ആരാണ്? ദിയ എൻ്റെ അടുത്താണ്. അവളുടെ ജീവൻ വേണമെങ്കിൽ ഞാൻ പറയുന്നത് പോലെ നീ ഇങ്ങോട്ട് വരണം. ഞാൻ എങ്ങോട്ടേക്കാണ് വരേണ്ടത്? നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ അങ്ങോട്ട് വരാം. നീ വീട്ടിൽ നിന്നും ഇറങ്ങിയെന്ന് എനിക്കറിയാം. നീ എവിടെയാണ് നിൽക്കുന്നതെന്നും എനിക്കറിയാം. എൻ്റെ ആളുകൾ നീ നിൽക്കുന്ന ഭാഗത്തുണ്ട്. അവർ നിന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. ഞാൻ വരാം. ഒരു റെഡ് കാർ നിൻ്റെ അടുത്തേക്ക് വരും. നല്ല കുട്ടിയായി അതിൽ കയറിയാൽ മതി. പിന്നെ ഒച്ചയുണ്ടാക്കി ആളെ കൂട്ടിയാ പിന്നെ നീ ഇവളെ ജീവനോടെ കാണില്ല. വേണ്ട, ആരും അറിയില്ല ഞാൻ വരുന്നത്. ആരെയും അറിയിക്കില്ല. ഗുഡ്, നല്ല കുട്ടിയായി അവരുടെ കൂടെ വരാൻ നോക്ക്. അത് പറഞ്ഞ് അയാൾ ഫോൺ വെച്ചു. അല്ല, മോൾക്ക് ബുദ്ധിമുട്ടൊന്നും ആയില്ലല്ലോ? മോളെ ഇവർ ഉപദ്രവിച്ചില്ലല്ലോ? നാദറിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും ജീവനോടെ വിടില്ല. കേശവൻ അങ്ങനെ പറഞ്ഞത് ബാക്കിയുള്ളവർ ചിരിച്ചു. അതിൽ കുറുപ്പിൻ്റെ നോട്ടം അവൾക്ക് എന്തോ അസ്വസ്ഥത ഉണ്ടാക്കുന്നത് പോലെ തോന്നി. ദിയ എവിടെ? നിങ്ങൾ എന്തിനാ അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്? അവളെൻ്റെ കൂടെ വിടണം. അങ്ങനെ നീ പറയുമ്പോൾ വിടാൻ നീ എൻ്റെ ആരാ? ചോദിക്കുമ്പോൾ അവളെ കൊണ്ടുവരാൻ അവൾ ഇവിടെ ഉണ്ടായിട്ട് വേണ്ടേ? കേശവൻ അങ്ങനെ പറഞ്ഞതും അവൾ ഞെട്ടിത്തരിച്ചു നിന്നു. അവൾ മനസ്സിൽ പേടി തോന്നി. എല്ലാവരും ചേർന്ന് പറ്റിച്ചതാണോ എന്ന് പോലും അവൾക്ക് തോന്നി തുടങ്ങി. അവരുടെ മുന്നിൽ അവൾക്ക് പേടിക്കാതെ ധൈര്യത്തോടെ നിന്നു. നിങ്ങൾ പറയുന്നത് നുണയാണ്. അവൾ ഇവിടെ തന്നെയുണ്ട്. വേഗം അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ നോക്ക്. അവൾ അങ്ങനെ പറഞ്ഞതും അവരെല്ലാവരും അവളുടെ ചുറ്റും നടന്നു. അവരെ അവളുടെ അടുത്ത് കണ്ടതും പേടിച്ചു വിറയ്ക്കാൻ തുടങ്ങി. നിനക്കെന്താ പെണ്ണെ, പേടിയാവുന്നുണ്ടോ? നിന്നെ കാണുമ്പോൾ ഒന്ന് ആസ്വദിക്കാൻ തോന്നുന്നുണ്ട്. കുറുപ്പ് അങ്ങനെ പറഞ്ഞപ്പോൾ അവൾ അയാളുടെ മുഖത്തേക്ക് ആഞ്ഞടിച്ചു. ഛേ, അച്ഛൻ്റെ പ്രായമുള്ള തനിക്ക് എങ്ങനെ എന്നോട് ഇങ്ങനെ പറയാൻ തോന്നി? തൻ്റെ മോളോടാണെങ്കിൽ താൻ ഇങ്ങനെയൊക്കെ പറയുമോ? ഈ വയസ്സാൻ കാലത്താണ് ഓരോ ആഗ്രഹം പോയി. ചത്തൂടെ തനിക്ക്? അയാൾ ദേഷ്യത്തോടെ അവളെ നോക്കി. അവളുടെ നാവിൽ നിന്നും കേട്ടതും അതും കൂടെ ആയതും അയാൾക്ക് ദേഷ്യം തോന്നി. അവളുടെ കവളിൽ ആഞ്ഞടിച്ചു. അവൾ നിലത്തേക്ക് വീണു. നീ അവൻ്റെ ധൈര്യത്തിലാണ് ഇങ്ങനെ കിടന്ന് കുരക്കുന്നതെങ്കിലും അവൻ ഇവിടെ എത്തുന്നതിന് മുൻപ് തന്നെ ഞങ്ങളെല്ലാവരും നിന്നെ ഒന്ന് ആസ്വദിച്ചിട്ടേ അവന് കൊടുക്കൂ. എൻ്റെ ശരീരത്തിൽ ജീവൻ ഉണ്ടെങ്കിലല്ലേ നിങ്ങൾ എന്നെ തൊടൂ. ഇതെല്ലാം കേട്ട് മിണ്ടാൻ കഴിയാതെ ദിയ പൊട്ടിക്കരഞ്ഞു. അവളുടെ വായും കൈയും കാലും കെട്ടിയിരിക്കുന്നത് കൊണ്ട് അവൾക്കൊന്നിനും പറ്റിയിരുന്നില്ല. പെട്ടെന്ന് അവളുടെ കയ്യിലെ കെട്ടഴിഞ്ഞതും അവൾ ഞെട്ടി പിന്നിലേക്ക് നോക്കി. അവിടെ നിൽക്കുന്നൊരു ചേട്ടനാണ് അവളെ അഴിച്ചുവിട്ടത്. ഏട്ടാ, നിങ്ങൾ? അതെ മോളി, ആ കൊച്ചിനെ അവരെല്ലാവരും ചേർന്ന് പിച്ച് ചീന്താൻ നിൽക്കാൻ. മോളെങ്ങനെയെങ്കിലും അതിനെ പോയി രക്ഷപ്പെടുത്ത്. അയാൾ അങ്ങനെ പറഞ്ഞത് മുന്നും പിന്നും നോക്കാതെ അവൾ ലച്ചുവിൻ്റെ അടുത്തേക്ക് ഓടിപ്പോയി. അവളുടെ ശരീരം കുറേ വർഷങ്ങളായി ഞാൻ ആഗ്രഹിക്കുന്നു, എന്നിട്ട് എനിക്ക് പോലും അതൊന്നും തൊടാൻ പോലും കിട്ടിയില്ല. ആ ശബ്ദം കേട്ടതും ലച്ചു ഞെട്ടി മുന്നിലേക്ക് നോക്കി. മാധവനെ കണ്ടതും അവൾ ഞെട്ടിത്തരിച്ചു. അതിനപ്പുറം അയാളുടെ നാവിൽ നിന്ന് കേട്ട വാക്കുകളാണ്. അയാൾ അവളുടെ അടുത്തേക്ക് വന്നതും അവളെ ഒന്ന് കാമക്കണ്ണുകളോടെ നോക്കി. അവൾക്കൊരു ബുദ്ധിമുട്ടായി തോന്നിയതും അവൾ അയാളുടെ മുഖത്തേക്ക് പോലും നോക്കിയില്ല. എൻ്റെ മകൻ എത്ര വട്ടം ആഗ്രഹിച്ചതാണ് നിന്നെ. അവൻക്ക് നിന്നെ കിട്ടിയില്ല. ആ സങ്കടം ഈ അച്ഛൻ തീർത്തു കൊടുക്കാൻ പോവുക. അതും പറഞ്ഞ് അയാൾ അവളുടെ തോളിൽ പിടിച്ചതും അയാൾ നിലത്ത് തെറിച്ചു വീണു. ചേച്ചി, വേഗം ഓടിക്കോ, ഇവന്മാർ നമ്മളെ കൊല്ലും. വേഗം ഓടി രക്ഷപ്പെട്ടോ. ദിയ അത് വിളിച്ചു പറഞ്ഞു ഓടി. അവളുടെ അടുത്തേക്ക് വന്നതും ലച്ചു ഞെട്ടിത്തരിച്ചു. എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു. എന്താ ഇവിടെ നടക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായില്ല. ദിയ തിരിഞ്ഞു നോക്കിയതും ലച്ചു അതേ നിൽപ്പ് തന്നെ നിൽക്കുന്നു. അവൾ തിരിഞ്ഞോടി ലച്ചുവിൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ചു. അവിടെ നിന്നും ഓടിപ്പോയി. ഇടാ, അവൾമാരെ പിടിക്ക്. ഇവിടെ നിന്നും രക്ഷപ്പെടാൻ അനുവദിക്കരുത്.
കുറുപ്പ് അവിടെ നിൽക്കുന്ന ഗുണ്ടകളോട് പറഞ്ഞതും അവർ അവരുടെ പുറകെ ഓടി. അവർ രണ്ടുപേരും ഓടി ഓടി തളർന്നു. ലച്ചു അവിടെ ഇരുന്നു. ദിയ, എനിക്കിനി വയ്യ ഓടാന്. നമ്മളിനി എത്ര ഓടേണ്ടി വരും? എൻ്റെ ചേച്ചി എണീക്ക്, അവർ ഇപ്പോൾ ഇവിടെ എത്തും, വാ ചേച്ചി. ദിയ അങ്ങനെ പറഞ്ഞെങ്കിലും ലച്ചുവിന് ഒരടി ഓടാൻ അവൾക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അവൾ അവരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടട്ടെ എന്ന് കരുതി മാത്രം അവൾ ഓടി. അവൾ വീണ്ടും ഓടിയതും ഒരു മരംകുറ്റി തടഞ്ഞ നിലത്തേക്ക് വീണു. ദിയ അവളെ രക്ഷിക്കാൻ തിരിഞ്ഞോടി അവളുടെ അടുത്തെത്തി. ചേച്ചി എണീക്ക്. വേണ്ട ദിയ, നീ പോ, അവരിവിടെ എത്താനായി, നീയെങ്കിലും രക്ഷപ്പെടട്ടെ. വേണ്ട ചേച്ചി, വാ എണീക്ക്, ഞാൻ പറയുന്നത് കേൾക്ക്. ദിയ അങ്ങനെ പറഞ്ഞതും ലച്ചു പിന്നെയും അവളോട് രക്ഷപ്പെടാൻ പറഞ്ഞു. ദിയ അത് വിസമ്മതിച്ചു. പക്ഷേ ലച്ചുവിൻ്റെ നിർബന്ധപ്രകാരം അവൾ അവിടെ നിന്നും ഓടിപ്പോയി. അപ്പോഴേക്കും അവളുടെ ആളുകൾ ലച്ചുവിൻ്റെ അടുത്തേക്ക് വന്നു. എടാ, അവളെ പിടിക്ക്, അവളെ രക്ഷപ്പെടാൻ അനുവദിക്കരുത്. അതിലൊരു ഗുണ്ട പറഞ്ഞതും ബാക്കിയുള്ളവർ ദിയയുടെ പിറകെ ഓടി. അപ്പോഴേക്കും മറ്റേ ഗുണ്ട ലച്ചുവിനെ പിടിച്ചു കൊണ്ടുപോയി അവരുടെ മുന്നിലേക്കിട്ടു. അവളെ കണ്ടതും മാധവൻ ദേഷ്യം നിയന്ത്രിക്കാനായില്ല. അവളുടെ മുഖത്തേക്ക് ആഞ്ഞടിച്ചു. അവളുടെ ചുണ്ട് പൊട്ടി ചോര വരാൻ തുടങ്ങി. അവളുടെ തല ചുമരിൽ പോയിടിച്ച് പൊട്ടി ചോര വാർന്നൊഴുകി. വേണ്ടടാ, അവളെ ഇങ്ങനെ അടിക്കല്ലേ. അത് പറഞ്ഞ് കുറുപ്പ് അവളുടെ അടുത്തേക്ക് പോയി അവളെ ചേർത്ത് പിടിച്ചു. പക്ഷെ അവൾക്കെന്തോ അസ്വസ്ഥത തോന്നി. അയാളുടെ തഴുകലും തലോടലും അയാൾ അവളെ ഒരു റൂമിലേക്ക് കൊണ്ടുപോയി. അവൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. അവൻ ബാത്റൂമിൽ നിന്നും ഇറങ്ങി വന്നപ്പോൾ അവളെ കണ്ടില്ല. അവൾ താഴേക്ക് പോയിട്ടുണ്ടാകുമെന്ന് അവൻ ബെഡിൽ കിടന്ന് കണ്ണുകളടച്ചു. കണ്ണേട്ടാ, ശ്രീ, അത് പറഞ്ഞവൻ ഉറക്കത്തിൽ നിന്നും ചാടി എണീറ്റു. എന്താ ഈശ്വര ഇങ്ങനെയൊക്കെ? എന്താ ഞാൻ കണ്ടത്? ഒന്നും മനസ്സിലാവുന്നില്ല. അവൾക്കെന്തോ സംഭവിച്ചിട്ടുണ്ട്. അതിനെ വിളിവിടയില്ലേ, പിന്നെ എങ്ങനെ? അവൻ അങ്ങനെയൊക്കെ വിചാരിച്ച് താഴേക്ക് പോയി. അവൻ അവിടെ ആരെയും കണ്ടില്ല. അപ്പോഴാണ് അവൻ്റെ ഫോൺ അടിച്ചത്. ഹലോ, ആരാ? അവൻ അങ്ങനെ ചോദിച്ചതും അപ്പുറത്തുനിന്ന് അട്ടഹാസമാണ് കേട്ടത്. അത് കേട്ട് അവൻ്റെ ദേഷ്യം ഇരച്ചു കയറി. എടാ പൊന്ന മോനെ, നിന്റെ കൊലച്ചിരി കേൾക്കാനാണോ എന്നെ വിളിച്ചത്? അവൻ അങ്ങനെ പറഞ്ഞതും മാധവൻ ദേഷ്യം തോന്നി. അപ്പം അയാളുടെ ചിരി നിന്നു. അടങ്ങ് ചെക്ക, നീ ഇപ്പം തന്നെ ഇങ്ങനെ തിളച്ചാലോ? ഇനി ഞാൻ പറയുന്ന കാര്യം കേട്ട് എങ്ങനെ പ്രതികരിക്കും? നിന്റെ മനസ്സിലിപ്പോൾ ഞാൻ പറയുന്ന കാര്യം എന്താണെന്നാകുമല്ലേ? അവൻ മറുപടി ഒന്നും പറഞ്ഞില്ല. നിന്റെ പ്രിയപ്പെട്ട ഒരാൾ ഞങ്ങളുടെ അടുത്താണ്. നിന്റെ അടുത്തുണ്ടോ എന്ന് നോക്കിക്കേ. നിനക്ക് വിശ്വാസമില്ലെങ്കിൽ അവളുടെ ശബ്ദം കേട്ടാൽ നീ വിശ്വസിക്കും. എന്നൊന്നും ചെയ്യരുത് പ്ലീസ്. നോ, അവളെ ഒന്നും ചെയ്യരുത് പ്ലീസ്. നിങ്ങൾക്കെന്താ വേണ്ടത്? അവൻ അങ്ങനെ പറഞ്ഞതും അയാൾ അട്ടഹസിക്കാൻ തുടങ്ങി. അതുകൂടായതും അവന് ദേഷ്യം നിയന്ത്രിക്കാനായില്ല. അവൻ ഫോൺ എറിഞ്ഞു പൊട്ടിച്ചു. ശബ്ദം കേട്ട് എല്ലാവരും വന്നതും അവൻ്റെ ദേഷ്യം നിറഞ്ഞ മുഖം കണ്ട് എല്ലാവർക്കും സംശയം തോന്നി. എന്താടാ കണ്ണ, എന്തു പറ്റി? മുത്തശ്ശി അവനോട് ചോദിച്ചതും അവൻ എല്ലാവരോടും പറഞ്ഞു. അതെപ്പോ എന്ന ചോദ്യമാണ് എല്ലാവരുടെയും മനസ്സിലും. മുത്തശ്ശി അവൻ്റെ അടുത്തേക്ക് പോയി. മോനെ കണ്ണ, ഇനിയും ഒരു മരണം താങ്ങാൻ എന്നെക്കൊണ്ട് വയ്യ. ആരെ കൊന്നിട്ടാണെങ്കിലും അവളെ ഇവിടെ എത്തിക്കണം. മുത്തശ്ശി എങ്ങനെ പറഞ്ഞതും അവനൊന്നും പറയാതെ അവിടെ നിന്ന് പോയി. അവൻ്റെ പിറകിലായി ബാക്കിയുള്ളവരും. അവൾ ഓടി ഓടി ഒരു കാട്ടിലേക്ക് മറിഞ്ഞതും അവളെ അവർ കണ്ടില്ല. ഈ നാശം പിടിച്ചവൾ എവിടെ പോയി ഒളിച്ചു? അവൾ കിതക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ശബ്ദം പുറത്തേക്ക് വരാതിരിക്കാൻ അവൾ വാ പൊത്തി പിടിച്ചു. അവർ തിരിച്ചു പോയതും അവൾ അവിടെ നിന്നും ഓടിപ്പോയി. അവൾ ഓടി ഓടി ഒരു റോഡിലേക്ക് എത്തിയതും ഒരു കാറിൻ്റെ മുന്നിലേക്കാണ് അവൾ വീണത്. എന്നാൽ ആ സമയം അവളുടെ കണ്ണുകൾ അവനെ കണ്ടിരുന്നു. അവൾക്ക് സന്തോഷം തോന്നി. നാദ് അവിടെ നിന്ന് ഇറങ്ങിയതും എങ്ങോട്ടെന്നല്ലാതെ അവൻ പാഞ്ഞു. മനസ്സ് മുഴുവൻ തൻ്റെ പെണ്ണെവിടെയാണെന്ന ചിന്തയിലായിരുന്നു. അപ്പോഴാണ് അവൻ്റെ കാറിൻ്റെ മുന്നിലേക്ക് ഒരു പെൺകുട്ടി ഓടി വന്ന് വീഴുന്നത്. അവൻ അപ്പോൾ തന്നെ വണ്ടി നിർത്തി ഇറങ്ങി നോക്കിയതും ദിയയെ കണ്ടു. ചേച്ചിയെ അവർ. മോളെ, നീ എന്തൊക്കെയാ പറയുന്നത്? അവൾക്കെന്താ പറയേണ്ടതെന്ന് അറിയില്ല. പറയാൻ വാക്കുകൾ കിട്ടിയിരുന്നില്ല. നിങ്ങൾ എവിടേക്ക് കൊണ്ടുപോയതെന്ന് അറിയുമോ? അവൻ അങ്ങനെ ചോദിച്ചതും അവൾ ഓടി വന്ന ഭാഗത്തേക്ക് കൈ ചൂണ്ടി കാണിച്ചു. അപ്പോഴേക്കും അവളുടെ ബോധം മറിഞ്ഞിരുന്നു. എടാ സൂര്യ, ഇവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. നാദ് അങ്ങനെ പറഞ്ഞതും അവൻ വേഗം വന്ന് അവളെ എടുത്ത് കാറിൽ കിടത്തി അവിടെ നിന്നും പോയി. അവൻ അവൾ കൈ ചൂണ്ടിയ ഭാഗത്തേക്ക് നോക്കിയതും, എടാ കണ്ണ, നീ എന്താ അവിടേക്ക് നോക്കുന്നത്? അവിടെയല്ലേ ആ കുറുപ്പിൻ്റെ എല്ലാ രഹസ്യകാര്യങ്ങളും നടക്കുന്ന ഭാഗം. അവിടെ ഒരു ഗോഡൗൺ ഉണ്ടെന്ന് അച്ഛൻ പറഞ്ഞ ഓർമ്മയുണ്ട്. ഇന്ദ്രൻ അങ്ങനെ പറഞ്ഞതും മുന്നും പിന്നും നോക്കാതെ അവൻ കാറിൽ കയറി അകത്തേക്ക് പോയി. പുറകെ തന്നെ അവരും. വേണ്ട, എന്നെ ഒന്നും ചെയ്യരുത്. ഇന്ന് നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ടുള്ളൂ. എന്നിട്ട് അവൻ നിന്നെ അനുഭവിക്കാൻ പറ്റിയില്ലല്ലോ. എനിക്കാണല്ലോ അതിനുള്ള ഭാഗ്യം കിട്ടിയത്.
നിങ്ങളൊരു അച്ഛനാണോ? സ്വന്തം ചെറുമക്കളുടെ പ്രായമുള്ള എൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നുണ്ടല്ലോ. അത് പറഞ്ഞ് ലച്ചു അയാളുടെ മുഖത്തേക്ക് ആഞ്ഞടിച്ചു തുപ്പുകയും ചെയ്തു. അതുകൂടായതും അയാളുടെ ദേഷ്യം ഇരട്ടിച്ചു. അയാൾ അവളുടെ അടുത്തേക്ക് പോയതും അവൾ പിന്നിലേക്ക് നീങ്ങിപ്പോയി ചുമരിൽ തട്ടി നിന്നു. അവളുടെ ശരീരം ഭയം കൊണ്ട് വിറച്ചു. അവൾ കണ്ണുകൾ അടച്ചു നിന്നു. എന്നിട്ടും ഒന്നും സംഭവിക്കില്ല എന്ന് മനസ്സിലായി. കുറുപ്പ് അവളുടെ മുഖത്തേക്ക് അയാളുടെ മുഖമടിപ്പിക്കുമ്പോഴാണ് ശക്തിയാൽ അയാൾ പറന്നുപോയത്. ബാക്കിയുള്ളവർ എന്തോ ശബ്ദം കേട്ടതും ഓടി വന്ന് നോക്കിയപ്പോൾ കുറുപ്പ് ഒരു മൂലയിൽ ചുരുണ്ടുകൂടി കിടക്കുന്നത് കണ്ടു. അത് കണ്ടതും കേശവൻ അവനോട് ദേഷ്യം തോന്നി. അയാൾ അവനെ അടിക്കാൻ പോയതും അവൻ തിരിഞ്ഞു നിന്ന് അയാളുടെ നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടി. പിന്നെ എല്ലാവരും കൂടെ അവരെല്ലാവരെയും അടിച്ചൊരു പരുവമാക്കി. അവൾ കണ്ണു തുറന്നതും തൻ്റെ പ്രാണന്റെ മുഖം കണ്ട് അവൾക്ക് ആശ്വാസം തോന്നി. അവൾ അവൻ്റെ അടുത്തേക്ക് ഓടിപ്പോയി അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അവൻ അവളോട് ദേഷ്യം തോന്നി. എന്നാലും അതൊന്നും കാണിക്കാതെ അവൻ അവളുടെ തലയിൽ തലോടി. മനു, ഇവളെ കാറിൽ കൊണ്ടുപോയിരുത്ത്. നാഥ് അങ്ങനെ പറഞ്ഞതും മനു അനുസരിച്ച് അവളെ കാറിൽ കൊണ്ടുപോയിരുത്തി. അവൾക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലായിരുന്നില്ല. അവൾ കണ്ണു തുറന്നപ്പോൾ കാണുന്നത് എല്ലാവരും അടികിട്ടി നിലത്ത് കിടന്ന് പിടയുന്നതാണ്. അവൻ വന്നതും അവളോടൊന്നും മിണ്ടാതെ ദേഷ്യത്തോടെ കാറെടുത്ത് പാഞ്ഞുപോയി. അവൾ മുഖം താഴ്ത്തിയിരുന്നു. അവൾക്കറിയാം എന്തിനാണ് അവൻ അവളോട് ദേഷ്യമെന്ന്. വീട്ടിലെത്തിയതും അവൻ ഡോറ് തുറന്ന് ശക്തിയിൽ അടച്ചകത്തേക്ക് പോയി. വീടിൻ്റെ മുറ്റത്ത് എല്ലാവരും ഉണ്ടായിരുന്നു. അവൻ വരുന്നത് കണ്ടു. എടാ കണ്ണ, മോളെവിടെ? മുത്തശ്ശി ചോദിച്ചതും അവനൊന്നും മിണ്ടാതെ പോയി. അവിടെ നിൽക്കുന്നവരെ കണ്ടതും അവൾ കാറിൻ്റെ ഡോറ് തുറന്ന് അകത്തേക്ക് പോയി. അവളെ കണ്ടതെല്ലാവരും അവളെ കെട്ടിപ്പിടിക്കുകയും നെറ്റിയിൽ ഉമ്മ കൊടുക്കുകയും ചെയ്തു. അവളെ അകത്തേക്ക് കൊണ്ടുപോയി. മോളെ, നീ എന്താ ആരോടും പറയാതെ ഇവിടെ നിന്ന് പോയത്? നിന്നെ കാണാഞ്ഞിട്ട് ഞങ്ങൾ ഒരുപാട് പേടിച്ചു. മതി അവളോട് ചോദിച്ചത്. അവളൊന്ന് ഫ്രഷായി ഒന്ന് കിടക്കട്ടെ, എന്നിട്ട് ബാക്കി ചോദിക്കാം. ഇന്ദു അവളെ റൂമിലേക്ക് കൊണ്ടുപോയി. മുത്തശ്ശി അങ്ങനെ പറഞ്ഞത് പിന്നെ ആരും മിണ്ടിയില്ല. ഇന്ദു അവളെ റൂമിലേക്ക് കൊണ്ടുപോയി. ലച്ചുവിന് റൂമിൽ കയറാൻ പേടിയുണ്ടായിരുന്നു. അവൻ എന്തെങ്കിലും പറഞ്ഞാലോ എന്ന്. അവൾ റൂമിലേക്കൊന്ന് നോക്കിയതിനു ശേഷം അകത്ത് കടന്നു. അവനെ അവിടെയൊന്നും കാണുന്നില്ല എന്ന് കണ്ടതും അവൾ ഷെൽഫിൻ്റെ അടുത്തേക്ക് പോയി ഒരു ചുരിദാർ എടുത്ത് ബാത്റൂമിലേക്ക് പോയി. ഫ്രഷായി ഇറങ്ങിയതും ബെഡിൽ കിടക്കുന്ന നാഥനെ കണ്ട് അവളുടെ കൈയും കാലും വിറയ്ക്കാൻ തുടങ്ങി. എന്തിനാ ഇങ്ങോട്ട് പോകുന്നത്? നിനക്കെന്താ? എന്നോടൊരു വാക്ക് പറഞ്ഞുകൂടായിരുന്നോ? നിനക്കെന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? അതും ഞാൻ തന്നെ അനുഭവിക്കണ്ടേ? പറ. അവൻ അവളുടെ അടുത്തേക്ക് പോയി അവളുടെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. അവളൊന്നും മിണ്ടാതെ നിന്നു. അല്ലാതെ ഒരക്ഷരം പോലും മിണ്ടിയില്ല. എന്നോട് ക്ഷമിക്കുക കണ്ണേട്ട. അവൾ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഒന്നും ചിന്തിക്കാൻ നിന്നില്ല. ആരോടും പറയാൻ പറ്റിയില്ല. അതാ കണ്ണേട്ട. അവൾ അവൻ്റെ കാലിൽ പിടിച്ച് കരഞ്ഞു പറഞ്ഞതും അവൻ വല്ലാത്ത സങ്കടം തോന്നി. അവൻ അവളെ പിടിച്ച് അവൻ്റെ കരങ്ങൾ നിർത്തി. നിനക്കെന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ നീ എന്നെക്കുറിച്ച് ഓർത്തോ? നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഓർത്തോ? നമ്മൾ ജീവിക്കാൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നാഥ അവളോട് പറഞ്ഞു. ഇനി അങ്ങനെയൊന്നും ചെയ്യരുത്, കേട്ടല്ലോ? അല്ല, ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ? നമുക്ക് ജീവിച്ച് തുടങ്ങണ്ടേ? അത് പറഞ്ഞവൻ അവളുടെ നേരെ അവൻ്റെ മുഖം അടുപ്പിച്ചതും പെട്ടെന്നാണ് അവൻ്റെ ഫോൺ ബെല്ലടിച്ചത്. ആ തക്കത്തിന് ലച്ചു അവിടെ നിന്ന് ഓടിപ്പോയി. നാഥ ഒരു പുഞ്ചിരിയോടെ അതോർത്ത് ഫോൺ എടുത്തു ചെവിയിൽ വെച്ചു. എന്താ അവർ ചെയ്യേണ്ടത്? ഞാൻ വരാം. എൻ്റെ പെണ്ണിനെ തൊട്ട് അവൻ്റെ കൈ എനിക്കെടുക്കണം. അത് പറയുമ്പോഴും അവൻ്റെ കണ്ണുകളിൽ അഗ്നി ആളിക്കത്തി. സാറ് പറയുന്നത് പോലെ ചെയ്യാം. ഞാൻ വരുന്നത് വരെ ഒന്നും ചെയ്യണ്ട. എല്ലാം ഞാൻ വന്നതിന് ശേഷം. അങ്ങനെ എല്ലാവരും ചേർന്ന് ഗോഡൗണിലേക്ക് പോയി. അവിടെ ചെന്നപ്പോഴെല്ലാവരും കസേരയിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. അവരെ കാണുന്തോറും നാഥിന് അവൻ്റെ ദേഷ്യമടക്കാനായില്ല. എന്തെല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നത്? എല്ലാവർക്കും എന്നെ അടിക്കാൻ തോന്നുന്നില്ലേ? എനിക്കറിയാം നിങ്ങളുടെ മനസ്സിൽ എന്നെ കൊല്ലാനുള്ള പക എരിഞ്ഞ് കത്തുന്നുണ്ടാകും. അവൻ അങ്ങനെ പറഞ്ഞത് മാധവൻ്റെ കൈ ചുരുട്ടി പിടിച്ചു. അല്ല അങ്കിളെ, മോളെന്നെ കൊണ്ട് കെട്ടിക്കാനല്ലേ ഇങ്ങോട്ടേക്ക് വന്നത്. എന്നിട്ട് മോളെവിടെ പോയി? എന്നിട്ട് ആ പദ്ധതി നടന്നു മാധവ്? അവൻ അങ്ങനെ പറഞ്ഞതും അയാൾക്ക് ദേഷ്യം വന്നു. അടുത്ത കുറുപ്പിൻ്റെ അടുത്തേക്ക് വന്നു. തൻ്റെ ചെറുമക്കളുടെ പ്രായമുള്ളൊരു പെണ്ണിനോടല്ലടോ താൻ തൻ്റെ കാമഭ്രാന്ത് തീർക്കാൻ നോക്കിയത്. പക്ഷേ നിനക്ക് ആള് മാറിപ്പോയി. എൻ്റെ പെണ്ണിനെ തൊട്ട നിന്റെ കൈ വെട്ടിയെടുക്കുകയാണ് വേണ്ടത്. മനു, ഈ ഏട്ടനെന്താ അവരോട് ഇങ്ങനെയൊക്കെ സമാധാനത്തോടെ പെരുമാറുന്നത്? ഏട്ടത്തി ഇങ്ങനെയൊക്കെ ചെയ്തവരെ വെറുതെ വിടാൻ പാടില്ല. അത് നീ കാര്യമാക്കണ്ട. ഒരു അഗ്നിസ്ഫോടനത്തിന് മുമ്പുള്ള ശാന്തതയാണ്. മനു അത് പറഞ്ഞു കഴിഞ്ഞതും ആരുടെയോ നിലവിളി കേട്ട് അവർ തിരിഞ്ഞു നോക്കി. കുറുപ്പിൻ്റെ കൈ പിടിച്ച് തിരിക്കുന്നതാണ് കണ്ടത്. വേദന കൊണ്ട് അയാൾ അലറി കരഞ്ഞു. എന്താ കുറുപ്പേ, എൻ്റെ പെണ്ണിനെ ഇനി നിനക്ക് തൊടണോ? അവൻ അങ്ങനെ പറഞ്ഞതും വീണ്ടും അയാൾ കൈ പിടിച്ച് തിരിച്ചു.
എല്ലാം പൊട്ടിയുടയുന്നത് പോലെ തോന്നി. അയാൾക്ക് വേദന കൊണ്ട് പുളഞ്ഞുപോയി. അപ്പോഴാണ് അവൻ അടുത്ത് നിൽക്കുന്ന ആളെ നോക്കി കണ്ണു കാണിച്ചത്. അയാൾ അപ്പോൾ തന്നെ ഒരു പെട്ടിയെടുത്ത് അയാളുടെ മുന്നിൽ കൊണ്ടുവന്നു. അവനത് തുറന്നതും വീര്യം കൂടിയ ആസിഡ് എടുത്ത് അയാളുടെ കയ്യിലേക്ക് ഒഴിച്ചു. അപ്പോൾ തന്നെ കത്തി വെന്ത് കരിഞ്ഞു. ആ വേദനയിൽ അയാൾ ആർത്തു വിളിച്ചു. അച്ഛൻ്റെ പ്രായമുള്ള താൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയിട്ടില്ല. താൻ കാരണം പല കുടുംബങ്ങൾ ഇല്ലാതായിട്ടുണ്ട്. എൻ്റെ കുടുംബം തന്നെ ഈ അവസ്ഥയിൽ എത്തിച്ചത് നീയാണ്. ഇപ്പോൾ എൻ്റെ പെണ്ണിനെ നീ. അത് പറഞ്ഞവൻ ആസിഡ് എടുത്ത് അയാളുടെ കണ്ണിലേക്ക് ഒഴിച്ചതും അയാൾ കിടന്ന് പിടയാൻ തുടങ്ങി. നാദ് ബാക്കിയുള്ളവരുടെ അടുത്തേക്ക് പോയതും എല്ലാവരും പേടിച്ചു വിറച്ചു നിൽക്കുന്നതാണ് കണ്ടത്. അപ്പോഴാണ് ഒരു ശബ്ദം കേട്ടത്. മതി കണ്ണ, അവർക്കുള്ളത് ഞാൻ കൊടുക്കാം. കേട്ട് പരിചയമുള്ള ശബ്ദം കേട്ടതും അവിടെ ഇരിക്കുന്നവർ ഒന്ന് തിരിഞ്ഞു നോക്കി. മുത്തശ്ശൻ. മനുവും സൂര്യനും ഒന്നിച്ച് പറഞ്ഞെങ്കിലും അയാൾ അവരുടെ അടുത്തേക്ക് വന്നു കെട്ടിപ്പിടിച്ചു. അവരുടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു. കസേരയിൽ ഇരിക്കുന്നവർ നോക്കിയതും ഞെട്ടിത്തരിച്ചു നിന്നുപോയി. ഈശ്വരവർമ്മ. അവരുടെ നാവിൽ നിന്നും ആ പേര് കേട്ടതും നാഥൻ്റെ മുഖത്ത് പുച്ഛം നിറഞ്ഞ ചിരി വന്നു. അദ്ദേഹം അവരുടെ അടുത്തേക്ക് വന്ന് അവരുടെ പേടിച്ചിരിക്കുന്ന മുഖം കണ്ടതും അയാൾക്ക് ചിരി വന്നു. എന്തേ ഇങ്ങനെ നോക്കുന്നത്? നിങ്ങളെല്ലാവരും ഞാൻ മരിച്ച് മണ്ണടഞ്ഞു പോയതാണല്ലോ അല്ലേ എന്നെല്ലാവരും കേട്ടോ. അന്ന് ഞാൻ ആ കാറിൽ ഉണ്ടായിരുന്നില്ല. എനിക്ക് പകരം എൻ്റെ ഡ്രൈവറാണ് മരിച്ചത്. അത് കേട്ടതും അവരെല്ലാവരും ഞെട്ടി. അന്ന് ഞാൻ പറഞ്ഞതല്ലേ, എന്നോട് കളിക്കുന്നത് പോലെ ഇവനോട് കളിച്ച കളി പഠിപ്പിക്കുമെന്ന്. ഇതേ ഇരിക്കുന്ന കണ്ടില്ലേ, എന്തൊക്കെ വാക്കുകളാണ് ഈ കുറുപ്പിൻ്റെ നാവിൽ നിന്നും വന്നത്. ഇപ്പം വേദന കൊണ്ട് പുളയുന്നത് കണ്ടില്ലേ. സ്വന്തം മകൻ്റെ മക്കളെയല്ലേ ഇവൻ കാമക്കണ്ണുകൾ കൊണ്ട് നോക്കിയത്. അയാളുടെ നാവിൽ നിന്നും കേട്ട വാക്കുകൾ വിശ്വസിക്കാനാവാതെ അവർ തരിച്ചു നിന്നു. എടാ കുറുപ്പേ, ആ കണ്ണൊന്ന് തുറന്നു നോക്ക്. ഞാൻ മറന്നു, നിനക്ക് കണ്ണു കാണാൻ പറ്റുന്നില്ലല്ലോ അല്ലേ. നീയൊക്കെ ചേർന്ന് കൊന്നുകളഞ്ഞ വർമ്മയാടാ ഞാൻ. നിന്റെ സ്വന്തം ചെറുമക്കളെയല്ലേ നീ. എനിക്ക് പറയാൻ തന്നെ അറപ്പ് തോന്നുകയാണ്. അതും പറഞ്ഞ് വർമ്മ അയാളുടെ കാലുകൊണ്ട് ചവിട്ടി. അയാൾ കസേരയോടെ നിലത്തേക്ക് തെറിച്ചുപോയി. ശബ്ദമൊന്നും കേൾക്കുന്നില്ലെന്ന് കണ്ടതും ഒരു ഗുണ്ട അയാളുടെ അടുത്തേക്ക് പോയി നോക്കിയതും ശ്വാസമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ അയാൾ മരിച്ചിരുന്നു. അതറിഞ്ഞതും ബാക്കിയുള്ളവർ അവർക്കുള്ളത് എന്താ എന്നറിയാതെ നിന്നു. മുത്തശ്ശൻ മാധവൻ്റെ അടുത്തേക്ക് പോയി. നീയും നിന്റെ മക്കളും. സോറി, അവൾ നിന്റെ മകളല്ലല്ലോ അല്ലേ. മാധവ് ആ പാവം കൊച്ചിനെ പറഞ്ഞു പറ്റിച്ചു. അന്ന് നിന്റെ വരവിൽ തന്നെ എന്തോ പന്തികേടുണ്ട് എന്ന് എനിക്ക് മനസ്സിലായിരുന്നു. പിന്നെ ഞാനൊന്നും മിണ്ടാതിരുന്നത് നിന്റെ കളികൾ എവിടെ വരെ പോകുമെന്നറിയാനാ. അവളുടെ അച്ഛനെ നീ കൊന്ന് അവരുടെ വീട്ടിൽ കയറി കൂടി. പാവമാ കൊച്ച്, അവൾക്കൊന്നും അറിയില്ല. എന്നിട്ട് നീ അവളെ വെച്ച്. അത് പറഞ്ഞതും സൂര്യ അയാളുടെ നേരെ കാലുയർത്തി. അയാൾ തെറിച്ചു വീണു. അവൻ്റെ മുഖത്ത് ദേഷ്യം കണ്ടതും എല്ലാവർക്കും സംശയം തോന്നി. നാദ് കണ്ണു കാണിച്ചതും അയാളെ പിടിച്ച് നേരെ ഇരുത്തി. അയാളുടെ ഓരോ വിരലിലെ നഖമെല്ലാം അവൻ പറിച്ചു. അയാൾ വേദന കൊണ്ട് അലറി. കൈകളിലേക്ക് ആണി തുളച്ചു കയറി. ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് എന്തിനാണെന്നറിയുമോ? പ്രായപൂർത്തിയാകാത്ത ആ മോൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കേണ്ട സമയത്ത് അവൾക്ക് നീ അവളെ നാശത്തിലേക്ക് കൊണ്ടുവന്നത്. അത് നീ പറഞ്ഞതെല്ലാം വിശ്വസിച്ചു. എന്നിട്ട് നീ അവളെ വെച്ച് തന്നെ ഇങ്ങനെ ഒരു കളി കളിച്ചു. അത് പറഞ്ഞ് മുത്തശ്ശൻ അയാളുടെ ശരീരത്തിലേക്ക് ആണി കുത്തിയിറക്കി. അയാൾ വേദന കൊണ്ട് അലറി വിളിച്ചു. മാധവൻ്റെ അടുത്തേക്ക് നാദ് പോയതും അയാൾ കിടന്ന് പേടിച്ചു വിറയ്ക്കാൻ തുടങ്ങി. എന്നെ ഒന്നും ചെയ്യരുത്, ഞാനെല്ലാം അറിയാതെ ചെയ്തതാണ്. അയാൾ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും മനസ്സിലൊരു പേടി. അയ്യേ മാധവ, നീ ഇത്രയ്ക്കുള്ളൂ. ഞാൻ നിന്നെ ഒന്നും ചെയ്തില്ലല്ലോ. നിന്റെ അടുത്തേക്ക് വന്നിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ തന്നെ നീ ഇങ്ങനെ പേടിച്ചു വിറച്ചാലോ? നാദ് അങ്ങനെ പറഞ്ഞതും അടുത്ത് നിൽക്കുന്ന ആൾക്ക് കണ്ണുകൊണ്ട് കാണിച്ചു. അയാൾ മാധവൻ്റെ കെട്ടഴിച്ചു. മാധവന് ആശ്വാസമായി. നീ പൊയ്ക്കോ, ഇനി കണ്ടുപോവരുത് ഇവിടെ. മുത്തശ്ശൻ അങ്ങനെ പറഞ്ഞതും കേശവൻ മനസ്സിലായിരുന്നു എന്തോ അപകടം നടക്കുന്നുണ്ടെന്ന്. മാധവൻ അവിടെ നിന്നും ഓടിപ്പോയി. ബാക്കിയുള്ളവർ ഇനി തനിക്കെതിരെയാണ് ഇന്ന് വരുന്നതെന്ന് കേശവൻ മനസ്സിലായിരുന്നു. എടാ കേശവ, സ്വന്തം മകൻ്റെ മക്കളെയല്ലേ നീ എല്ലാം കൂടെ ചേർന്ന്. പിന്നെ ഈ കിടക്കുന്ന അച്ഛൻ ഞങ്ങൾ ഒന്നിച്ച് പഠിക്കുമ്പോൾ തന്നെ എന്നോട് ദേഷ്യമായിരുന്നു. നിന്റെ അമ്മായിയെ കൊണ്ട് ഇയാൾ തന്നെയാണ് അതെൻ്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കി. നിന്നിലൂടെ എനിക്കും എൻ്റെ മക്കൾക്കും എതിരെ നിന്നെ വെല്ലുവിളിച്ചു. നിന്നെ ഞാനൊന്നും ചെയ്യില്ല. ഇവരുടെയൊക്കെ മരണം കണ്ടു നിനക്ക് കുറ്റബോധം തോന്നി. മനസ്സ് നീറി നീ ഇല്ലാതാകണം. പിന്നെ നിങ്ങളെ സഹായിച്ച ഫിലിപ്പ് ഇന്ന് ജീവനോടെ ഇല്ല. അതും പറഞ്ഞവരെല്ലാവരും അവിടെ നിന്ന് പോയി. അയാളെ അവൻ്റെ ആളുകൾ ഒരു ഇരുട്ട് റൂമിൽ കൊണ്ടുപോയി തള്ളിയിട്ടു. മാധവൻ രക്ഷപ്പെട്ടു എന്ന് കരുതി അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതും ഇരയെ കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കുന്നത് പോലെ നിരന്നു നിൽക്കുന്ന നായ്ക്കൾ. നാവെല്ലാം പുറത്തേക്കിട്ട് പല്ല് കൂർത്തതായിരുന്നു. കണ്ടാൽ തന്നെ പേടിച്ചു പോകും.
മാധവൻ എന്താ ചെയ്യേണ്ടതെന്നറിയാതെ കുഴഞ്ഞു. ഒന്നനങ്ങിയാൽ അവർ അടുത്തേക്ക് വരും. രണ്ടും കൽപ്പിച്ച് അയാൾ ഓടി. മാധവന്റെ പിറകെ അവരും ഓടി. അവസാനം ഓടി തളർന്നിരിക്കാൻ നിന്നതും അപ്പോഴേക്കൊരു നായ അയാളുടെ അടുത്തെത്തി. അയാൾ അവിടെ നിന്നും ഓടിപ്പോയി. മരകുറ്റി തടഞ്ഞു വീണു. ദേഹമെല്ലാം മുറിഞ്ഞ് ചോരയിട്ട് വീഴുന്നുണ്ടായിരുന്നു. അയാൾ അതൊന്നും നോക്കാതെ ഓടിപ്പോയി. അവസാനം കൊടുങ്കാട്ടിലേക്ക് ഓടിപ്പോയി ഒളിഞ്ഞിരുന്നു. ആ നായ്പ്പടകൾ അവിടെ എല്ലായിടത്തും തിരഞ്ഞു. അയാളെ കണ്ടില്ല. അവർ തിരിച്ചുപോയിന്ന് മനസ്സിലായതും അയാൾ ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചു. പെട്ടെന്ന് മാധവന്റെ ദേഹത്തേക്ക് എന്തോ വന്ന് ചാടുന്നത് പോലെ തോന്നി. ആ നായ അയാളെ കടിച്ചു വലിച്ചു പുറത്തേക്ക് കൊണ്ടുവന്നു. മാധവൻ കുറെ തള്ളി മാറ്റാൻ നോക്കിയെങ്കിലും നടന്നില്ല. ബാക്കിയുള്ളവരും അവിടേക്ക് വന്നു കടിച്ചു വലിച്ചു തിന്നാൻ തുടങ്ങി. എല്ലും മുള്ളും ബാക്കിയായി. അവർ അവിടെ നിന്നും അവരുടെ കൂട്ടിലേക്ക് പോയി. അവർ തിരിച്ചു പോകുമ്പോഴാണ് അവർ ഇതൊക്കെ കാണുന്നത്. എല്ലാം അവസാനിച്ചെന്ന് മനസ്സിലാക്കി അവർ അവിടെ നിന്നും സന്തോഷത്തോടെ പോയി. മുത്തശ്ശ, നിങ്ങൾ ഇതുവരെ എവിടെയായിരുന്നു? എല്ലാവരും പേടിച്ചു പോയി. സൂര്യ അങ്ങനെ പറഞ്ഞത് മുത്തശ്ശനും നാദും പൊട്ടിച്ചിരിച്ചു. എന്തേ രണ്ടുപേരും ചിരിക്കുന്നത്? ഞാനെന്താ വല്ല തമാശയും പറഞ്ഞു? അത് പറഞ്ഞവൻ പിണങ്ങിയിരുന്നു. എൻ്റെ സൂര്യ, ഇതൊക്കെ ഞങ്ങളെല്ലാവരും ചേർന്ന് നടത്തിയ നാടകമല്ലേ? ഇതൊക്കെ ഇരിക്കുന്ന വല്യേട്ടൻ്റെ ബുദ്ധിയല്ലേ? എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. ആ മണ്ഡപത്തിൽ നിന്നും ഇറങ്ങിപ്പോയി എന്ന് നേരാണ്. പക്ഷേ ആ ആക്സിഡൻറ്റിൽ ഞാനല്ലായിരുന്നു, നമ്മുടെ ഡ്രൈവറായി എന്ന് മാത്രം. പക്ഷേ അവനൊന്നും സംഭവിച്ചിട്ടില്ല. ഹോസ്പിറ്റലിലുണ്ടവൻ. അപ്പോൾ ഞങ്ങളെല്ലാവരും വന്നപ്പോൾ മുത്തശ്ശനെയാണല്ലോ കണ്ടത്. അതെന്താ അങ്ങനെ? അത് ഞാൻ തന്നെയാണ് സൂര്യ. പക്ഷെ വേഗം എന്നെ അവിടെ നിന്നും കൊണ്ടുപോയില്ലേ? നിങ്ങൾ ആരെയും കൂടെ കൊണ്ടുപോയോ? അപ്പോഴാണ് അവന് ഓർമ്മ വന്നത്. നാഥ് പറഞ്ഞു സംസ്കാരത്തിന് ആരും കൂടെ വരേണ്ട ആവശ്യമില്ല എന്ന്. എന്നാലും ഏട്ടാ, ഞങ്ങളോട് ഈ ചതി വേണ്ടായിരുന്നു. ഇനി വീട്ടിലേക്ക് കയറി മുത്തശ്ശനെ കണ്ട എന്താകും അവരുടെ റിയാക്ഷൻ? അത് പറഞ്ഞവർ അവിടെ നിന്നും യാത്ര തിരിച്ചു. നേരം പുലർന്നത് മുത്തശ്ശി കണ്ണു തുറന്നു. തൻ്റെ പ്രാണന്റെ വേർപാട് തനിക്ക് താങ്ങുന്നില്ലെന്ന് മുത്തശ്ശിക്ക് മനസ്സിലായി. ഞാൻ തളർന്നു പോയ എൻ്റെ മക്കൾ തളരും. അതുകൊണ്ട് ഞാൻ സന്തോഷത്തോടെ നിൽക്കണം. അത് വിചാരിച്ച് മുത്തശ്ശി റൂമിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയതും ആരെയും കണ്ടില്ല. അല്ല, മക്കളിവിടെ ആരുമില്ലേ? ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. എൻ്റെ മുത്തശ്ശി, മക്കളും കൊച്ചുമക്കളും ഇന്ന് പുലർച്ചെയാണ് വന്ന് കിടന്നത്. എവിടെ പോയതാണെന്നറിയില്ല. അവർ സംസാരിച്ച് നിൽക്കുമ്പോഴാണ് പുറത്ത് ബെല്ലടിച്ചത്. ആരായിരുന്നു ഈ സമയം ഇങ്ങോട്ട് വരാൻ? മുത്തശ്ശി അങ്ങനെ പറഞ്ഞത് ഇന്ദു സംശയത്തോടെ വാതിൽ തുറക്കാൻ പോയി. വാതിൽ തുറന്നതും മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് ഞെട്ടിത്തരിച്ചു നിന്നു. മോളെ ഇന്ദു, ആരാ വന്നിട്ടുള്ളത്? മുത്തശ്ശി അങ്ങനെ ചോദിച്ചിട്ടൊന്നും മിണ്ടുന്നില്ല. അവർ വീണ്ടും ചോദിച്ചു. മറുപടി വന്നില്ല. മുത്തശ്ശി തന്നെ എണീറ്റ് പോയി നോക്കി. ആളെ കണ്ടതും ഒന്നും മിണ്ടാതെ നിന്നു. അല്ല, എന്താ രണ്ടുപേരൊന്നും മിണ്ടാതെ നിൽക്കുന്നത്? രണ്ടുപേരൊന്നും മാറി തന്ന എനിക്ക് അകത്തേക്ക് കയറാമായിരുന്നു. മുത്തശ്ശൻ അങ്ങനെ പറഞ്ഞതും ഇന്ദു എന്തോ സ്വപ്നം കണ്ട പോലെ വാതിൻ്റെ അടുത്തുനിന്ന് മാറി നിന്നു. മുത്തശ്ശൻ അകത്തേക്ക് കയറി സോഫയിലിരുന്നു. നീ എന്താ ജാനകി എന്നെ ഇങ്ങനെ നോക്കുന്നത്? എന്നെ ആദ്യമായിട്ടാണോ നീ കാണുന്നത്? മുത്തശ്ശൻ അങ്ങനെ പറഞ്ഞത് മുത്തശ്ശി ഓർമ്മയിൽ നിന്നും തിരിച്ചു വന്നു. കണ്ണ, ഒന്ന് വേഗം ഇങ്ങോട്ട് വാടാ. മുത്തശ്ശിയുടെ ശബ്ദം കേട്ട് എല്ലാവരും ഓടിയെത്തി. സുലേഖ സോഫയിലിരിക്കുന്ന ആളെ കണ്ടതും ബോധം കെട്ട് വീണു. അവരെ താങ്ങി പിടിച്ച് റൂമിൽ കൊണ്ടുപോയി കിടത്തി. ആദ്യം ലച്ചുവും കണ്ണുമിഴിച്ച് നിന്നു. മുത്തശ്ശി നാഥനെ നോക്കിയപ്പോൾ അവൻ മുത്തശ്ശനെ കണ്ടിട്ടൊരു ഞെട്ടലും അവൻ്റെ മുഖത്തില്ല. അവൻ കൈ രണ്ടും കെട്ടി ചിരിയോടെ നിൽക്കുന്നു. എന്താടാ നീ ഇങ്ങനെ നിൽക്കുന്നേ? മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ടിട്ട് നിനക്കൊന്നും തോന്നുന്നില്ലേ? അത് മുത്തശ്ശി. അത് പറഞ്ഞ് നാഥ് മുത്തശ്ശിയുടെ തോളിലൂടെ കൈയിട്ട് മുത്തശ്ശൻ ഇരിക്കുന്ന സോഫയിൽ പോയിരുന്നു. അവൻ നടന്നതെല്ലാം പറഞ്ഞു. അത് കേട്ടത് മുത്തശ്ശി അവനെ അടിക്കാൻ തുടങ്ങി. എന്നാലും ഞങ്ങളെല്ലാവരെയും പേടിപ്പിച്ചിട്ടാണോ നിങ്ങളുടെ നാടകം? ഞങ്ങളെയൊക്കെ ഇങ്ങനെ വിഷമിപ്പിച്ചതും പോരാ, രണ്ടും കൂടെ ചിരിക്കുന്നത് കണ്ടില്ലേ? അല്ല, ഈ കളിയിൽ നിങ്ങളും ഉണ്ടോ? മുത്തശ്ശി മറ്റുള്ളവരോടും ചോദിച്ചതും അവരും ചിരിച്ചു. ഞാനൊന്നും അറിഞ്ഞിട്ടില്ല മുത്തശ്ശി. ഇന്നലെയെ ഞാനെല്ലാം അറിയുന്നത്. എൻ്റെ മുത്തശ്ശി, എല്ലാം കഴിഞ്ഞില്ലേ? എല്ലാം അവസാനിച്ചു. കുറച്ച് വിഷമിച്ചാലും സന്തോഷത്തോടെ ജീവിക്കാനല്ലേ ഇങ്ങനെ ചെയ്തത്? ഇനി ആരുടെയും ശല്യമില്ലാതെ സന്തോഷത്തോടെ ജീവിക്കാലോ. നാഥ് അങ്ങനെ പറഞ്ഞതും അവർക്കത് തന്നെയാണ് ശരിയെന്ന് തോന്നി. എന്നാലും കണ്ണ, ഇങ്ങനെ ഒരു കളി വേണ്ടിയിരുന്നില്ല. ഇങ്ങനെ കളി കളിച്ചതുകൊണ്ടല്ലേ എല്ലാം ഭംഗിയായി അവസാനിച്ചു. ദിയ, അവൾ എന്നോടെല്ലാം പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞതിനനുസരിച്ചാണ് അവളെല്ലാം ചെയ്തത്. അത് കേട്ടതും ലച്ചു ഞെട്ടി. അത് നല്ലതുപോലെ നാഥ് കണ്ടു. അവളുടെ മനസ്സിലും സംശയങ്ങൾ തോന്നി. നിന്റെ മനസ്സിലുള്ള സംശയങ്ങൾ ഞാൻ പിന്നീട് പറഞ്ഞു തരാം. അങ്ങനെ അവരെല്ലാവരും ഹാപ്പിയായി അവരുടെ റൂമിലേക്ക് പോയി. അമ്മമാർ അടുക്കളയിലേക്കും ലച്ചുവും ആദ്യം പോവാൻ നിന്നതും മക്കൾ അവിടെ ഒന്ന് നിന്നേ, രണ്ടുപേരും ഇങ്ങോട്ടൊന്ന് വാ. മുത്തശ്ശൻ വിളിച്ചതും അവർ രണ്ടുപേരും അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയി.
ഞാൻ കാരണം എൻ്റെ കുട്ടികളുടെ നല്ല ദിവസം സന്തോഷിക്കാൻ പറ്റിയില്ല അല്ലേ? അതിന് ഈ മുത്തശ്ശനോട് വെറുപ്പുണ്ടോ? അത് കേട്ടതും ആദ്യം മുത്തശ്ശൻ്റെ അടുത്ത് പോയി ഇരുന്ന് തല്ലാൻ തുടങ്ങി. ലച്ചു പിന്നെ ഒന്നും മിണ്ടിയില്ല. ഞങ്ങൾക്ക് മുത്തശ്ശൻ കഴിഞ്ഞിട്ട് വേറെ എന്ത് സന്തോഷവും ഞങ്ങൾക്കുള്ളൂ. മുത്തശ്ശൻ തിരിച്ചു കിട്ടിയല്ലോ. അവൾ അത് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കവളിൽ ഉമ്മ കൊടുത്തു. മുത്തശ്ശൻ്റെ കൊച്ചുമോൾ എന്തിനാ കരയുന്നത്? പലരും പലതും പറയും. അതൊക്കെ കേട്ടിങ്ങനെ വിഷമിച്ചിരുന്നാലേ അതിന് നേരം കാണൂ. അങ്ങനെ പറയുന്നവർക്ക് അപ്പോൾ തന്നെ മറുപടി കൊടുക്കണം. എൻ്റെ മോള് കാരണം ഈ കുടുംബത്തിനൊരു ദോഷവും വരില്ല. മുത്തശ്ശൻ അങ്ങനെ പറഞ്ഞതും ലച്ചു ഞെട്ടി. അവൾ മുത്തശ്ശനെ നോക്കി. നീ ഇങ്ങനെ നോക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എങ്ങനെ അറിഞ്ഞു എന്നാകും. എല്ലാം പറയാൻ എനിക്കിവിടെ ദൈവം പോലെ ഒരാളെ അയച്ചിട്ടുണ്ട്. മുത്തശ്ശൻ അങ്ങനെ പറഞ്ഞു. ലച്ചു നാഥനെ നോക്കി. അവൻ കണ്ണടച്ച് കാണിച്ചു. അവളെ ചേർത്ത് പിടിച്ചു. മുത്തശ്ശൻ അവളെയും ആദിയെയും ചേർത്ത് പിടിച്ചു. എനിക്കിവളെ പോലെ തന്നെയാണ് ലച്ചു നീയും. അതുകൊണ്ട് നീ മാറി നിൽക്കേണ്ട. ഇവളുടെ അതേ അവകാശം തന്നെയാണ് നിനക്കും. കേട്ടല്ലോ? അല്ല, നിങ്ങൾക്കാർക്കും ഭക്ഷണമൊന്നും വേണ്ടേ? ഇന്ദു എന്ന് ചോദിച്ചതും അവർ അവിടെ നിന്നും എണീറ്റ് പോയി. അപ്പോഴാണ് പുറത്ത് ഇന്ദ്രേട്ടാ. എന്താടാ രാമ? നിങ്ങളറിഞ്ഞോ? ആ തമ്പിയും അവൻ്റെ പെണ്ണും തൂങ്ങി. മക്കൾ ഒറ്റയ്ക്കാ. നീ പൊയ്ക്കോ രാമ, ഞാൻ വരാം. എന്താ ഇന്ദ്ര? ആ തമ്പിയും അവൻ്റെ പെണ്ണും തൂങ്ങി. അവിടെ വരെ ഒന്ന് പോവണം. മക്കളെ നമ്മൾ ഏറ്റെടുത്ത് പഠിപ്പിക്കാം. മുത്തശ്ശൻ അങ്ങനെ പറഞ്ഞതും എല്ലാവരും സമ്മതിച്ചു. അവർ അവിടേക്ക് പോയി. മക്കളെ അവരുടെ അനാഥാലയത്തിലേക്ക് മാറ്റി അവരെ അവരുടെ സ്കൂളിൽ തന്നെ പഠിപ്പിച്ചു. അങ്ങനെ രാത്രിയായതും അവരെ സെറ്റും കൊണ്ടുപിടിപ്പിച്ച് കയ്യിൽ പാൽ ഗ്ലാസും കൊടുത്ത് അവർ അവരുടെ റൂമിലേക്ക് കൊണ്ടുപോയി. ലച്ചുവിന് ചെറിയൊരു പേടിയുണ്ടായിരുന്നു. ഇതുവരെ അവൻ്റെ മുന്നിൽ നിന്നും മാറി നടക്കുകയായിരുന്നു. ഇന്നിനത് പറ്റില്ലല്ലോ എന്നവൾ പേടിയോടെ റൂമിലേക്ക് കയറി. ചുറ്റും നോക്കി. പെട്ടെന്ന് വാതിലടയുന്ന ശബ്ദം കേട്ട് അവൾ ഞെട്ടിത്തരിച്ച് നോക്കിയതും കൈ രണ്ടു മാറിൽ കെട്ടി കള്ളച്ചിരിയോടെ നിൽക്കുന്ന നാഥനെയാണ് കണ്ടത്. അവനെ കണ്ടതും അവൾ വിയർക്കാൻ തുടങ്ങി. അവൻ അവളുടെ അടുത്തേക്ക് വരുന്നതിനനുസരിച്ച് അവൾ പിറകിലേക്ക് നീങ്ങിപ്പോയി. പോയി ചുമരിൽ തട്ടി നിന്നു. അവൻ അവളുടെ സാരിയുടെ വിടവിലൂടെ കാണുന്ന അവളുടെ ആലില വയറിൽ പിടിച്ച് അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു. ഇനിയും നീ നീങ്ങി പോകുന്നില്ലേ? ഇനി നീ നീങ്ങിപ്പോവാൻ ഞാൻ സമ്മതിക്കില്ല. അത് പറഞ്ഞവൻ അവളുടെ ചുണ്ടിലേക്ക് ചുണ്ടടിപ്പിച്ചതും അപ്പോൾ തന്നെ അവൻ്റെ ഫോൺ അടിച്ചു. നാശം, ഈ സമയത്ത് തന്നെ ഇതാരാണാവോ? അതും പറഞ്ഞവൻ ഫോൺ എടുത്ത് നോക്കിയതും ഹരി എന്ന നെയിം കണ്ടു. എടാ പൻ്റെ മോനെ, നിനക്ക് ഈ സമയത്തെ വിളിക്കാൻ പറ്റിയുള്ളൂ? എൻ്റെ പൊന്നുനാ, നീ ഒരു കാര്യം അറിഞ്ഞോ? എബ്രഹാം അവൻ്റെ മകനും ഇന്ന് രാവിലെ കാർ ആക്സിഡൻറ്റിൽ കൊല്ലപ്പെട്ടു എന്ന്. അറിഞ്ഞു. നീ അത് പറയാനാണോ ചെറ്റെ വിളിച്ചത്? അത് പിന്നെ എനിക്ക് തോന്നുന്നില്ല അവർക്ക് പറ്റിയത് ആക്സിഡൻ്റ് ആണോ എന്ന്. നീ അവൻ അങ്ങനെ പറഞ്ഞതൊന്ന് അത് പൊട്ടിച്ചിരിച്ചു. ഇതൊക്കെ കണ്ടിട്ട് ലച്ചു അന്തം വിട്ട് നോക്കി നിന്നു. അവൻ്റെ ചിരിയിൽ നിന്നും തന്നെ ഹരിക്ക് മനസ്സിലായി ഇതൊക്കെ ഇവൻ്റെ കളിയാണെന്ന്. പിന്നെ ഒന്നും മിണ്ടാതെ ഹരി ഫോൺ കട്ടാക്കി. നാദ് ലച്ചുവിനെ നോക്കി സ്വപ്ന ലോകത്തെന്ന പോലെ നിൽക്കുകയാണ്. ലച്ചു. നാദ് അവൻ്റെ മുഖം അടുപ്പിച്ചതും അവൾ ഞെട്ടി. അവൻ മുന്നും പിന്നും നോക്കാതെ അവളുടെ ചുണ്ടിലേക്ക് അവൻ്റെ ചുണ്ടുകൾ കൊണ്ട് നുണഞ്ഞു. രണ്ടുപേർക്കും ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് തോന്നിയപ്പോഴാണ് അവൻ അവളിൽ നിന്നും അകന്നു മാറിയത്. അവളെ കോരിയെടുത്ത് ബെഡിൽ കിടത്തി അവളുടെ മുകളിലായി കിടന്നു. അവളുടെ സാരിയുടെ മുന്താണി എടുത്തു മാറ്റി അവൻ അവളുടെ മാറിടങ്ങളിലേക്ക് മുഖാമർത്തി ചുംബനം കൊണ്ട് തൊട്ടുണർത്തി അവളെ. അവളുടെ ശരീരത്തിലേക്ക് അവൻ അമർന്നു. അവളുടെ ഓരോ ഭാഗവും അവൻ ചുംബനങ്ങൾ കൊണ്ട് മൂടി. അവർ രണ്ടുപേരും അവരുടെ ലോകത്തായി പ്രണയിച്ചുകൊണ്ടിരുന്നു. ഹരി ഫോൺ കട്ടാക്കി നോക്കിയതും കുളിച്ചിറങ്ങി വരുന്ന ആദിയെയാണ് കണ്ടത്. അവൾ കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്ന് മുടി തോർത്തുമ്പോഴാണ് അവളുടെ വയറിലൊരു തണുപ്പ് അനുഭവപ്പെട്ടത്. ഹരിയാണെന്ന് മനസ്സിലായതും അവൾ ഒന്നും മിണ്ടാതെ നിന്നു. അവൻ അവളെ തനിക്ക് നേരെ നിർത്തി. അവളുടെ ചുണ്ടുകൾ അവൻ്റെ ചുണ്ടുകളുമായി കോർത്തു. അവൻ അവളെ താങ്ങി പിടിച്ച് ബെഡിൽ കിടത്തി. അവളുടെ എല്ലാം അവൻ അഴിച്ചു മാറ്റി അവളിലേക്ക് അമർന്നു. അവരും അവരുടെ ലോകത്തേക്ക് ചേക്കേറി. അങ്ങനെ 4 വർഷങ്ങൾക്ക് ശേഷം എല്ലാ പ്രാവശ്യം പോലെ തന്നെ ഞാനൊരിക്കലും ഈ അവാർഡ് ആർക്കും കൊടുക്കില്ല എന്ന് വാശിയിൽ ഈ വർഷത്തെ ബെസ്റ്റ് ബിസിനസ് അവാർഡ് യോഗ്യത നേടിയിരിക്കുന്നത് മിസ്റ്റർ ഭൈരവ് നാഥ് വർമ്മ. കം ഓൺ ദ സ്റ്റേജ്. ആ പേര് പറഞ്ഞതും എല്ലാവരും കൈയടിച്ചു. അവൻ അത് കേട്ടെല്ലാം ശരിയാക്കി സ്റ്റേജിലേക്ക് പോയി. സ്റ്റേജിലെത്തിയതും അവൻ അവാർഡ് കൊടുത്തു. അവനോട് 2 വാക്ക് സംസാരിക്കാൻ പറഞ്ഞു. എനിക്കിങ്ങനെ അവാർഡ് കിട്ടാൻ കാരണം എൻ്റെ മുത്തശ്ശിയുടെയും പിന്നെ എല്ലാ കാര്യത്തിനും എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ പെണ്ണ് ഇവരുടെയൊക്കെ പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് എല്ലാ വർഷവും എനിക്ക് കിട്ടുന്നത്. അവൻ അങ്ങനെ പറഞ്ഞതും 2 പേരും കണ്ണു തുടച്ചു. മുത്തശ്ശനും ലച്ചുവും. എല്ലാം കഴിഞ്ഞ് അവർ അവിടെ നിന്നും ഇറങ്ങി മുത്തശ്ശിയുടെ അടക്കം ചെയ്ത അവിടേക്ക് പോയി. നാഥനും ലച്ചുവിനും മക്കളായിട്ടില്ല. ഹരിക്കും ആദിക്കും 2 വയസ്സുള്ളൊരു മോനുണ്ട്.
ആദിത്യനാഥ് വർമ്മ സ്വന്തം അച്ഛനെയും അമ്മയേക്കാളും അവനിഷ്ടം അവൻ്റെ കണ്ണച്ഛനെയും ലച്ചുമ്മയുമാണ്. അവനുള്ളതെല്ലാം അവരാണ് വാങ്ങിക്കൊടുക്കുന്നത്. ഉറങ്ങുന്നത് വരെ അവരുടെ അടുത്താണ്. എൻ്റെ ശ്രീ, ഒന്ന് വേഗം റെഡിയായി വാ. അവിടെ താഴെ നമ്മളെ കാത്തെല്ലാവരും നിൽക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി. കണ്ണച്ച, ലച്ചുമ്മേ. എന്താടാ കുഞ്ചു? അവരങ്ങളെ കാത്തു നിൽക്കുകയാണ്. ഇതാ വരുന്നു കുഞ്ചു. അത് പറഞ്ഞ് നാഥ അവനെ എടുത്ത് താഴേക്ക് പോയി. ലച്ചു വന്നതും എല്ലാവരും കാറിൽ കയറി അമ്പലത്തിലേക്ക് പോയി. ഇന്നാണ് മാനവിൻ്റെയും ലച്ചുവിൻ്റെ കൂട്ടുകാരി ഗൗരിയുമായുള്ള വിവാഹം. സൂര്യൻ്റെയും ദയയുടെയും വിവാഹം. എല്ലാം മംഗളമായി കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് വന്നു. ലച്ചുവിൻ്റെ അനിയൻ അപ്പു +2 പഠിക്കുന്നു. ശേഖരൻ മാറാരോഗം വന്ന് കിടപ്പിലായി. ഹൃദയ വിശ്വസിച്ച ആള് അവളെ ചതിച്ചു. പല ആളുകൾക്ക് അവളെ വിറ്റ് പൈസയുണ്ടാക്കി. ആ അപമാനം കാരണം അവൾ ആത്മഹത്യ ചെയ്തു. ചെറിയമ്മ എല്ലാവരുടെ വീട്ടിൽ ജോലിക്ക് നിന്ന് ജീവിക്കുന്നു. മാധവൻ്റെ ഭാര്യ അംബിക മകൻ്റെയും ഭർത്താവിൻ്റെയും മരണം താങ്ങാതെ മാനസരോഗിയായി മാറി. എല്ലാ ചടങ്ങുകളും കഴിഞ്ഞ് അവരെല്ലാം ഇരിക്കുമ്പോഴാണ് ലച്ചു പെട്ടെന്ന് ബോധം കെട്ട് വീണത്. നാഥ അപ്പോൾ തന്നെ അവളെ താങ്ങി പിടിച്ച് ഹോസ്പിറ്റലിലേക്ക് ഓടി. ഡോക്ടർ അവളെ നോക്കി റൂമിലേക്ക് പോയി. നാഥ് എന്താ പറ്റിയതെന്ന് അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. എന്താ ഡോക്ടർ അവൾക്ക് പറ്റിയത്? താനാ ശ്വാസമൊന്ന് നേരെ വിടടൂ. പേടിക്കാനൊന്നുമില്ല. ഒന്ന് ഇവിടെ ഇരിക്ക്. എൻ്റെ ഡോക്ടറെ, വേഗം പറ. നിങ്ങളൊരു അച്ഛനാകാൻ പോകുന്നു. അത് കേട്ടതും അവൻ സന്തോഷം കൊണ്ട് തുള്ളി ചാടാൻ തോന്നി. അവൻ അവളുടെ അടുത്തേക്ക് പോയി അവളെ കെട്ടിപ്പിടിച്ച് മുഖത്ത് ഉമ്മകൾ കൊണ്ട് മൂടി. എന്തായിട്ടായി കാണിക്കുന്നത്? ഇത് നമ്മുടെ വീടല്ല, ഹോസ്പിറ്റലാണ്. അപ്പോഴാണത് അവൻ ഓർമ്മ വന്നത്. അവൾ കിടക്കുന്ന അവിടെ 2 നഴ്സുമാരും നിന്നിരുന്നു. അവൻ വേഗം തന്നെ വീട്ടിലേക്ക് വിളിച്ച് വിവരം പറഞ്ഞു. അവർ വേഗം അവിടെ നിന്നും പോയി. മുത്തശ്ശിയുടെ അസ്ഥിത്തറയുടെ മുന്നിൽ പോയി നിന്ന് വിവരം പറഞ്ഞു. അപ്പോഴാണ് ഒരു തണുത്ത കാറ്റ് അവരെ തഴുകിപ്പോയത്. എല്ലാവരും സന്തോഷം കൊണ്ട് ആ ദിവസം ഒരു ഉത്സവമാക്കിയിരുന്നു. മുത്തശ്ശിയുടെ വേർപാട് അവർക്ക് ഈ സന്തോഷ സമയത്ത് ഓർമ്മ വന്നു. എല്ലാവരും അവരവരുടെ റൂമിലേക്ക് പോയി. നാഥും ലച്ചുവും പിറക്കാൻ പോകുന്ന കുഞ്ഞിനെ സ്വപ്നം കണ്ടുകൊണ്ട് അവർ അവരുടെ ലോകത്തേക്കും പോയി.